welcome back to Xylem Learning. Akshay sir ആണ് മകളെ. അക്ഷയ് സാർ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ ബയോളജിയിലെ 5 ചാപ്റ്ററിൽ നിന്നുള്ള നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ 60 ചോദ്യങ്ങൾ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 10 അല്ല 20 അല്ല 60 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട 60 ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ സ്വന്തം ഇവിടെ കാണുന്ന അക്ഷയ് സാറ് വന്നിരിക്കുന്നത്. ഇവിടെയും കാണാം. അപ്പൊ അക്ഷയ് സാറ് വന്നിരിക്കുകയാണ് 60 ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്ത് ഉറപ്പുവരുത്തണം? സാറിന്റെ ശബ്ദം കൃത്യമായി നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, സാറിന് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്റെ പിറകുവശത്തായിട്ട് ആ ബയോളജി 60 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ശക്തിമാൻ, ഇപ്പോഴേ ശക്തിമാൻ ഇട്ടിട്ടുണ്ട്. ശക്തിമാൻ ഇമോജി ഇട്ട് സെറ്റ് ചെയ്യാം മക്കളെ. ഗുഡ് ഈവനിങ്. അപ്പൊ 60 ചോദ്യങ്ങളിലെ കൂടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ തുടക്കം മുതൽ സാറിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. തുടക്കം മുതൽ അവസാനം വരെ, ഈ ലൈവ് എൻഡ് ചെയ്യുന്നത് വരെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ഒരു ലൈവിന്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ മറ്റു സ്കൂളുകളിലെ ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിക്കുക. ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് പോലെ എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ബയോളജി പഠിക്കട്ടെ. ആ ഒരു സന്ദേശത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മുടെ ലൈവ് കൗണ്ട് ഇത് പോരാ. നമുക്കറിയാം നമ്മുടെ 10th CBSEയുടെ പവർ ഇതൊന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കൊണ്ടുവാടാ, എല്ലാവരെയും കൊണ്ടുവാ, എല്ലാ സുഹൃത്തുക്കളെയും കൊണ്ടുവാ. ലിങ്ക് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലൈവിന്റെ ലിങ്ക് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലേക്കും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലേക്കും ഒക്കെ ഇടുക. സാറിനെ വേണമെങ്കിൽ മെൻഷൻ ചെയ്തോളൂ, എനിക്ക് യാതൊരു വിരോധവും ഇല്ല കേട്ടാ. സ്ക്രീൻഷോട്ട് എടുത്തിട്ടേ. ഓക്കെ, യെസ് ലൈവ് കൗണ്ട്. ഓക്കെ, ബയോളജി വഴി ബോർഡ് എക്സാമിലേക്ക് ഒരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. കറക്റ്റ് ആണ് അനിരുദ്ധേ. അതേ അർത്ഥം എല്ലാവർക്കും സെറ്റായി എന്നാണ്. എല്ലാവരും ശക്തിമാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പൊ തുടക്കം മുതൽ എന്ത് ചെയ്യണം? എന്റെ കൂടെ ഉണ്ടാവണം. നജ, ഇത് പഠിച്ചാൽ മതിയാവും. ഓക്കെ, 60 ചോദ്യങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഏകദേശം നമ്മൾ എല്ലാ കാര്യങ്ങളും കലക്കി കുടിക്കും. ഓക്കെ, റെഡി? അപ്പൊ ബയോളജി 60 മാർക്ക് അല്ലെങ്കിൽ 60 മാർക്ക് അല്ല 60 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. സ്റ്റേറ്റ് ദ റോൾ ഓഫ്, ശ്രദ്ധിച്ചോ, സ്റ്റേറ്റ് ദ റോൾ പ്ലേഡ് ബൈ ദി ഫോളോവിങ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. ഡൈജഷൻ എന്ന പ്രോസസ്സിൽ ഈ പറയുന്ന എൻസൈം ട്രിപ്സിൻ എന്ത് റോളാണ് ചെയ്യുന്നത്? അറിയാവുന്നവർ കമന്റ് ചെയ്തു. മക്കളെ, നമുക്കറിയാം ട്രിപ്സിൻ എന്ന് പറയുന്നത്, മക്കളെ നിങ്ങൾക്കറിയാം ട്രിപ്സിൻ എന്ന് പറയുന്നത് എന്താ? പാൻക്രിയാറ്റിക് ജ്യൂസിലെ, എവിടെയാണ്? പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമാണ്. എവിടുത്തെ എൻസൈമാണ്? പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈം. ട്രിപ്സിൻ എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമാണ്, നമുക്കറിയാം. ഇയാള് എന്തിനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഇദ്ദേഹം ഡൈജസ്റ്റ് ചെയ്യുന്നത് പ്രോട്ടീനിനെയാണെന്ന് നമുക്കറിയാം. ഇദ്ദേഹം ഡൈജസ്റ്റ് ചെയ്യുന്നതിന് ആരെയാണ് ഡൈജസ്റ്റ് ചെയ്യുക? പ്രോട്ടീനിനെ അല്ലേ ഡൈജസ്റ്റ് ചെയ്യുക? പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നില്ലേ? ഉണ്ടടാ, ഉണ്ട്. അതാണ് ഇദ്ദേഹത്തിന്റെ ധർമ്മം, അതാണ് ഇദ്ദേഹത്തിന്റെ ഫങ്ഷൻ. റെഡിയല്ലേ? അടുത്ത എൻസൈം ലിപ്പേസ് ആണ്. അതും പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണപ്പെടുന്ന ഒരു തരം എൻസൈമാണ് ലിപ്പേസ്. ലിപ്പേസ് എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുമെന്നുള്ളതാ. ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ലിപ്പേസ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലിപ്പേസ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലിപ്പേസ് എന്താ ചെയ്യുക? ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യും. അങ്ങനെ മക്കളെ നോക്കിക്കേ, ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടാ, ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടാ ഫാറ്റി ആസിഡും ഗ്ലിസറോളാക്കി മാറ്റുന്നു. വളരെ എളുപ്പം. അടുത്ത ചോദ്യം നോക്കിക്കേ, ചോദ്യം കഴിഞ്ഞിട്ടില്ല. എന്താണ് അടുത്ത ചോദ്യം? ലിസ്റ്റ് ടു ഫങ്ഷൻ ഓഫ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പ്രസന്റ് ഇൻ സ്മോൾ ഇൻഡസ്ട്രി. അപ്പൊ നിങ്ങൾ പറയണം, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? വില്ലായി. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ സീൻ ഇൻ ദി സ്മോൾ ഇൻഡസ്ട്രൈന്റെ വാൾസിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ്
വില്ലൈ. സോ വില്ലൈ നിങ്ങൾ നോക്കുക, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് സർക്കുലർ ആയിട്ട് കാണും. അപ്പൊ ഇതിനകത്ത് വില്ലസ് ഇല്ലാത്ത അല്ലെങ്കിൽ വില്ലൈ ഇല്ലാത്തൊരവസ്ഥ ശ്രദ്ധിക്കാം. ഇത് വില്ലൈ ഇല്ലാത്തൊരവസ്ഥയാണ്, ഏന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഒരവസ്ഥ നോക്കിക്ക, ഇങ്ങോട്ട് നോക്കുക. ഇവിടെ വില്ലൈ ഉണ്ട് എന്ന് വിചാരിക്കാം. ദാ ഫിംഗർ ലൈക്ക്, 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 ഫിംഗർ ലൈക്ക്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ സർഫസ് ഏരിയ കൂടുതൽ എവിടെയായിരിക്കും? സർഫസ് ഏരിയ കൂടുതൽ എവിടെയായിരിക്കും? ബിയിലായിരിക്കൂലേ? നിങ്ങൾ നോക്കിയേ, ഇവിടെ കുറെ ഏരിയ ഇല്ലടാ, ഏരിയ ഇല്ലേ? ഇത് ഞാൻ ഇവിടുന്ന് മുറിച്ചു, ഇത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇത് മുറിച്ചിട്ട് നിവർത്തിയാൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ വില്ലസ് കൂടുമ്പോൾ എന്ത് കൂടും? സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ കൂടും. വില്ലസ് കൂടുമ്പോൾ അല്ലെങ്കിൽ വില്ലസ് ഇങ്ങനെ ഫിംഗർ ലൈക്ക് ആയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? എന്ത് കൂടും? സർഫസ് ഏരിയ കൂടും. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. കൂടുതൽ കൂടുതൽ ന്യൂട്രിയൻസിന് എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർബ് ചെയ്യാൻ പറ്റും. കൃത്യമായി പഠിക്കാം. അതിന്റെ ആൻസർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ട്രിപ്സിൻ എന്ത് ചെയ്യും? പ്രോട്ടീൻ ലാക്റ്റയും പെപ്റ്റൈഡും അമിനോ ആസിഡ്സും ആക്കി മാറ്റും. ലിപ്പൈസ് എന്ത് ചെയ്യും? ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഫങ്ഷൻസ് ഓഫ് വില്ലൈ എന്താ? അതിൽ നമ്മൾ ഇത് പറഞ്ഞു. രണ്ട് ഫങ്ഷൻ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഫങ്ഷൻ എന്താ? ഈ വില്ലസിനകത്തടാ, ഈ വില്ലസിനകത്തുണ്ടല്ലോ, ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ, വേറെ എവിടെയും നോക്കണ്ട, ഇവിടെ തന്നെ നോക്കാം. ഇതുപോലെ ഉണ്ടാവും. ഇത് ഒറ്റൊന്നാണേ. ഓക്കെ, ഈ വില്ലസിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നടുക്കായിട്ട്, നടുഭാഗത്തായിട്ട് ഇങ്ങനൊരു സാധനം കാണുമേ, ഇങ്ങനൊരു സാധനം കാണും. ഇതിനെ വിളിക്കുന്ന പേര്, ഈ നടുക്ക് കാണുന്നതിന്റെ പേരാണ് ലാക്ടീല്, ലാക്ടിയൽ. എന്താണ്? പറ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറയണം എന്തെന്ന്. ലാക്ടിയൽ എന്ന് പറയും. അതിന് ചുറ്റിലും എന്തുണ്ട്? അതിന് ചുറ്റിലും എന്തുണ്ട്? ആ ലാക്ടിയലിന് ചുറ്റിലും എന്തുണ്ടടാ? എന്തുണ്ട്? 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 പറയുന്നില്ല. ലാക്ടിയലിന് ചുറ്റും എന്തുണ്ട്? ശ്രദ്ധിക്കണം. ലാക്ടിയലിന് ചുറ്റിലും സറൗണ്ടിങ് ദ ലാക്ടീൽ we have blood capillaries. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ. അപ്പൊ ഒരു വില്ലൈ എടുത്തു കഴിഞ്ഞാൽ നടുക്ക് ലാക്ടീൽ, അതിന് ചുറ്റിലും എന്തുണ്ട്? പറയുന്നില്ല. ബ്ലഡ് കാപ്പിലറീസ്. ഓക്കെ, അപ്പൊ ഈ ബ്ലഡ് കാപ്പിലറീസ് എന്തിനു സഹായിക്കും? ഡൈജസ്റ്റഡ് ഫുഡിലെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. ഡൈജസ്റ്റഡ് ഫുഡിലെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യും. മക്കളെ, വളരെ ഇമ്പോർട്ടന്റാ. ഡൈജസ്റ്റഡ് ഫുഡിലെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യും. ഈ ലാക്ടീൽ എന്ന് പറയുന്ന സാധനം കണ്ടോ നിങ്ങൾ? കണ്ടുവാ? ഈ ലാക്ടീലിന്റെ അകത്ത് കാണാൻ പറ്റുന്നില്ല. ലാക്ടീൽ ഇതേ, ഈ ലാക്ടീലിനകത്ത് കാണുന്നത് മക്കളെ ലിംഫാന്ന് കേട്ടാ. ലാക്ടീലിനകത്ത് കാണുന്നത് ലിംഫ്. ബ്ലഡ് കാപ്പിലറിന്റെ അകത്ത് കാണുന്നത് എന്താണ്? ഈസി, രക്തലോമിക. ബ്ലഡ് കാപ്പിലറി. ബ്ലഡ് കാപ്പിലറിക്കകത്ത് എന്താ കാണുക? അതന്നെ, യെസ്, യു ആർ കറക്റ്റ്. ബ്ലഡ് കാപ്പിലറിക്കകത്ത് എന്ത് കാണുക? ബ്ലഡാ കാണുക. ഓക്കെ, ഞാൻ കമന്റ്സ് ഇടക്ക് നോക്കൂട്ടോ, ഇടക്ക് നോക്കും, വീണ്ടും ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പൊ ബ്ലഡ് കാപ്പിലറിക്കകത്ത് എന്താ? ബ്ലഡ്. ലാക്ടീലിനകത്ത് എന്താ? ലിംഫ്. ഇനി മക്കളെ ശ്രദ്ധിച്ചോ, ഡൈജസ്റ്റഡ് ന്യൂട്രിയന്റ് ആയ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് പോലുള്ളവയെ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫ്രക്ടോസ് പോലുള്ളവയെ അബ്സോർബ് ചെയ്യുന്നത് ബ്ലഡാണ്. ഈ വില്ലസിനകത്തുള്ള ബ്ലഡ് കാപ്പിലറിയിലെ ബ്ലഡ് ആരെ അബ്സോർബ് ചെയ്യും? പറ. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫ്രക്ടോസ് പോലുള്ള സിമ്പിൾ ആയിട്ടുള്ള പഞ്ചസാരകളെ ആര് അബ്സോർബ് ചെയ്യും? ബ്ലഡ് അബ്സോർബ് ചെയ്യും. ബ്ലഡ് എവിടെയുണ്ട്? ബ്ലഡ് കാപ്പിലറി. എവിടെയാണ് ബ്ലഡ് ഉള്ളത്? ബ്ലഡ് കാപ്പിലറി. ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ലിംഫ് ആരെ അബ്സോർബ് ചെയ്യും? പേടിക്കണ്ട, ലിംഫ് അബ്സോർബ് ചെയ്യുന്നത് ഡൈജഷന് ശേഷം. നമുക്കറിയാം ഫാറ്റിന്റെ ഡൈജഷൻ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? പഠിച്ചിട്ടുണ്ട്. ഫാറ്റിന്റെ ഡൈജഷൻ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാ. അപ്പോൾ നമ്മുടെ ഫാറ്റി ആസിഡിനെയും, ശ്രദ്ധിച്ചിരിക്കണം, ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും അബ്സോർബ് ചെയ്യുന്നത് ലിംഫ. ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും അബ്സോർബ് ചെയ്യുന്നത് ആരാ? ലിംഫ. ലിംഫ് ഏടിയുണ്ട് സാറേ? ലാക്ടിയൽ എന്ന ലിംഫ് ഡക്റ്റിലാണ് കാണുക. ലാക്ടിയൽ എവിടെയുണ്ട് സാറേ?
ഈ വില്ലസിന്റെ നടുക്ക് സാറുടെ പച്ച നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ലാക്ടിയൽ. ആ ലാക്ടിയലിന്റെ അകത്ത് ലിംഫ് ഉണ്ട്. ലിംഫാണ് ആരെ അബ്സോർബ് ചെയ്യുന്നത്? ഫാറ്റിന്റെ ഡൈജഷന് ശേഷം ഫോം ചെയ്യുന്ന ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും. കൃത്യമായി ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ഇതാ. ബൈൽ ജ്യൂസ് ശ്രദ്ധിച്ചോ. നമ്മുടെ ബൈൽ ജ്യൂസ് does not have any digestive enzyme. മക്കളെ ശ്രദ്ധിച്ചോ. The only one digestive juice with no enzyme. എൻസൈം ഒന്നും ഇല്ലാത്ത ഡൈജസ്റ്റീവ് ജ്യൂസ് ബൈല. But still plays a significant role in process of digestion. Justify the statement. മക്കളെ, നമുക്കറിയാം ബൈലിനെ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പറഞ്ഞോടാ, ബൈലിനെ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? Who produces bile? പറടാ, ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? Bile is produced by liver. എല്ലാവരും ശ്രദ്ധിക്കണം. Bile is produced by liver. And after the formation of bile, the bile juice is stored in. Bile juice is stored in gallbladder. മക്കളെ, എന്റെ പൊന്നു മക്കളെ, ശ്രദ്ധിച്ചിരിക്കണം. ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ജ്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗാൾ ബ്ലാഡർ. ഓക്കെ മക്കളെ, ഇപ്പൊ സ്ലൈഡിൽ നമുക്ക് കളർ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല, എനിക്ക് മനസ്സിലായി. നെക്സ്റ്റ് ടൈം നമ്മുടെ ക്ലാസ്സസ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ കളർ മാറ്റും. ഓക്കെ, അപ്പൊ മജയായിട്ട് സെറ്റ് ആക്കുക. ലിവർ പ്രൊഡ്യൂസസ് ബൈല് and that is stored in gallbladder. Okay, this is very important. And from question you know that bile is the only one digestive juice with no enzyme. enzyme illa. bile എന്തില്ല? enzyme ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ഈ ബൈൽ സോൾട്ടിന്റെ ഫംഗ്ഷൻ എന്താ? ഈ ബൈൽ എന്ത് ചെയ്യോ? ബൈലിന്റെ ഫംഗ്ഷൻ പഠിക്കണം. ബൈലിന്റെ ഫംഗ്ഷൻ മക്കളെ ഇത് ഓർത്ത് വെക്കണം. ഫംഗ്ഷൻ ഓർത്ത് വെക്കണം. ഈ കളർ കാണൂല, നമുക്ക് ബ്ലാക്ക് എടുക്കാം. ഫംഗ്ഷൻ ഓർത്ത് വെക്കാം. ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ആണ് കേട്ടോ. ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. എന്താണ് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്? ലാർജർ ഫാറ്റ് ഗ്ലോബ്യൂൾസ്. ശ്രദ്ധിച്ച് കേൾക്കണം. Larger fat globules are broken down to smaller fat globules. അത്രേ ഉള്ളൂ. വലിയ ഫാറ്റ്. മക്കളെ നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ. ഇത് വലിയ ഫാറ്റ് മോളിക്യൂളാന്ന് വിചാരിക്കാം, നല്ല വലുതാ. അപ്പോൾ ഈ ഒരു ഫാറ്റ് മോളിക്യൂള് നമ്മുടെ ബൈലിന്റെ സോൾട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഈ വലിയ ഫാറ്റ് മോളിക്യൂൾ എന്താവും? ചെറിയ കുട്ടി ചെറിയ സ്മോളർ ഫാറ്റ് ഗ്ലോബ്യൂളായി മാറും. And this process is called emulsification. അപ്പൊ നമ്മുടെ വസ്ത്രങ്ങളിൽ നിന്ന് ഡേർട്ട് ചളിയാക്കി കളയുന്നില്ലേ? സെയിം സംഭവം തന്നെയാ. അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കാം. വലിയ ഫാറ്റ് മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ഫാറ്റ് മോളിക്യൂളാക്കി മാറ്റും. ദാറ്റ് ഈസ് emulsification. And what is other function of bile? ബൈലിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്താ? അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ സാർ ഓൾറെഡി പറഞ്ഞു, ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ആണ്. വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? മക്കളെ, നിങ്ങൾക്കറിയാം നമ്മുടെ സ്റ്റൊമക്കിലെത്തുന്ന ഫുഡ് ഏത് സ്റ്റേറ്റിലായിരിക്കും? കമന്റ് ചെയ്തേ. സ്റ്റൊമക്കിലെത്തുന്ന ഫുഡ് ഏത് സ്റ്റേറ്റിലാണ്? അസിഡിക് സ്റ്റേറ്റ് ആണോ, ബേസിക് ആണോ, അല്ലെങ്കിൽ ആൽക്കലൈൻ ആണോ? നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ പറയും, നമ്മുടെ ഫുഡ് അസിഡിക് ആയിരിക്കും. അല്ലേ? അസിഡിക് അല്ലേ? ആണ് സാറേ, അസിഡിക് ആണ് സാറേ. കാരണം എന്താ? നമ്മുടെ സ്റ്റൊമക്ക് ഇതല്ലേ? നമ്മുടെ സ്റ്റൊമക്ക് ഇതല്ലേടാ സ്റ്റൊമക്ക്? ആണ് സാറേ. ഈ സ്റ്റൊമക്കിന്റെ വാൾസില് തമ്പാച്ചി അടന്ന് കൊടുത്തിട്ടുണ്ട്, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ സീ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഇൻ ദ വാൾ ഓഫ് സ്റ്റൊമക്ക്. സ്റ്റൊമക്കിന്റെ വാളില്
എന്ത് കാണാം? സ്റ്റൊമക്കിന്റെ വാളിൽ എന്ത് കാണാം? ഗ്യാസ്ട്രിക് ഗ്ലാൻസ്. ആ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്ലാൻഡ് അല്ലേ? ഒരാളെ ഗ്ലാൻഡ് എന്ന് വെറുതെ വിളിക്കാൻ പറ്റുമോ? നോ. See, if I am calling somebody a gland, it should secrete something. So here I am calling this particular gland as gastric gland because it secretes gastric juice. ആ gastric juice il endundu? One of the most important member of gastric juice is HCl, which is an acid, hydrochloric acid. So food which is mixed with HCl ഏത് ഫോമിലായിരിക്കും? acidic form. അതിനുശേഷം നമ്മുടെ ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരികയാണ് സുഹൃത്തുക്കളെ. ഡൈജഷന് ശേഷം സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ബാക്കി ഡൈജഷന് വേണ്ടി വരിക. അപ്പോൾ ആ ഒരു അസിഡിക് നേച്ചർ ഉള്ള ഫുഡിനെ അടുത്തതായി പാൻക്രിയാറ്റിക് ജ്യൂസ് ഡീൽ ചെയ്യണം. അപ്പോൾ അത് ആൽക്കലൈൻ നേച്ചറിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ആൽക്കലൈൻ നേച്ചറിൽ കൊണ്ടുവരാനും ആര് ഹെൽപ്ഫുൾ ആണ്? ബൈൽ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഫുഡിനെ ആൽക്കലൈൻ നേച്ചറിലേക്ക് കൊണ്ടുവരുന്നതിന് ആര് സഹായകരമാവുന്നുണ്ട്? നമ്മുടെ ഈ ബൈല് സഹായകരമാവുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? യെസ്. Okay, this is very important question and you can expect this question for your public exam. Moving on to the next question. Before that, answer already mentioned ആണ്. ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആൽക്കലൈൻ ആക്കാനാണ്. അസിഡിക് ഫുഡിനെ ആൽക്കലൈൻ ആക്കാൻ സഹായിക്കും ബൈൽ. And second one is breaking large fat globules into smaller. അതുവഴി മറ്റു ലിപ്പേസ് പോലുള്ള എൻസൈമിന് ഫംഗ്ഷനിങ് കൂടും. So that is emulsification. So these two functions you need to write in your answer sheet. Answer sheet ഇത് എഴുതണം. Yes. Ready? Moving on to the next question. A gas is released during photosynthesis. Name the gas and also state the way by which gas is evolved. So മക്കളെ നിങ്ങൾക്കറിയാം എന്തറിയാം ഫോട്ടോസിന്തസിസ് ടൈമില് ഗ്രീൻ പ്ലാന്റ്സ് prepare their own food in the form of glucose. You know that, right? Green plant prepare food in the form of glucose. And at that time a gas is evolved. A gas is released, correct? A gas is released. And what is that gas? Sollu, parayu, edana gas? It is oxygen. So during photosynthesis, you know that oxygen is released. Oxygen release ചെയ്യപ്പെടുന്നത് ശരിയല്ലേ? Okay, ഇത് കാണുന്നില്ലേ? Then I will be using black and red so that it will be visible for you. Okay, I will be using black and red, matching the contrast. Okay. ഇപ്പൊ കാണാലോ, this is the plant. ഞാനിത് റെഡ് കളർ കൊണ്ട് വരച്ചെന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ് ഈസ് ഗ്രീൻ പ്ലാന്റ്. ഓക്കെ, ഇത് ഗ്രീൻ പ്ലാന്റ് ആണ് ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്ലോറോഫിൽ. ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ഗ്രീൻ പ്ലാന്റ് എന്ത് പ്രിപ്പയർ ചെയ്തു? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്തു. നോട്ട് ഓൺലി ഫുഡ്, it is releasing oxygen also, and the process is called photosynthesis. And what is the raw material? What are the raw materials required for photosynthesis? എന്തൊക്കെ ആവശ്യമുണ്ട് ഫോട്ടോസിന്തസിസിൽ? ആ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്? നമുക്കറിയാം കുറച്ച് കാര്യങ്ങൾ വേണം. നമുക്കറിയാം ഏറ്റവും പ്രധാനമായും സൺലൈറ്റ് വേണം. ബിക്കോസ് ലൈറ്റ് നിർബന്ധമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഫോട്ടോസിന്തസിസ്. യൂസിങ് ലൈറ്റ് എനർജി പ്ലാന്റ് ഈസ് പ്രിപ്പയറിംഗ് ഫുഡ്. ശ്രദ്ധിച്ചോ, ഈ ലൈറ്റ് ഇങ്ങനെ വരും. ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ലീഫിൽ എന്തുണ്ട്? ടെൽ മീ. ഇത് സൂര്യനാണ്. ദിസ് ഈസ് സൺ. ആൻഡ് ഈ സൺലൈറ്റ്, ദിസ് ഈസ് സൺലൈറ്റ്. ഈ സൂര്യപ്രകാശത്തെ അബ്സോർബ് ചെയ്യാൻ ലീവ്സിന് എന്തുണ്ട്? ക്ലോറോഫിൽ. പിഗ്മെന്റ് കോൾഡ് ആസ് ക്ലോറോഫിൽ ഈസ് പ്രസന്റ്. മഗ്നീഷ്യം കണ്ടെയ്നിങ് പിഗ്മെന്റ്. Chlorophyll is what? Magnesium containing pigment. So it will absorb. ശ്രദ്ധിച്ചോ ഇതെന്ത് ചെയ്യും? ഈ സൂര്യപ്രകാശത്തെ അബ്സോർബ് ചെയ്യും ക്ലോറോഫിൽ. ഓക്കെ,
സോ നമ്മുടെ ഇലകൾക്ക് ഇപ്പൊ എന്ത് കിട്ടി? സൺലൈറ്റ് കിട്ടി. സോ വാട്ട് ആർ അതർ റോ മെറ്റീരിയൽ? വേറെന്ത് വേണം? യെസ്, യു ആർ കറക്റ്റ്, യു ഗൈസ് ആർ കറക്റ്റ്. എന്ത് വേണം? യെസ്, നമുക്കറിയാം സാറേ, കാർബൺ ഡയോക്സൈഡ് ഈസ് നീഡഡ്. CO2 is needed, which is present in the atmosphere, which is present in the air. So ഈ കാർബൺ ഡയോക്സൈഡിനെ ഇലകളിലേക്ക് എത്തിക്കണം. So ഇലകളിൽ we have leaves, we have tiny കുട്ടി pores. It's called stomata. It's called what? Stomata. Through stomata, carbon dioxide get into the leaf. ലീഫിലേക്ക് കാർബൺ ഡയോക്സൈഡ് വരികയാണ്. ക്ലിയർ? പിന്നെ ആരാ വേണ്ടത്? യെസ്, പച്ചാളം. വാട്ടർ ഈസ് പ്രസന്റ് ഇൻ ദ സോയിൽ. കറക്റ്റ്. നമ്മളൊരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന എവിടെയാ? മണ്ണിലല്ലേ? അല്ലേടാ? ആണ്. സോയിൽ ഉണ്ട് H2O. ദാറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ്. ചെടികൾക്ക് എന്തുണ്ട്? ചെടികൾക്ക് വേരുണ്ട്, റൂട്ട്സ് ഉണ്ട്. റൂട്ട്സ് അബ്സോർബ് ദ വാട്ടർ and the water moves through xylem to the leaf. xylത്തിലൂടെ ലീഫിലേക്ക് വരും. അപ്പൊ ലീഫിൽ ഇപ്പൊ എന്തെല്ലാം കിട്ടി? ലീഫിന് എന്തെല്ലാം കിട്ടി? പറഞ്ഞോ, എന്തൊക്കെ കാര്യങ്ങൾ ലീഫിന് കിട്ടി? ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ, ശ്രദ്ധിച്ചിരിക്കണം. ലീഫിന് എന്തൊക്കെ കിട്ടി? ലീഫിന് കിട്ടി കാർബൺ ഡയോക്സൈഡ്, ലീഫിന് കിട്ടി സൺലൈറ്റ്, പിന്നെ പറ, ലീഫിന് കിട്ടി H2O, വാട്ടർ. ക്ലോറോഫിൽ ഓൾറെഡി ലീഫിലുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഗ്രീൻ പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ശ്രദ്ധിച്ചോ? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം നടക്കുന്നത് ഈ ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ്. ഈ ലൈറ്റ് എനർജി സ്റ്റെപ്പ് 1 ആണ്. എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട്, ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിനെ സ്പ്ലിറ്റ് ആക്കി. വാട്ടറിനെ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് H2O. മീൻസ് അതിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, അല്ലേടാ? ഉണ്ട്. സോ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടുമെടാ? എന്തൊക്കെ കിട്ടും? ഓക്സിജൻ കിട്ടും, ദെൻ പിന്നെ ഹൈഡ്രജൻ കിട്ടും. റെഡിയല്ലേ? റെഡിയാണ്. ഈ ഓക്സിജനെ ആവശ്യമില്ല, ഇറ്റ് ഈസ് റിലീസ്ഡ് ഔട്ട്സൈഡ്. ഇത് റിലീസ് ചെയ്യും. ആ ഓക്സിജൻ ആണ് ഈ ഓക്സിജൻ. പ്ലാന്റ് റിലീസ് ചെയ്യുന്ന ഓക്സിജൻ ഈ ഓക്സിജനാ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായി. ആ ഓക്സിജനാണ് റിലീസ് ചെയ്തു പോയത്. ബാക്കി ആരുണ്ടടാ? ഞാനുണ്ട്. ആരാണത്? ഞാനാണ് അയാൾ. ഹൈഡ്രജൻ ഉണ്ട്. ആരുണ്ടടാ? ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുക? ഈ ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായിട്ട് കൂട്ടിച്ചേർക്കും. ഇന്ന് വാലന്റൈൻസ് ഡേ, നമുക്ക് കൂട്ടിച്ചേർക്കാം. ആരെ കൂട്ടിച്ചേർക്കാം? നമ്മുടെ കാർബൺ ഡയോക്സൈഡിനെ ഹൈഡ്രജനുമായിട്ട് കൂട്ടിച്ചേർക്കാം. അല്ലെങ്കിൽ പറയാം കാർബൺ ഡയോക്സൈഡിനെ റിഡ്യൂസ് ചെയ്യാം. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, റിഡക്ഷൻ അല്ലേ? അപ്പൊ കാർബൺ ഡയോക്സൈഡിനെ ഹൈഡ്രജനുമായി കൂട്ടിച്ചേർത്തു. എന്തു കിട്ടി? ഗ്ലൂക്കോസ് കിട്ടിയടാ, ഗ്ലൂക്കോസ് കിട്ടി. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഏത് ഗ്യാസാ റിലീസ് ചെയ്യുന്നത്? ഓക്സിജൻ. എങ്ങനെയാണത് കിട്ടുന്നത്? കുറച്ചു H2O സ്പ്ലിറ്റ് ചെയ്തു, അപ്പൊ ഓക്സിജൻ കിട്ടി. ഹൈഡ്രജൻ എന്ത് ചെയ്തു? ഹൈഡ്രജൻ നെക്സ്റ്റ് സ്റ്റെപ്പില് കാർബൺ ഡയോക്സൈഡിന്റെ കൂടെ കൂട്ടിച്ചേർത്തു. അപ്പൊ എന്ത് കിട്ടി? ഗ്ലൂക്കോസ് കിട്ടി. ഓക്കെ, റെഡി. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ആർ സ്റ്റൊമാറ്റ കുട്ടി ടൈനി പോർസ് പ്രസന്റ് ഇൻ ദ ലീഫ്. വാട്ട് ഗവേൺസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ? ആക്ച്വലി ഇതിന്റെ പിന്നിൽ ഒരുപാട് തിയറികളുണ്ട്. പൊട്ടാസ്യം അയൺ കോൺസെൻട്രേഷൻ തിയറി, ഷുഗർ കോൺസെൻട്രേഷൻ തിയറി എന്നൊക്കെ പറയുന്ന ഒരുപാട് തിയറികളുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കുക. എന്ത് പഠിക്കുക? ഈ സ്റ്റൊമാറ്റ ഉണ്ടല്ലോ, ഞാൻ ചിത്രം വരക്കാം. ഇതിന്റെ ഉത്തരേണ്ടേ ഇവിടെ നിങ്ങൾ നോക്കാം. ഇതാ നമ്മുടെ സ്റ്റൊമാറ്റ. വ്യക്തമായിട്ട് കാണാം. അവിടെ സബ്സിഡിയറി സെൽസും ഗാർഡ് സെൽസും കാണാൻ പറ്റും. ഏതാണ് ഗാർഡ് സെല്ല്? എന്താ സാറ് കാണിക്കുന്ന ഈ ഭാഗം കണ്ടുവാ? ഇത് കണ്ടുവാ? ദിസ് ഈസ് അവർ ഗാർഡ് സെൽ. ഇതാണ് ഗാർഡ് സെല്ല്. ഈ ഗാർഡ് സെല്ലിന്റെ അകത്തേക്ക് വെള്ളം വരുന്നത്, വെള്ളം ലീവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് എന്ത്? സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൺട്രോൾ ചെയ്തത്. ഈ ഗാർഡ് സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നു എന്ന് വിചാരിക്കാം. ഇത് മൊത്തം വായിക്കുന്നുണ്ടേ.
ഓക്കെ. മക്കളെ നോക്കിക്കേ ഈ ഗാഡ് സെല്ലിന്റെ ഉള്ളിലേക്ക് ബ്ലാക്ക് കൊടുത്തു. എന്താ നോക്കണേ ഇതിന്റെ ഉള്ളിലേക്കാണ് വെള്ളം വരുന്നതെന്ന് വിചാരിക്കുക. ഇവിടെയും ഗാഡ് സെൽ ഉണ്ട്, ഇതും ഗാഡ് സെൽ ഉണ്ട്. അപ്പൊ ഇത് ഗാഡ് സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം വരുമ്പോ ഇയാൾ വീർത്ത് വരും. ആ വീർത്ത് വരുന്നത് നമ്മൾ ടർജിഡ് ആവും എന്നാ പറയാ. ടർജിഡ് ആവും. വെള്ളം ഇങ്ങനെ കയറി വരുമ്പോ മൂപ്പര് വീർത്ത് വരും. ഇദ്ദേഹം വീർത്ത് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഹോള് ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം ഇവര് വീർത്ത് വരികയല്ലേ. ഇങ്ങനെ നിൽക്കുന്ന വീർത്ത് വരുമ്പോൾ നടുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ സ്റ്റൊമാറ്റോ എന്തായിരിക്കും, അല്ലെങ്കിൽ സ്റ്റോമ എന്തായിരിക്കും? ഓപ്പൺ ആണ്. ഓപ്പൺ. ദിസ് ഇസ് ക്ലിയർ. ഇത് ക്ലിയർ അല്ലേ? ഓപ്പൺ ആയി, സ്വെല്ലായി. ഓക്കെ. ഡയഗ്രാം അല്ലെങ്കിൽ നമ്മളെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അനിരുദ്ധേ ഡയഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ബയോളജിയിലെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യും കേട്ടോ. വരൂ കേട്ടോ, പേടിക്കേണ്ടക്കില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു സെഷൻ കൂടി വരുന്നുണ്ട്. ആരും ഭയപ്പെടേണ്ടതില്ല. ഇനി ഇവിടെ നോക്കിയേ, ഇവിടുന്ന് വാട്ടർ ലീവ് ചെയ്യാണ്. ഈ ഗാഡ് സെല്ലിന്റെ ഉള്ളിലത്തെ വാട്ടർ പുറത്തേക്ക് പോയി. അപ്പൊ ഉള്ളിലുള്ള വാട്ടർ എല്ലാം പുറത്തേക്ക് പോകുമ്പോൾ ചുരുങ്ങാൻ തുടങ്ങും. ഫ്ലക്സിഡ് അല്ലെ, ചുരുങ്ങാൻ തുടങ്ങും. ഇങ്ങനെ ചുരുങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഓപ്പണിംഗ് ഇല്ല, അത് അടഞ്ഞു പോകും. ഓപ്പണിംഗ് എന്താവും? അടഞ്ഞു പോകും. സ്റ്റൊമാറ്റോ എന്താവും? ക്ലോസ് ആവും. സോ ആക്ച്വലി ഇതിനകത്ത് കയറുന്ന വാട്ടർ ആണ് തീരുമാനിക്കുന്നത് കേട്ടോ. നോക്കിക്കോ, സ്റ്റൊമാറ്റോ ടൈനി പോർസ് ആണ്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റൽ പോർസ് ആർ കൺട്രോൾഡ് ബൈ ടർജിഡിറ്റി ഓഫ് ദ ഗാഡ് സെൽ. When guard cell uptake water from the surrounding cell, they swell, become turgid. This enlarges the pore. അങ്ങനെ stomata pore open ആവും. And stomata എന്താ ഓപ്പൺ ആയി. When water is released ആവുമ്പോൾ they become flaccid ആവും. Stomata close ആവും. ഇത്രയേ ഉള്ളൂ. വൈറ്റ് ഇപ്പോ സയൻസ് കിങ്ഡം എപ്പിക്ക് എനിക്ക് മനസ്സിലായി. വൈറ്റ് സ്ലൈഡ് കുറച്ചൊരു ബുദ്ധിമുട്ടാക്കുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, Don't worry. Next time I won't use this white color. Okay? അടുത്ത തവണ ഉപയോഗിക്കില്ല കേട്ടോ. ഓക്കെ, റെഡി. എല്ലാ ക്ലാസ്സിലും ഈ ബോർഡ് വേണം. സം പീപ്പിൾ ആർ ടെല്ലിംഗ് ഈ ബോർഡ് വേണമെന്ന് പറയുന്നുണ്ട്. കുറെ ആൾ ഈ ബോർഡ് വേണ്ട എന്ന് പറയുന്നുണ്ട്. ആക്ടിവിറ്റി നോക്കണം. അങ്കിത ആക്ടിവിറ്റി നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇത് ശ്രദ്ധിക്കണം. Yes, next question. Name the process and explain the type of nutrition found in green plants. We know photosynthesis ആണ് process. Nutrition is autotrophic nutrition. Very simple. Raw materials എന്തൊക്കെ വേണം നമുക്കറിയാം. We have discussed carbon dioxide, water, sunlight, chlorophyll pigment should be there. അത് പറയേണ്ട കാര്യമില്ല. Already it is not green plants. Give chemical equation. Chemical equation is also very simple. 6CO2 plus 6H2O gives C6H12O6 plus 6O2. ആ ഒരു ആരോ മാർക്കിന്റെ മുകളിൽ യു ഷുഡ് സ്പെസിഫൈ സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് 3 ഇവന്റ്സ് ഒക്വറിംഗ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ്. നമുക്കറിയാം, ആദ്യം ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യും, വാട്ടർ സ്പ്ലിറ്റ് ആവും, ഹൈഡ്രജൻ ഓക്സിജൻ ആവും. അത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഫേസ് എന്നാ പറയാം. ലൈറ്റ് ഫേസ് വിച്ച് ഹാപ്പൻ ഇൻ ഗ്രാന ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ സംഭവിക്കും. അതിനുശേഷം സ്ട്രോമയിൽ വെച്ച് ഡാർക്ക് ഫേസ് ഉണ്ട്. വേർ ഹൈഡ്രജൻ, നേരത്തെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂട്ടിച്ചേർക്കും. റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ ഗ്ലൂക്കോസ് ഈസ് ഫോംഡ്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം പ്രോസസ് ഫോട്ടോസിന്തസിസ്. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ യു വിൽ ഗെറ്റ് ഹാഫ് മാർക്ക് there. Type of nutrition autotrophic, half mark. Auto means self, trophic means nutrition na. So self obtaining, self producing nutrients. Okay, സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നു. That is autotrophic. Autotrophic nutrition is a process where plants prepare their own food using inorganic material. This is very important, like carbon dioxide, water in presence of sunlight and chlorophyll. So this is equation 6CO2. So if you are including water here, our balancing ശ്രദ്ധിക്കുക. 6CO2 plus 12H2O അരമാർക്കിന്റെ മുകളിൽ യു ഷുഡ് സ്പെസിഫൈ ദിസ്. ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇഫ് യു ആർ നോട്ട് റൈറ്റിംഗ്, ഇത് നിങ്ങൾ എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലോറോഫിൽ സൺലൈറ്റ് എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ദെൻ പവർ എന്തിനാ ചോദിക്കുന്നുണ്ട്. കാരണം ആ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ATP ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യിക്കുന്നത് പറഞ്ഞില്ല. അതിന് എനർജി വേണം. അത് വെറുതെ നടക്കുന്ന പ്രോസസ് അല്ല, എനർജി വേണം. അതിനാണ് എനർജി. C6H12O6 plus 6O2 plus 6H2O and this is our glucose. C6H12O6 ആണ് ഗ്ലൂക്കോസ് and this is the raw material. അത് എഴുതിയാൽ you will get half mark.
Then അടുത്ത question steps ആണ്. First absorption of light energy by chlorophyll, then conversion of light energy to chemical energy, and thereby splitting of water molecule into hydrogen and oxygen. ഞാൻ പറഞ്ഞതാണ്, everything I have explained. എല്ലാം ഞാൻ പറഞ്ഞു. PDF അയക്കുന്നു നിൽക്കുന്നുണ്ട്. PDF നിങ്ങൾക്ക് കിട്ടും. What you want to do is you need to just join the WhatsApp community group. Community ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് is provided in the comment box. It's pinned in the comment box. Kindly check it out. ആ ഒരു കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക മക്കളെ. Then you will get the notes. Question plus answer also is provided. Okay, it's very simple. Conversion of light energy to chemical energy, splitting of water molecule, then reduction of carbon dioxide to carbohydrate or glucose. What is reduction? See, this word reduction you have studied in chemistry, right? നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതല്ലേ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ. സോ റിഡക്ഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അറ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് വി നോ വി ഒബ്റ്റെയിൻ ഹൈഡ്രജൻ, റൈറ്റ്? നമുക്ക് ഹൈഡ്രജൻ കിട്ടി, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തു, വി ഒബ്റ്റെയിൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്സിജൻ ഇസ് റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. നോ, അതിന് യൂസ് ഇല്ല, ഇറ്റ്സ് റിലീസ്ഡ്. റിമൈനിങ് ഈസ് ഹൈഡ്രജൻ. ദിസ് ഹൈഡ്രജൻ ഇസ് സെൻഡ് ടു സ്ട്രോമ ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിലേക്ക് പറഞ്ഞേക്കും. ആ സ്ട്രോമയിൽ വെച്ച് നമ്മുടെ റോ മെറ്റീരിയലായ കാർബൺ ഡയോക്സൈഡിന്റെ കൂടെ ചേരുക. സോ റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് മീൻസ് വാട്ട്? ആക്ച്വലി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ടു ദ കാർബൺ ഡയോക്സൈഡ്. ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡിന്റെ കൂടെ ചേർക്കുന്നതാ. ദാറ്റ് ഈസ് റിഡക്ഷൻ. സോ ഓൾവേസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓൾവേസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി. മനസ്സിലാക്കി പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പഠിക്കുക, അല്ലാതെ ബൈ ഹാർട്ട് ചെയ്യരുത്. റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയാൽ ചിലപ്പോൾ ഇത് തെറ്റിപ്പോവും. ഓക്സിഡേഷൻ റിഡക്ഷൻ ഇല്ല, ചിലപ്പോൾ ഓക്സിഡേഷൻ ആയി പോവും. ഓക്കെ, പോയിന്റ്സ് ആയിട്ട് എഴുതുന്നത് ബെറ്റർ ആയിരിക്കും ഹിജാബി. ആൻഡ് ഇഫ് യു വാണ്ട് ടു റൈറ്റ് ഇൻ പാരഗ്രാഫ്, നോ ഇഷ്യൂസ്. ബട്ട് what you need to do, important points you should underline. പ്രധാനപ്പെട്ട പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്യണം. പേപ്പർ നോക്കുന്ന ആള് മൊത്തത്തില് ഈ മൊത്തം കാര്യങ്ങളും പാരഗ്രാഫ് വായിച്ചു നോക്കണമെന്നില്ല. സോ യു ജസ്റ്റ് സ്പെസിഫൈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എഴുതി വെച്ചിട്ട് അതിന് അണ്ടർലൈൻ ചെയ്യാൻ പോണ്ട. തെറ്റെഴുതിയിട്ട് അത് തെറ്റാണെന്ന് തെറ്റെഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യണ്ട. ഇഫ് യു ആർ 100% കോൺഫിഡൻറ്റ് ദാറ്റ് യു ആർ റൈറ്റിംഗ് ദ കറക്റ്റ് പോയിന്റ്, യു ഷുഡ് അണ്ടർലൈൻ. ഇറ്റ് മേക്ക് യുവർ പേപ്പർ ലുക്ക് മോർ അട്രാക്റ്റീവ്. ഓക്കെ, മോർ അട്രാക്റ്റീവ് പേപ്പർ ഓൾസോ deserve, I mean they will get nice mark. Even though if you know everything, your presentation skill is very low, means that affect your mark, right? നിങ്ങൾ നല്ലോണം അറിയുന്നവരാണ്, പക്ഷെ നിങ്ങൾ കൃത്യമായി എഴുതുന്നില്ലെങ്കിൽ അതും പ്രശ്നമാണ്. So when you are presenting your answer, when you are reproducing your answer into the sheet, always try to understand that, always try to impress the person who is going to check that paper. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. Okay, username we will check. Okay, orderൽ എഴുതണം. ഈ സ്റ്റെപ്പ് ഓർഡറിൽ തന്നെ എഴുതണം. And this is the answer, and we are moving to next question. Name the part of human excretory system where nephrons are found. Nephrons are found where? Nephrons are found in kidney, right? കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നെഫ്രോൺസ് എന്ന് പറയുന്നത്. And never confuse nephron with neuron. Some students are still having confusion. മക്കളെ ശ്രദ്ധിച്ചോ, നെഫ്രോൺ ആൻഡ് ന്യൂറോൺ ആർ എൻറ്റയർലി ഡിഫറെന്റ് തിങ്സ്. രണ്ടും വ്യത്യസ്തമാണ്. ദേ ആർ നോട്ട് സെയിം. സി whenever some question അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യത്തിൽ നെഫ്രോൺസ് ആണ് ചോദിക്കുന്നതെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. And what is neuron? Neuron is actually nerve cell. It is actually what? It is nerve cell. Structural and functional unit of nervous system. Nervous systemത്തിന്റെ structural and functional unit ആണ് neuron. Neuron and nephron different thing. Okay, then what is the next question? Write the structure and function of nephrons. What is a nephron?
Nephrons are like filtering units, right? They are like filters in the kidney. Okay? നമ്മുടെ ബ്ലഡില് കമ്മ്യൂണിറ്റി എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാനത് ചെക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ആൾ വരുമ്പോൾ ഞാനത് ചെക്ക് ചെയ്യാം. ഒന്ന് നോക്കണേ, കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഡോണ്ട് വറി, കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിസൺ ഹിയർ എവറിബഡി, കൈൻഡ്ലി ലിസൺ. സോ ഇവിടെ നെഫ്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിൽറ്റേഴ്സ് ആണ്, കിഡ്നിക്കകത്തുള്ള ഫിൽറ്റേഴ്സ്. നമ്മുടെ ബ്ലഡ്, ആ ബ്ലഡിലെ ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ആ ബ്ലഡിലെ വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്ത വേസ്റ്റ് മെറ്റീരിയൽ, ഈ നൈട്രോജീനിയസ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് യൂറിൻ ഫോം ചെയ്യും. കിഡ്നിയിലാണ് ഫോം ചെയ്യുന്നത്. അതാണ് നെഫ്രോൺ. പിന്നെ അതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കാണും. സ്ട്രക്ചർ ഇതുപോലെ ഉണ്ട്. സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ വരുന്നുണ്ട്. സോ ഇവിടെ ജസ്റ്റ് നോക്കാം. ഈ കിഡ്നിയുടെ ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇന്നർ തിങ് ഈസ് മെഡുല ആൻഡ് ഔട്ടർ ഈസ് കോർട്ടെക്സ്. ഓൾവേസ് ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ് ഓൺലി. അതായത് നമ്മളൊരു അവയവം, ഒരു ഓർഗൻ എടുത്തു കഴിഞ്ഞാൽ വി കട്ട് ദാറ്റ് ഓർഗൻ ആൻഡ് ഇഫ് യു സീ ഇന്നർ പാർട്ട് ഓൾവേസ് ഇറ്റ് വിൽ ബി മെഡുല, ഇന്നർ മെഡുല ആൻഡ് ഔട്ടർ കോർട്ടെക്സ്. ഓക്കെ, നോക്കിക്കോളൂ. കോർട്ടെക്സും അതുപോലെ തന്നെ മെഡുലയുണ്ട്. ഇതില് കോർട്ടെക്സ് വരുന്ന ഭാഗത്താണ് നമ്മുടെ ബൗമാൻസ് കാപ്സ്യൂള് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ട്യൂബുലാർ ഭാഗം, ഈ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്ന ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് വരുന്നത് മെഡുലയിലാണ് കേട്ടോ. അപ്പൊ നെഫ്രോണിന്റെ ഈ കോർട്ടെക്സിലാണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബൗമാൻസ് കാപ്സ്യൂളും ഗ്ലോമറുലസും ഒക്കെ എവിടെയാ വരുന്നത്. ലൈഹ നെക്സ്റ്റ് ടൈം ഞാനിത് ചെയ്യും കേട്ടോ. ഇപ്പൊ ഓൾറെഡി PDF ഫയൽ അയച്ചതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യാൻ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം ഇത് ആവർത്തിക്കില്ല. ഓക്കെ, ഈ ഒരു സ്ലൈഡ് വൈറ്റ് ആയിട്ട് വരില്ല. സോ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഇവന്റ് ദാറ്റ് ഇൻവോൾവ് എ റെസ്പോൺസ് ഓഫ് പേഴ്സൺ വെൻ ഡസ്റ്റ് പാർട്ടിക്കിൾ ഈസ് ഇൻഹെയിൽ ത്രൂ നോസ് ബൈ ഹിം. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ മൂക്കിലേക്ക് പൊടി വരികയാണ്. സോ എന്താ ചെയ്യുക? എന്ത് ഡിഫൻസ് ആക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ സാധാരണ രീതിയിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മൾ ശ്വസിച്ചാൽ നമുക്ക് ഈ ഡിഫൻസ് മെക്കാനിസം ഇല്ല എന്ന് വിചാരിക്കാം. ഡിഫൻസ് മെക്കാനിസം ഒന്നും ഇല്ല, ഈ ഹെയർസോ മ്യൂക്കസോ ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം. വാട്ട് ഹാപ്പൻ? ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ അങ്ങനെ തന്നെ നമ്മുടെ ലെൻസിലേക്ക് വരും. ആൻഡ് ലേറ്റർ ഇറ്റ് വിൽ കോസ് സം ഇൻഫെക്ഷൻ ഉണ്ടാക്കും, പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. സോ താങ്ക്ഫുള്ളി അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ, നമ്മുടെ മൂക്ക് മുതൽ ലെൻസിലേക്ക് വരുന്നത് വരെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വി ഹാവ് ഗോട്ട് സം ഡിഫൻസീവ് മെക്കാനിസം ലൈക്ക് സ്മോൾ ഹെയർസ്, മ്യൂക്കസ്. അപ്പൊ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മൾ ശ്വസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഹെയർസ് എന്ത് ചെയ്യും? ദേ ആർ നോട്ട് സ്റ്റാൻഡിങ് സ്റ്റിൽ, ദേ ആർ അണ്ടർഗോയിങ് സം ലാഷിംഗ് മൂവ്മെന്റ്സ്. യൂസിങ് ദാറ്റ് ലാഷിംഗ് മൂവ്മെന്റ്സ് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ മെല്ലെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അവിടെ മ്യൂക്കസ് ഉണ്ട്, ആ മ്യൂക്കസിൽ ട്രാപ്പ് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് സ്നീസിങ് എന്നൊരു ആക്ഷൻ ഉണ്ട്. സ്നീസിങ് റിഫ്ലെക്സാ. ആ സ്നീസിങ് എന്നൊരു ആക്ഷനിൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമുക്ക് ത്രോ ചെയ്യാൻ പറ്റും പുറത്തേക്ക്. When dust particle enter into our nostril, they will reach the nasal chamber. Nostril is this opening. ഓപ്പണിങ്ങിലൂടെ ഉള്ളിലേക്ക് വരും. nasal cavity അല്ലെങ്കിൽ nasal chamberലേക്ക് വരും and get trapped by nasal hair. മൂക്കിനകത്തുള്ള ഹെയർസിലും mucus is like a slimy secretion produced by mucous membrane in the nose. മൂക്കിലെ mucous membrane secrete ചെയ്യുന്ന ഒരു slimy വഴുവഴുപ്പുള്ള ഒരു സെക്രീഷൻ ആണ് mucus. അതിൽ ട്രാപ്പ് ആവും. It can create a tickling sensation. You will be getting a ickly out, and a message will be sent to nerve cell. Or a neuron like message pass ചെയ്യും. The body respond. This is very important. Body respond with a reflex action. What are the reflex create ചെയ്യാണ്? Commonly sneezing to forcefully expel the irritant. Irritant is the dust particle. ഇവിടെ irritant എന്ന് പറഞ്ഞ dust particle ആണ്. And clear the nasal passage. Very simple. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, എഴുതുക, അത്രേ ഉള്ളൂ. ഇത് ക്ലിയർ ആവാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. യെസ്, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് അവർ 7th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മേക്കിംഗ് യൂറിൻ ഇൻ ദ ഹ്യൂമൻ ബോഡി? നെയിം ദ ഓർഗൻസ് ദാറ്റ് സ്റ്റോർസ് ആൻഡ് റിലീസ് യൂറിൻ. യൂറിൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബോഡിയിലെ മെറ്റാബോളിക് ആക്ടിവിറ്റി, അവർ സെൽസ് ആർ ഡൂയിങ് മെറ്റാബോളിക് ആക്ടിവിറ്റി, ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മെറ്റാബോളിക് ആക്ടിവിറ്റി പെർഫോംഡ് ബൈ ദ സെൽ, നമ്മുടെ സെല്ലുകൾ പെർഫോം ചെയ്യുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ ഫലമായി ഡെഫിനറ്റ്ലി വേസ്റ്റ് മെറ്റീരിയൽ which contain nitrogenous waste materials are produced, especially like ammonia etc. will be produced, and it is very toxic, and the ammonia is converted to urea
with the help of liver. Liver and the ammonia urea convert it. And again, this waste material is carried by the blood. We know that blood is the medium which carry this kind of waste material. This waste material carry in the blood. And this blood will move to kidney through renal artery and enters the filters, that is nephron. And there what happened? The filtration process occur. Waste material is segregated and urine formation occur. And in urine, you know that it consists of waste material. Waste material ആണ് അവിടെ അടങ്ങുന്നത്. Metabolism എന്താണ് ചോദിക്കുന്നത്? Metabolism is very simple. It is overall chemical reaction happening in your body. Sum total of all reaction happening in your body, that is metabolism. Okay? Antidiuretic hormone actually is controlling the water absorption in the kidney. Water absorption ആണ് control ചെയ്യുക. അവിടെ urine is controlled എന്നല്ല, amount of urine actually is controlled by ADH, antidiuretic hormone. Amount of urine ആണ് antidiuretic hormone control ചെയ്യുക. Vasopressin എന്ന് മറ്റൊരു പേരുണ്ട്. Actually this hormone is actually helpful in absorbing water in the kidney. Water reabsorption in the kidney. Okay, ഇവിടെ നോക്കിക്കോ. Name the organs that store and release the urine. Urine store ചെയ്യുന്നത് urinary bladder. See, kidney is producing urine. Kidney producing, and produced urine is transferred through this duct, that is ureter, and is passed to urinary bladder. This is the urinary bladder and it's expelled through urethra. See, this kidney, we have got how many kidney? എത്ര കിഡ്നി ഉള്ളത്? 2 കിഡ്നി ഉണ്ട്. 2 kidney. And this is producing the urine. Production of urine. Okay? Clear? This is the production center. Urine is produced in the kidney and is transferred to urinary bladder through ureter. And this is our urinary bladder, right? This is our urinary bladder. And what is its function? Storing the urine. Storing the urine. And that too temporarily storing. Permanent alla, temporarily. Yes, kidney എന്നൊക്കെ പറയുന്നത് 2 എന്നൊക്കെ പറയുന്നത്, a pair of kidney. Yes, correct. Storing the urine, that too temporarily. And this is the opening that is called the urethra, which is meant for the discharge of urine. Which is meant for discharge or release of urine. So everything is given here. Kidney for production of urine, ureter for transferring, or we can say transport of urine. Transport of urine to urinary bladder. Urinary bladder meant for storing, that too not permanently but temporarily. Okay, actually നമ്മുടെ urinary bladder walls is made of muscles, right? Muscle കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. So as urine fills in the urinary bladder, it will expand like a balloon because it is muscular, and sensation will go. Impulse will be created there. It will go to our brain and we'll get the sensation of urinating. So our brain will tell your bladder is full. നിങ്ങളുടെ bladder full ആണ്. So എന്ത് ചെയ്യണം? മൂത്രമൊഴിക്കണം. So at that time micturition, release of urine, micturiation happens. So urine is released to urethra, which is opening, urethra. And ഇവിടെ urethra എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെ urine will be discharged. So എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എവറിത്തിങ് എല്ലാം നമ്മൾ പറഞ്ഞു. അത് എന്തിനാണ് യൂറിൻ ഫോർമേഷൻ? നമുക്കറിയാം, പർപ്പസ് ഓഫ് മേക്കിംഗ് ബ്ലഡ് ടു ഫിൽട്ടർ പറഞ്ഞു. ഔട്ട് നൈട്രോജീനിയസ് വേസ്റ്റ് പ്രൊഡക്റ്റ് ലൈക്ക് യൂറിയ ഫ്രം ദ ബ്ലഡിൽ നിന്ന് നൈട്രോജീനിയസ് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യണം. സോ ഇത് എക്സ്പാൻഡ് ചെയ്ത് പറയണം, അങ്ങനെ പറയാം. സെല്ലുകളുടെ കാര്യമൊക്കെ പറഞ്ഞ് എക്സ്പാൻഡ് ചെയ്യാം. ഓർഗൻ ദാറ്റ് സ്റ്റോർ ദ യൂറിൻ, റിലീസ് ദ യൂറിൻ. സ്റ്റോർ ചെയ്യുന്നത് യൂറിനറി ബ്ലാഡർ, റിലീസ് ചെയ്യുന്ന യൂറീത്ര. പ്രൊഡക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കിഡ്നി, ട്രാൻസ്ഫർ ചെയ്യുന്നത് യൂറീറ്റർ. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ, വെരി വെരി സിമ്പിൾ. നെഫ്രോൺ ഫംഗ്ഷൻ ഈസ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ. അതുകൂടാതെ സെക്രീഷൻ, റീഅബ്സോർപ്ഷൻ ഒക്കെ ഉണ്ട്. മെയിൻ ഫംഗ്ഷൻ just log, that is filtration. Moving on to the next question, list 4 function of human heart. Why is double circulation necessary in human body? So what is the function of human heart? 4 function. Specifically it is telling 4 function. So heart, you know, it's pumping organ. അത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ്, വെറുതെ ഇരിക്കുകയല്ല, പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. കാർഡിയക് മസിലിന്റെ ഹെൽപ്പ് കൊണ്ട് കോൺട്രാക്ഷനും റിലാക്സേഷനും സംഭവിച്ച്
ബ്ലഡിനെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കും അല്ലേ? എല്ലാ സെല്ലുകളിലേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എത്തിക്കുന്നുണ്ട്. സെല്ലുകളിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വീണ്ടും ഹാർട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അത് പമ്പ് ചെയ്ത് ലങ്സിലേക്ക് എത്തിക്കുന്നു ഓക്സിജനേഷന് വേണ്ടി. നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഫങ്ഷൻസ് ഒക്കെ അവിടെ എഴുതണം. പിന്നെ നമ്മൾ ഡബിൾ സർക്കുലേഷന്റെ നീഡൊക്കെ പറയുന്നുണ്ട്. ഡബിൾ സർക്കുലേഷൻ നമുക്കറിയാം 2 തവണ ഹാർട്ടിലേക്ക് ബ്ലഡ് വരുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ശ്രദ്ധിക്കണം. 4 ഫങ്ഷൻസ് നോക്കിക്കോളൂ. 4 ഫങ്ഷൻ. ഒന്നാമത് പമ്പ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി. ഇത് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഹാർട്ടിന്റെ ഫങ്ഷൻ ജനറലൈസ് ചെയ്തുകൊണ്ട് പറയാം. പമ്പ്, പെട്രോൾ പമ്പ് എന്നല്ല പറയുന്നത്. കുക്കി എന്ത് പറ്റിയിടാ? പെട്രോൾ പമ്പല്ല, ഈടുണ്ട്, ഇതിന്റെ ഉള്ളിലുണ്ട്. ഏടിയുണ്ട്? 2 ലങ്സിന്റെ നടുക്കുണ്ട് ഒരു പമ്പ്. സ്ലൈറ്റ്ലി ടിൽറ്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ്. ദാറ്റ് ഈസ് അവർ ഹാർട്ട്. പമ്പ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി, ട്രാൻസ്പോർട്ട് ഓക്സിജൻ റിച്ച് ബ്ലഡ് ടു ഓൾ കമ്പോണന്റ് ഓഫ് ദ ബോഡി. ഇത് ശ്രദ്ധിക്കണം. ഹെൽപ്പ് ടു റെഗുലേറ്റ് അഡിക്വേറ്റ് ബോഡി ബ്ലഡ് പ്രഷർ. എന്താ ബ്ലഡ് പ്രഷർ? ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ കൂടിയ പ്രഷറിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പോകും ആർട്ടറിക്കകത്തൂടെ. റിലാക്സ് ചെയ്യുമ്പോൾ പ്രഷർ കുറയും. അപ്പൊ ആർട്ടറിയുടെ വാൾസിൽ ബ്ലഡ് എക്സർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത് പറയും ബ്ലഡ് പ്രഷർ. ട്രാൻസ്ഫർ ന്യൂട്രിയൻ ടു ദ സെൽ, ടിഷ്യൂ ആൻഡ് ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. 4 പോയിന്റ് സുഖമായിട്ട് ചെയ്താ. ഇത് നമ്മുടെ മുത്ത്. ഇതാണ് നമ്മുടെ മുത്ത്. ആരാണിത്? ഇതാണ് നമ്മുടെ ഹാർട്ട്. ഡബിൾ സർക്കുലേഷൻ പറയുന്നതിന്റെ കാര്യം എന്താ? നമുക്കറിയാം നമ്മുടെ 4 ചേമ്പേർഡ് ഹാർട്ടാണ്. അവിടെ നമ്മുടെ ഓക്സിജനേറ്റഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും സെപ്പറേറ്റ് ആവുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ തന്നെ നോക്കാം. സൂക്ഷിച്ച് നോക്കാം. ഇത് സൂം ചെയ്യാൻ പറ്റുമോ? ഇനി ഫർദർ സൂം ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യട്ടെ. ഇവിടെ ജസ്റ്റ് നോക്കിയേ. ഇതിപ്പോ കാണാൻ പറ്റില്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും ഇത് കാണാലോ? കാണാൻ പറ്റുന്നില്ലേടാ? ഉണ്ട്. കുറച്ചുകൂടി മുകളിലേക്ക് വരണം. ഇങ്ങോട്ട് നോക്കിക്കേ. എല്ലാവരും നോക്കണേ. പോയിന്റർ എന്തും കൊണ്ടാ പറയാ. പോയിന്റർ എന്തും കൊണ്ടാ? പോയിന്റർ, ലേസർ, ബ്രഷ്. തൽക്കാലം ഇങ്ങോട്ട് നോക്കാം. തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് തന്നെ നോക്കണേ. തൽക്കാലത്തേക്ക് നോക്കാം. ഇത് നമ്മുടെ ഹാർട്ട്. ഹാർട്ടിന്റെ 4 ചേംബർ. ഇത് 2, ഈ മുകളിലത്തെ 2 ഏട്രിയം, താഴത്തെ 2 വെൻട്രിക്കിൾ. ഇത് നമ്മുടെ റൈറ്റ് ഏട്രിയം. ശ്രദ്ധിച്ചോ? ഇത് ലെഫ്റ്റ് ഏട്രിയം. കാണാൻ പറ്റുന്നില്ലടാ? കാണാൻ പറ്റുന്നില്ലേ? ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, റെഡി. ഇനി നിങ്ങൾ നോക്കിയേ എന്താ സംഭവിക്കുന്നത്. നമ്മുടെ ഹാർട്ടിൽ 2 തവണ ബ്ലഡ് വരുന്നുണ്ട്. ഹാർട്ടിന്റെ ഉള്ളിലേക്ക് 2 times ബ്ലഡ് ഈസ് ഫ്ലോയിങ്. ഒന്നാമത്തെ തവണ ഇതാണ്. ഏരോ മാർക്കെല്ലാം വെച്ച് കാണിച്ചിട്ടുണ്ട്. എന്ത്? നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന്. ശ്രദ്ധിച്ചോ? ബോഡി പാർട്സിൽ നിന്ന് അല്ലെങ്കിൽ ബോഡി ഓർഗൻസിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ശ്രദ്ധിക്കണം. എല്ലാവരും ഇങ്ങോട്ട് തന്നെ മക്കൾ. എല്ലാവരും എന്റെ പൊന്നു മക്കളല്ലേ? എന്റെ പൊന്നുക്കട്ടകളല്ലേ നിങ്ങൾ എല്ലാവരും? നിങ്ങൾ ഇങ്ങോട്ട് തന്നെ നോക്കൂലേ? ഇങ്ങോട്ട് തന്നെ നോക്കിയേ. ഇത് നോക്കേ. ഇവിടുന്ന് ബോഡി പാർട്സ് അല്ലെങ്കിൽ ബോഡി ഓർഗൻസിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ വെന്നാക്കേവയില്ലേ? വെന്നാക്കേവ വഴി നമ്മുടെ ഏത് ചേംബറിലെത്തി? ഞാനിത് എഴുതുന്നുണ്ട്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടുന്ന്? നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന്. ശ്രദ്ധിച്ചിരുന്നോടാ? ബോഡി പാർട്സിൽ നിന്ന് വെന്നാക്കേവ വഴി എങ്ങോട്ടേക്ക് എത്തി? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തി അല്ലേ? എത്തിയില്ലേ? റെഡി അല്ലേ? എത്തിയില്ലേ? പറടാ. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡി പാർട്സിൽ നിന്ന് വെന്നാക്കേവ വഴി എവിടെ എത്തി? റൈറ്റ് ഏട്രിയത്തിലെത്തി. ഹാർട്ടിന്റെ അകത്തേക്ക് 1 തവണ ബ്ലഡ് വന്നു. റെഡി അല്ലേ? ഇനി അടുത്ത് നോക്കിക്കോ. എല്ലാ മക്കളും നോക്കണേ. ഇനി നോക്കിയേ. ഈ ഇവിടെ എത്തിയ കളർ മാറ്റണം. ബ്ലാക്ക് ആൻഡ് എടുക്കാം. നോക്കിക്കോളൂ. ഇവിടെ എത്തിയ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ഇനി ശ്രദ്ധിച്ചോ? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്ന ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിനിലേക്ക് കയറും. കണ്ടോ? ഇങ്ങോട്ട് പോകുന്നുണ്ടോ?
ഇങ്ങോട്ട് പോകുന്നുണ്ടോ? കണ്ടോ നിങ്ങള്? കാണുന്നില്ലേ? പൾമണറി വെയിനിലേക്ക് ഇങ്ങനെ കയറി. പൾമണറി വെയിൻ എങ്ങോട്ടാ പോവുക? പൾമണറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലങ്സാ. അപ്പൊ എങ്ങോട്ട് പോയി? ലങ്സിലേക്ക് പോയി. അപ്പൊ നോക്കിക്കോളൂ, ലങ്സിലേക്ക് എത്തിയേ. ലങ്സിൽ നിന്ന് ഓക്സിജനേഷനായി. അപ്പോൾ ഇവിടെ വരെ എന്തായിരുന്നു? ഇവിടേക്ക് എത്തുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡാ. എന്നാല് പൾമണറി ആർട്ടറിയിലേക്ക് എത്തുമ്പോൾ അത് എന്തായി? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി. എന്ത് ബ്ലഡ് ആയിട്ട് മാറി? പറ, എന്ത് ബ്ലഡ് ആയിട്ട് മാറിടാ? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറി. ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറി വഴി എന്ത് ചെയ്തു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്നു. ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തി. ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ടാമത്തെ തവണ അല്ലെ, ആദ്യം ഇവിടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് കയറി, രണ്ടാമത്തെ തവണ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് കയറി. എങ്ങനെയാ കയറിയത് ഓക്സിജനേറ്റഡ് ബ്ലഡ്? നോക്കിയേ, എവിടുന്നാണ്? നമ്മുടെ ലങ്സിൽ നിന്ന്. ശ്രദ്ധിച്ചോ, ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറി വന്ന്, ശ്രദ്ധിച്ചോ, പൾമണറി ആർട്ടറി വന്ന് പൾമണറി ആർട്ടറിയിൽ നിന്ന് ഹാർട്ടിലേക്ക് കയറി. ഹാർട്ടിൽ ഏത് ചേംബറാണ്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കയറി. ശ്രദ്ധിച്ചിരിക്കണം, എവിടെ കയറി? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കയറി. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കയറി. ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ, എല്ലാ മക്കളും ശ്രദ്ധിക്കണം. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കയറി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ടാമത്തെ തവണ നമ്മുടെ ഹാർട്ടിനകത്തേക്ക് ബ്ലഡ് എത്തി. രണ്ടാമത്തെ തവണ എത്തി. പക്ഷെ ഇവിടെ എത്തിയിരിക്കുന്ന ബ്ലഡ് ഓക്സിജനേറ്റഡ് ആണ്, അവിടെ എത്തിയിരിക്കുന്നത് ഡീഓക്സിജനേറ്റഡ് ആണ്. ഓക്കെ, റെഡി റെഡി റെഡി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എത്ര തവണ ഹാർട്ടിലേക്ക് ബ്ലഡ് വന്നു? 2 times. 2 തവണ വന്നു. അതുകൊണ്ട് ഡബിൾ സർക്കുലേഷൻ. 2 തവണ ഹാർട്ടിലേക്ക് ബ്ലഡ് വന്നു. ഒന്ന് ഇവിടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങനെ വന്നു, ഒന്ന് ഇവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങനെ വന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പൾമണറി ആർട്ടറി അല്ലേ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്? പൾമണറി ആർട്ടറി തന്നെയാണ്. മാറിയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. പൾമണറി ആർട്ടറി ആണ് ഇടപെട്ടത്. സ്ലൈഡിൽ വന്ന മിസ്റ്റേക്ക് ആണ്. പൾമണറി ആർട്ടറി ആണ്. ദ ഓൺലി വൺ ആർട്ടറി വിച്ച് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇവിടെ പൾമണറി വെയിൻ ആണ് കണ്ടത്. ഓൺലി വെയിൻ ദാറ്റ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്. കറക്റ്റ്. താങ്ക് യു താങ്ക് യു താങ്ക് യു ദീപ്തി പറഞ്ഞവര്. താങ്ക് യു. ഇത് മാറ്റം വന്നിരിക്കാന്ന്. ഇവിടെ പൾമണറി ആർട്ടറി ആണ്. ഓക്സിജൻ ബ്ലഡ് കൊണ്ടുവന്ന പൾമണറി ആർട്ടറിയാ. ഐ മീൻ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവന്ന പൾമണറി ആർട്ടറിയാ. ഓക്സിജൻ ബ്ലഡ് കൊണ്ടുവന്ന പൾമണറി വെയിൻ ആണ്. യെസ് യെസ്, റെഡി റെഡി. ഓക്കെ, അങ്ങനെ ഇതാണ് സംഭവം. ഇനി ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇത് ക്ലിയർ അല്ലേ? ഇനി ജസ്റ്റ് നോക്കുക. ഇതിന് വേറെ ഫിഗർ ഉണ്ട്. അപ്പൊ നോക്കട്ടെ. ഇവിടെ തന്നെ നോക്കാം. ഇത് ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞാൽ ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോളൂ. മായ്ക്കാൻ കുറച്ച് പണിയുണ്ട്. നോക്കാം. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. ഇത് പൾമണറി ആർട്ടറി ആണ്. ശ്രദ്ധിക്കണം. ഇത് പൾമണറി ആർട്ടറി ആൻഡ് ദിസ് ഈസ് പൾമണറി വെയിൻ. ഓക്കെ, കറക്റ്റ്. ഇനി ശ്രദ്ധിച്ചോ. ഇവിടെ 2 സർക്യൂട്ടുകൾ അല്ലെങ്കിൽ 2 ടൈപ്പ് സർക്കുലേഷൻ വരുന്നുണ്ട്. സിസ്റ്റമിക്കും പൾമണറി. ശ്രദ്ധിച്ചോ, എന്തെല്ലാമാണ്? 2 ടൈപ്പ് ഓഫ് സർക്കുലേഷൻ. ഏതൊക്കെയാണ് നോക്കിക്കോളൂ. ബ്ലാക്ക് തന്നെ എടുക്കാം. ബ്ലാക്ക് നോക്കിക്കോളൂ. ഫസ്റ്റ് ഈസ് സിസ്റ്റമിക്. ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ. സിസ്റ്റമിക് സർക്കുലേഷൻ. ശ്രദ്ധിക്കണം. സിസ്റ്റമിക് സർക്കുലേഷൻ. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ബോഡി പാർട്സ് എന്നാ. സിസ്റ്റമിക് അല്ലെങ്കിൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ബോഡി പാർട്സ് എന്ന അർത്ഥം. അപ്പൊ ബോഡി പാർട്സ് ഇൻവോൾവ് ചെയ്യുന്ന സർക്കുലേഷൻ. കണ്ടോ, ബോഡി ഓർഗൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്ലഡ് എവിടുന്ന് എങ്ങോട്ട് പോകുന്നു അത് പഠിക്കണം. വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ എവിടുന്ന തുടങ്ങുന്ന നോക്കിയേ. ഈ ഒരു സർക്കുലേഷൻ എവിടെ തുടങ്ങുക? ഇവിടുത്തെ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ബ്ലഡ് ഏതാണ്? ശ്രദ്ധിക്കണം. ഇവിടുത്തെ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ശ്രദ്ധിച്ചിരിക്കണടാ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ പറയുന്നത് സിസ്റ്റമിക് സർക്കുലേഷനാ. ഇവിടുത്തെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇതേപോലെ ഇങ്ങനെ വന്ന് അയോട്ട വഴി ഇങ്ങനെ വന്ന് അയോട്ട വഴിയാണ് ഇങ്ങനെ വന്ന് ഇടത്തേക്ക് വന്നു. ബോഡി ഓർഗൻസിലേക്ക് വന്നു. ബോഡി ഓർഗൻസിലേക്ക് ഓക്സിജൻ കൊടുത്തു. എന്നിട്ട് കാർബൺ ഡയോക്സൈഡ് തിരിച്ചു മേടിച്ചു ബ്ലഡ്. ആ ബ്ലഡ് ഇങ്ങനെ വരികയാണ്. അപ്പൊ എന്ത് ബ്ലഡാ? ഡീഓക്സിജനേറ്റഡ്. അപ്പൊ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്തായിട്ട് മാറി? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറി. ആ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വെന്നാക്കെ വഴി ഇങ്ങനെ വന്ന് എവിടെ വന്നു? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് വന്നു. എവിടുന്ന തുടങ്ങിയത്?
ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സിസ്റ്റമിക് സർക്കുലേഷൻ തുടങ്ങുന്നത് എവിടെയാണ്? റൈറ്റ് വെൻട്രിക്കിളിൽ തുടങ്ങിയിട്ട് റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കും. ഓക്കെ, അപ്പൊ സിസ്റ്റമിക് സർക്കുലേഷൻ തുടങ്ങുന്നത് എവിടെയാണ്? സിസ്റ്റമിക് സർക്കുലേഷൻ തുടങ്ങുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിൾ തുടങ്ങി എവിടെ അവസാനിക്കും? എവിടെ അവസാനിച്ചു? റൈറ്റ് ഏട്രിയത്തിൽ അവസാനിച്ചു. ദാറ്റ് ഈസ് സിസ്റ്റമിക് സർക്കുലേഷൻ. ക്ലിയർ അല്ലേ? സിസ്റ്റമിക് ക്ലിയർ അല്ലേ? സിസ്റ്റമിക് ക്ലിയർ അല്ലേ? അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്റ്റാർട്ട് ചെയ്തു എൻഡ് ചെയ്ത് എവിടെയാണ്? നമ്മുടെ റൈറ്റ് ഏട്രിയം. ഇനി പൾമണറി സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന. പൾമണറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന, അതായത് റൈറ്റ് വെൻട്രിക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറി വഴി ഇങ്ങനെ പോകും. പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് വന്നു, ലങ്സിലേക്ക് വന്നു, ലങ്സ് ഓക്സിജനേറ്റഡ് ആയി. എന്നിട്ട് പൾമണറി വെയിനിലൂടെ എങ്ങോട്ട് വരികയാണ്? നമ്മുടെ റൈറ്റ് അല്ല, ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തി. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാ നോക്കിയേ. ആ സർക്കുലേഷൻ നമ്മൾ പൾമണറി എന്നാ പറയാ കേട്ടോ. ആ സർക്കുലേഷനെ വിളിക്കുന്ന പേര് പൾമണറി എന്നാ, ശ്രദ്ധിക്കണം. ആ സർക്കുലേഷനെ വിളിക്കുന്ന പേരെന്താണ്? പൾമണറി സർക്കുലേഷൻ. അവിടെ ലങ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം. ലങ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അത് പൾമണറി എന്നാ പറയാം. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. എവിടുന്നാ? റൈറ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്തു, ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിച്ചു. റൈറ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്തു, ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിച്ചു. Okay, so two type of circulation: systemic, which is related to body parts, which start from systemic start ചെയ്യുന്ന എവിടെയാ? ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്റ്റാർട്ട് ചെയ്തു, end in right atrium. Then pulmonary means it is related to lungs. Pulmonary എന്ന് പറയുമ്പോൾ lungs ആ. So അവിടെ എവിടെ സ്റ്റാർട്ട് ചെയ്തു? റൈറ്റ് വെൻട്രിക്കിൾ സ്റ്റാർട്ട് ചെയ്തു, ഡീഓക്സിജൻ ബ്ലഡ് ഇങ്ങനെ പോയി ലങ്സിൽ പോയി ഓക്സിജേറ്റഡ് ആയി, പൾമണറി വെയിൻ വഴി ഓക്സിജേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലെത്തി. അപ്പൊ 2 times യഥാർത്ഥത്തിൽ ഹാർട്ടിനകത്തേക്ക് ബ്ലഡ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ദിസ് ഈസ് കോൾഡ് ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻ വിളിക്കുന്നതിന്റെ കാര്യം ഇതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുക. സിസ്റ്റമിക് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു റൈറ്റ് ഏട്രിയം, ദെൻ പൾമണറി ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലെഫ്റ്റ് ഏട്രിയം. സോ പൾമണറി പറഞ്ഞ ചെറിയൊരു സർക്കുലേഷൻ ആണ്, സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ വലുതാ. സോ ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ വാളൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ വാളായിരിക്കും, കാരണം അത്രയും ദൂരത്തേക്ക് പമ്പ് ചെയ്യണം. 2 രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഫുട്ബോൾ ഫാൻ, എങ്ങനെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ 2 കാര്യങ്ങളും നിങ്ങൾ പറയണം. പൾമണറിയുടെയും പിന്നെ സിസ്റ്റമിക്കിന്റെയും 2 എക്സ്പ്ലെയിൻ ചെയ്യണം. അത്രേ ഉള്ളൂ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഇൻ ടേബുലർ ഫോം 3 differences between arteries and vein. മക്കളെ ഇവിടെ ഞാൻ പറഞ്ഞു ഫുട്ബോൾ ഫാൻ അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അതൊക്കെ നോക്കിയോളൂ. ആർട്ടറീസ് ആൻഡ് വെയിൻ ഡിഫറൻസസ് ആണ് ചോദിക്കുന്നത്. സോ യു നീഡ് ടു കൃത്യമായിട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് വെരി ക്ലിയർലി. അപ്പൊ ജനറലി മക്കൾ പറയുന്ന ഒരു പോയിന്റ് ആണ്, arteries are blood vessel which carry oxygenated blood. Veins are blood vessel carry deoxygenated blood. If you are writing like that, you won't get any mark, because that statement is not completely correct. Completely correct ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അത്. അപ്പൊ എങ്ങനെ നമുക്ക് ആക്ച്വലി ആർട്ടറിനെ വെയിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് നിങ്ങൾ പറയേണ്ട ഡെഫിനിഷൻ ഇതായിരിക്കണം. See, this is heart. And what is artery means? Definitely artery and vein both are BV, right? BV അല്ലേ? BV എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് വെസല. 2 ബ്ലഡ് വെസല. But artery is the blood vessel which carry blood away from the heart. This is very, very important. Away from the heart. Carrying blood away from the heart. Away from the heart. If a blood vessel is carrying blood away from the heart, that is artery. That is none other than our artery. This is the pakka definition of artery. What is artery? Artery is the blood vessel which carry blood away from the heart. Purathekku. Then what about vein? How will you define vein? Again, vein is blood vessel and which carry blood to the heart. That is the difference. To the heart, towards the heart, to the heart. So blood vessels which carry blood to the heart is vein. Okay, clear?
Clear? This is the proper definition. That means that aorta is an example of artery because aorta is pumping oxygenated blood outside the heart. It is taking blood from heart to the all part of the body. Okay, so this you can state first difference. Artery is blood vessel which carry blood away from the heart, example aorta, and vein is the blood vessel which carry blood to the heart. And what will be the example? Vena cava. Vena cava, posterior and anterior vena cava. It's actually carrying blood vessel, blood to the heart. Very simple. Very simple. And നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷന് എക്സെപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച ഡെഫിനിഷൻ എന്താ? ആർട്ടറി എന്ന് പറയുന്നത് ഓൾവേസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ ക്യാരി ചെയ്യുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നുണ്ട് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ. ബട്ട് അവിടെ എക്സെപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് പൾമണറി ആർട്ടറി. ഓക്കെ, ഇത് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ? You can tell arteries are blood vessels which carry oxygenated blood, but you should add this point also. Except pulmonary artery. Pulmonary artery carry deoxygenated blood, not oxygenated. Pulmonary artery is carrying deoxygenated but not oxygenated. And here also, when we talk about vein, generalize ചെയ്തുകൊണ്ട് പറയാം it carry deoxygenated. Generalize ചെയ്തുകൊണ്ട് പറയുന്നതാ deoxygenated blood എന്ന് generalize ചെയ്തുകൊണ്ട് പറയാം. But you should say there is an exception. Except pulmonary vein that is carrying oxygenated blood. Pulmonary ARY. Pulmonary vein. So ഇവിടെ ശ്രദ്ധിക്കണം, പൾമണറി ആർട്ടറി സാധാരണ ആർട്ടറികളെ പോലെയല്ല. സാധാരണ ആർട്ടറികൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുമ്പോൾ പൾമണറി ആർട്ടറി is exception. It's carrying deoxygenated blood. So ഇവിടെ vein actually generally carry deoxygenated blood, but there is an exception, that is pulmonary vein. Pulmonary vein is carrying oxygenated. ആ ഡിഫറൻസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് വേണം കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. പിന്നെ പറയാനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് when we take vein, okay, vein, this is very important. It is having a thin wall. Okay, very thin wall. So thin wall means its lumen is wider. So walls are thinner. Wall thin ആണ്. Okay, wall thin ആകുമ്പോൾ ഉള്ളിലുള്ള സ്പേസ് എന്താവും? Wider ആവും. Wider lumen. Wider lumen. Lumen is nothing but space inside. So very thin wall with wider lumen. And when we compare vein with artery, ഇത് artery ആണെന്ന് വിചാരിക്കാം. See, this is artery, okay? This artery ആണ്. This artery. This is artery. I will write here. This is artery. ശ്രദ്ധിക്കണം. Vein ഇത് വളരെ thin wall ആണ്. But artery has got thick elastic wall. Very thick elastic wall. Thickness is more. Thickness കൂടുതലാണ്. വെന്ന കേവ അറിയില്ലടാ. ഹാർട്ടിന്റെ അകത്തേക്ക് ബ്ലഡ് ഡിയോക്സിഡ് ബ്ലഡ് എത്തിക്കുന്ന വെയിൻ ആണ് വെന്ന കേവ. ഇത് നോക്ക്, തിക്ക് വാൾ. ആർട്ടറിയുടെ വാൾ തിക്കാണ്. അപ്പോ തിക്കാവുമ്പോൾ ഉള്ളിലെ സ്പേസ് ഉണ്ടാവും, ചെറുതാവൂലേ? ഇവിടെ നല്ല തിന്ന് വാളാകുമ്പോൾ നമ്മുടെ സ്പേസ് ഉണ്ട്. തിക്ക് വാളാകുമ്പോൾ സ്പേസ് കുറയും. അപ്പൊ പറയാം നാരോ ല്യൂമൻ. നാരോ ല്യൂമൻ. നാരോ ല്യൂമൻ പറയാലോ. തേർഡ് ഡിഫറൻസ് പറയാലോ. നാരോ ല്യൂമൻ. ഇവിടെ വൈഡർ ല്യൂമൻ ബിക്കോസ് തിൻ വാൾ. ഇവിടെ തിക്ക് വാൾ, സോ നാരോ ല്യൂമൻ. ഓക്കെ, അതൊരു ഡിഫറൻസ് ആയിട്ട് പറയാം. പിന്നെ വേറൊരു ഡിഫറൻസ് ഇവിടെ തന്നെ പറയാം. എന്ത്? വാൽവ് ഉണ്ടാവും. പ്രസൻസ് ഓഫ് വാൽവ്. പ്രസൻസ് ഓഫ് വാൽവ്. വെയിനിൽ വാൽവ് ഉണ്ട്. ഓക്കെ, ബട്ട് ഹിയർ നോ വാൽവ്. ആർട്ടറിയിൽ എന്തില്ല? വാൽവ് ഇല്ല. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഡിഫറൻസ്. That is the next difference. Valves present in vein. ഇങ്ങനെ പഠിച്ചാൽ മതി. വെയിനിന് വി ഉണ്ട്, അപ്പൊ വാൽവ് ഉണ്ട്. വെയിനിന് വി ഉണ്ട്, അപ്പൊ വാൽവ് ഉണ്ട്. വെയിനിന് വാൽവ് ഉണ്ട്. ആർട്ടറിക്ക് എന്തില്ല? നോ വാൽവ്. ആർട്ടറി വാൽവ് ഇല്ല. ഡിസ്ട്രിബ്യൂട്ടി അങ്ങനെ പറയാം. അങ്ങനെയും പറയാം. PVS അങ്ങനെ പറയാം കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടി എന്ന് വെച്ചാൽ ആർട്ടറിയാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ബോഡി പാർട്സിലേക്ക്. തിരിച്ച് കളക്ട് ചെയ്യുന്ന വെയിനാണ്. അടുത്തൊരു പോയിന്റ് നോക്കിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് 4 ഡിഫറൻസ് ഇവിടെ തന്നെ കിട്ടി.
ഇനി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ വെച്ചാൽ ഉണ്ട്. ഇതിന്റെ വാള് തിന്നല്ലേ, കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാം. വെയിൻസിന്റെ വാള് തിന്നല്ലേ, കൂടാതെ വാൽവുകളില്ലേ. അപ്പൊ ഇവിടെ അഞ്ചാമത്തെ ഡിഫറൻസ് ആണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. പഠിച്ചു വെക്കണം, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് വിത്ത് ലോ സ്പീഡ് ലോ പ്രഷർ. ലോ സ്പീഡ് ലോ പ്രഷർ, ലോ സ്പീഡ് ലോ പ്രഷർ. ബിക്കോസ് വാൽവുണ്ട്, തിൻ വാളാണ്. സോ ഹൈ പ്രഷറിൽ പോയി കഴിഞ്ഞാല് വെയിൻ പൊട്ടിപ്പോവും. നെക്സ്റ്റ് ഇവിടെ നോക്കിക്കഴിയുമ്പോ തിക്ക് വാളാ. സോ ഇവിടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഹൈ സ്പീഡ് ഹൈ പ്രഷർ, ഹൈ സ്പീഡ് ഹൈ പ്രഷർ, ഹൈ സ്പീഡ് ഹൈ പ്രഷർ. ഇങ്ങനെയായിരിക്കും ബ്ലഡ് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, റെഡി? അയോട്ട ആർട്ടറി എക്സാമ്പിൾ ആണ്. ലാർജസ്റ്റ് ആർട്ടറി ആണ് അയോട്ട, ഹിജാബി. ക്ലാസ് എപ്പോ തീരുന്ന വെച്ചാൽ ക്ലാസ് ഈ 60 ചോദ്യങ്ങൾ ഞാൻ തീർക്കും, അപ്പൊ ക്ലാസ് തീരും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാതെ വേണ്ടത്, അതാണ് വേണ്ടത്. കാരണം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെയാണ് പോകുന്നത്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. ബയോളജി നമ്മൾ സെറ്റ് ആക്കും. 3 ഡിഫറൻസ് ചോദിച്ചിട്ട് ഞാൻ എത്രയോ ഡിഫറൻസ് പറഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പറഞ്ഞ ഡിഫറൻസ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എക്സെപ്ഷൻ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. മോസ്റ്റ്ലി ക്യാരി എക്സെപ്റ്റ് പൾമണറി വെയിൻ അങ്ങനെ കൊടുക്കണം. ഇത് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നെങ്കിൽ മാർക്ക് കിട്ടിയില്ല. അതുപോലെ അപ്പുറവും മോസ്റ്റ്ലി ക്യാരി ഓക്സിജൻ ബ്ലഡ് എക്സെപ്റ്റ് പൾമണറി അങ്ങനെ തന്നെ കൊടുക്കണം. ലൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതിപ്പോ കട്ട് ചെയ്തു, പിന്നെ അത്ര സ്പേസ് കണ്ടോ? ഈ ബ്ലഡ് ഒഴുകി പോകുന്ന സ്പേസ് ഇല്ല, അതാണ് ലൂമൻ. ഓക്കെ, ആർട്ടറിനെയും വെയിനെയും കണക്ട് ചെയ്താണ് കാപ്പിലറി. വളരെ ചെറിയ ബ്ലഡ് വെസൽസ് ആണ് കാപ്പിലറി. Next question. Name the part of brain which is responsible for following action. Posture and balance, that is cerebellum. Okay, part of the brain that coordinate muscular activities. Part of the brain that coordinate muscular activity, that is cerebellum. നമ്മുടെ ബോഡി ബാലൻസിങ്ങിന് കാരണമായ ബ്രെയിൻ പാർട്ട്, ദാറ്റ് ഈസ് സെറിബെല്ലം. ബ്ലഡ് പ്രഷർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത് ബ്ലഡ് പ്രഷർ ഒന്നുമില്ല. ആർട്ടറിക്കകത്ത് ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആർട്ടറിയുടെ വാൾസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ബ്ലഡ് പ്രഷർ. അതിന് 2 തരത്തിലുണ്ട്, സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഹൈ പ്രഷർ എക്സേർട്ട് ചെയ്യും, ദാറ്റ് ഈസ് സിസ്റ്റോളിക് പ്രഷർ. ഹാർട്ട് റിലാക്സിംഗ് ഫേസിൽ വരുമ്പോൾ ലോ പ്രഷർ ഈസ് എക്സേർട്ട് ഇൻ ദ വാൾസ് ഓഫ് ആർട്ടറി, ദാറ്റ് ഈസ് ഡയസ്റ്റോളിക് പ്രഷർ. ദാറ്റ് ഈസ് വെരി വെരി സിമ്പിൾ. And here maintaining posture and balance, that is cerebellum, which is coming under the hindbrain portion. Then next is beating of the heart, that is involuntary action which is controlled by medulla. Okay, medulla oblongata. Medulla oblongata is a brain part that controlling involuntary action. That is why any small injury to medulla oblongata lead to sudden death. ഈ medulla oblongata ഉണ്ടാകുന്ന ചെറിയ ഡാമേജ്, ചെറിയ ഇഞ്ചുറി പോലും സഡൻ ഡെത്തിന് കാരണമാകുന്ന റീസൺ അതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് കൺട്രോളിംഗ് ഇൻവോളണ്ടറി ആക്ഷൻസ്. Again, that is coming under hindbrain portion only. Involuntary actions are performed by this medulla oblongata. Okay, clear? Then thinking. So thinking and intellectual power, willpower, imagination, then what you say, memory, these are all controlled by cerebrum, the largest portion of the brain. Cerebrum, that is forebrain portion only. Cerebrum. Okay, remember this is the largest portion of the brain. Largest portion of the brain ആണ് cerebrum with numerous fissures and fold. You can see numerous fissures and fold. ധാരാളം മടക്കുകളും ചുളിവുകളും കാണും cerebrum. Okay, clear? Blood pressure. Again I can blood pressure and all നമുക്ക് medulla പറയാം. medulla clear ആക്കണേ. medulla ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻസർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്രെയിനിൽ പാർട്ട് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദിസ് ഈസ് അവർ സെറിബ്രം. ലാർജസ്റ്റ് പാർട്ട് സെറിബ്രം. See how you will distinguish or how you will identify cerebrum. Just observe. കൃത്യമായി നോക്കിയാൽ you can see fold, deeper fold inside, right? ഫോൾഡും ഫിഷേഴ്സും കാണാൻ പറ്റും. And this region which look like a leaf, that is cerebellum. Cerebellum. Okay, and here comes our medulla oblongata. Medulla is here. Medulla. And we have hypothalamus, then thalamus, then pituitary. Everything is there. Midbrain region is there.
ഓക്കെ, ഇതിൽ ഇപ്പൊ നമ്മൾ 3 ലേബൽ ചെയ്യാനുള്ളൂ. 3 ലേബൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. Largest part of the brain. And cerebellum is the second largest portion of the brain. രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗം, second largest part of the brain. ഫസ്റ്റും സെക്കൻഡും മാത്രം പറഞ്ഞു നോക്കാം, മറ്റൊന്നും ചോദിക്കില്ല. ഇത് രണ്ടും ഓർത്തു വെക്കാം. സെക്കൻഡ് ലാർജസ്റ്റ് പോർഷൻ ആണ് സെറിബെല്ലം. ബ്രെയിൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ച് പഠിക്കണം. ദേവാ, ജസ്റ്റ് റഫായിട്ട് ഡ്രോയിങ് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എ പ്ലാന്റ് ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ബെൻഡിങ് ഓഫ് ഷൂട്ട്. സി, ബെൻഡിങ് ഓഫ് ഷൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഓക്സിൻ ആണ് ഹോർമോൺ. എക്സ്പോസ്ഡ് ടു യൂണിഡയറക്ഷണൽ ലൈറ്റ്, ഹൗ ഇറ്റ് പ്രൊമോട്ട് ഫോട്ടോട്രോപ്പിസം. സി, ഫോട്ടോട്രോപ്പിസം എന്ന് മനസ്സിലാൽ എന്താ? ഇവിടെ ഒരു ഷൂട്ട് ടിപ്പ് ഉണ്ട്. I hope you can see this is a shoot tip. Okay, I can write here this is a shoot tip, and this is the light source. This is our light. Okay, light is coming from this end. And here light is the stimuli. ഇവിടെ light എന്ന് പറയുന്നത് അതെന്താണ്? stimuli ആണ്, stimulus ആ. So ഈ ഷൂട്ട് ടിപ്പ് എന്ത് ചെയ്യും? ലൈറ്റ് എവിടെയുണ്ടോ അങ്ങോട്ട് ബെൻഡ് ചെയ്യും. സോ ഐ എം ഡെമോൺസ്ട്രേറ്റിംഗ് ദ ബെൻഡിങ് ആക്ഷൻ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് bending like this, bending and moving to this direction. And this is phototropism. Stimuli is light here and movement is towards the light. Positive phototropism towards the stimuli. Clear ആവണം. And here role of auxin, the plant hormone, is very very important. സംഭവിക്കുന്നത് ഈ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോ ഈ ഡോട്ടഡ് ലൈൻ ഇപ്പൊ ശ്രദ്ധിക്കണ്ട, ഈ വരച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. അപ്പോ ലൈറ്റ് ഇവിടുന്ന് അടിക്കുമ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ള, ഞാനിപ്പോ ഇവിടെ എ എന്നും ശ്രദ്ധിച്ചോ, ഞാനിവിടെ 2 റീജിയൻസ് മാർക്ക് ചെയ്യുന്നു. എ എന്നും ബി എന്നും 2 റീജിയൻസ് മാർക്ക് ചെയ്യുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ബി റീജിയനിൽ ഓക്സിൻ ഉണ്ട്. ബി റീജിയനിൽ എന്തുണ്ട്? ഓക്സിൻ. അപ്പോൾ ലൈറ്റ് വന്നടിക്കുമ്പോൾ ഇവിടെയുള്ള ഓക്സിൻ എല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. ബിയിലുള്ള ഓക്സിൻ എല്ലാം എയിലേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ, റെഡി? ലൈറ്റ് അവിടുന്ന് അടിക്കുമ്പോൾ ബിയിലുള്ള ഈ ഒരു സൈഡുള്ള ഓക്സിൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ ഓക്സിനൊക്കെ ഇവിടെ വരും. ഓക്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് സെൽ ഡിവിഷൻ. ഈ സെല്ല് ഡിവൈഡ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് സെല്ല് ഇലോങ്ങേഷന് സഹായിക്കും. സെല്ലിന് നീളം കൂടും. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടുന്ന് സെല്ല് ഇലോങ്ങേറ്റ് ചെയ്ത് വരുമ്പോൾ അൾട്ടിമേറ്റ്ലി ഈ ഭാഗം വലുതാവും. ഈ ഭാഗം മാത്രം വലുതാവും. ഇവിടെ വലുതില്ല, ഇവിടുന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ബെൻഡ് ചെയ്ത് ഈ രീതിയിലായി മാറും. അപ്പൊ ലൈറ്റിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങും. അപ്പൊ ലൈറ്റ് വന്ന് അടിക്കുന്ന ഭാഗത്തുള്ള ഓക്സിജൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. ഇവിടെയുള്ള സെൽ ഇലോങ്ങേറ്റ് ചെയ്യും, അങ്ങോട്ടേക്ക് ബെൻഡ് ആവും. ഇതാണ് സംഭവം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. Auxin is responsible for bending of shoot when it is exposed to unidirectional light. In presence of sunlight, auxin present in the stem start accumulating in the region away from the sunlight. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സൺലൈറ്റ് ആണെങ്കിൽ ഓക്സിൻ ഇങ്ങോട്ട്, സൺലൈറ്റ് ഷെയ്ഡ് റീജൻ. ഷൂട്ട് ഇപ്പോൾ ഉണ്ട്. ഇവിടെ സൺലൈറ്റ് ആണെങ്കിൽ ഓക്സിൻ എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുക? അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഇലോങ്ങേഷൻ ഉണ്ടാക്കും. ഈ റീജൻ ഇലോങ്ങേഷൻ ഉണ്ടാക്കും. കാരണം ലൈറ്റ് ഇവിടുന്ന, ലൈറ്റ് അപ്പുറത്താണെങ്കിൽ ഓക്സിൻ ഇങ്ങോട്ടേക്ക് പോകും. ഷെയ്ഡ് റീജൻസിലേക്ക് ഓക്സിൻ പോകും. ഇനി നോക്കിക്കോളൂ. Due to which concentration of auxin in the region of the stem increases, resulting in bending of shoot when it exposed to unidirectional light. Thus, auxin promote phototropism, that is a regulation of physiology or development in response to day length. അത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. Better draw figure. So if you draw figure, that will help you a lot. Yes, you can see. ഇവിടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് വരുന്ന സമയത്ത് ഓക്സിൻ ഒരു സൈഡേക്ക് എക്സ്പോസ്ഡ് ആയി. ഇവിടെ ലൈറ്റ് വരുമ്പോൾ ഒരു സൈഡ് എക്സ്പോഷർ ആയി, അവിടെ ലെങ്ത് വരും. അപ്പം എന്ത് ചെയ്യും? അത് വലുതോ. ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ വരുമ്പോൾ ഇവിടെ ലൈറ്റ് വന്നു, ഈ ഒരു റീജിയൻ ലൈറ്റ് വന്നു. അപ്പോൾ ഓക്സിജനൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ തുടങ്ങി.
അവിടെ സെൽ ഇലോങ്ങേഷൻ സംഭവിക്കും, ബെൻഡിങ് സംഭവിക്കും, ബെൻഡിങ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. Name the function of gustatory receptor. Gustatory receptor means what? Receptor present in the tongue. Receptor present in the tongue. Okay, എന്റെ കൂടെ തന്നെ എല്ലാവരും ഉണ്ടാവണേ. Receptor present in the tongue, that is gustatory receptor. And olfactory receptor is present in the nose. Olfactory receptor is present in the nose. Write A and B in the given flowchart of neuron. Name the function of gustatory. Gustatory എന്തിനാണ്? Taste. ടങ്ങിലുള്ള റിസപ്റ്റർ ആണ് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ. Olfactory എന്തിനായിരിക്കും? സ്മെല്ല്. Olfactory സ്മെല്ലാണ്. Very easy, very easy, very easy, very very easy question. B question, write A and B in the given flowchart of neuron. So this is a neuron through which information travels as an electrical signal. Remaining ആണ് ഇവിടെ ഉള്ളത്. So dendrite to cell body. Easily we can write, right? Is end body, then to axon, then to axon ending, end point of neuron. So A is cell body, B is axon. Very simple question. Clear അല്ലേ? ഇത് ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇത് സെറ്റ് അല്ലേ? ഇത് എളുപ്പമല്ലേ? ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഗസ്റ്റേറ്ററി റിസപ്റ്റർ ഫോർ ടേസ്റ്റ് പ്രസന്റ് ഇൻ ദ ടേസ്റ്റ് ബഡ് ഓൺ എ ടങ്. ടങ്ങിലാണ്. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഫോർ സ്മെല്ലാണ് പ്രസന്റ് ഇൻ നേസൽ ചേംബേഴ്സ്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റിസപ്റ്റർ. ഐയിലാണെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ്, മൂക്കിൽ ഓൾഫാക്ടറി, നാവിൽ ഗസ്റ്റേറ്ററി, ടച്ച് നമ്മുടെ സ്കിന്നിലാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. തെർമോ മാത്രമല്ല, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്ന് പറയാം, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ചെവിയിൽ ഫോണോ റിസപ്റ്റർ, ഓഡിറ്ററി റിസപ്റ്റർ, ഹിയറിംഗ് ആണ് പർപ്പസ്. ദിസ് ഈസ് ദ റിസപ്റ്റേഴ്സ്. ഇനി യെസ്, ഇത് ഇവിടെ കറക്റ്റ് ആണ്. ഇവിടെ എന്തായിരുന്നു നേരത്തെ? സെൽ ബോഡി, ദെൻ ബി ഈസ് ആക്സോൺ. കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വരാൻ ചാപ്റ്ററുള്ള ചാപ്റ്റേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് പ്രോസസ് എക്സ്പെക്ട് ചെയ്യാം, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം നമ്മൾ പഠിക്കണം. നമുക്കങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട റീജിയൻസ് ഒന്നുമില്ല, എല്ലാം പഠിക്കണം. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഇവിടെ നമുക്കറിയാം ദിസ് ഈസ് ദ ന്യൂറോൺ. സി, ദിസ് ഈസ് ദ ന്യൂറോൺ. കറക്റ്റ്. ഈ ഒരു സ്ട്രക്ചർ ആണ് ന്യൂറോൺ എന്ന് പറയുന്നത്, ഓർ നെർവ് സെൽ. ന്യൂറോൺ തന്നെയാണ് നമ്മുടെ നെർവ് സെല്ലും. ഓക്കെ, ലിസൺ ഹിയർ. സി ദിസ് റീജിയൻ വേർ യു ക്യാൻ സീ ദ ന്യൂക്ലിയസ്. കറക്റ്റ്. ന്യൂക്ലിയസ് കാണുന്ന ആ ഭാഗം, ദാറ്റ് ഈസ് ദ സെൽ ബോഡി. ദിസ് റീജിയൻ ഈസ് സെൽ ബോഡി. And the branch is called dendrite. This is dendrite, this is dendrite, this is dendrite, this is dendrite, this is dendrite. Clear? And the longest filament you see here, longest filament inside, and the longest filament in a very axon. Longest filament is axon. And at last, this is nerve ending. This is nerve ending or end point of the neuron. So initially here impulse is received or impulse is generated there, and that impulse from dendrite travel to cell body, then to axon, and at last nerve ending. See, dendrite, then to cell body, then to axon, then to nerve ending. Very simple. We have covered that question. Myelin sheath is made of Schwann cell. Somebody asked. See, axon ചുറ്റും നമുക്ക് എന്ത് കാണാം? We can see myelin sheath. This is myelin sheath and this is made of Schwann cell. And not all the case. In case of brain and spinal cord, neurons present in brain and spinal cord also contain this myelin sheath, but it is made of oligodendrocyte. But here, in other cases, axon is made of myelin sheath. Axon is surrounded by myelin sheath, which is made of Schwann cell. But in case of central nervous system, that is brain and spinal cord. In case of brain and spinal cord, we have nerve there, we have neuron there, we have myelin sheath there, and that myelin sheath, our myelin sheath ഉണ്ടാക്കിയിരിക്കുന്നത് with not with Schwann cell but with oligodendrocyte. Axonite dendron എവിടെ? This is dendrite, right? അതും കൂടി പറയാം. സി നോക്കിക്കേ, ഈ സെൽ ബോഡിക്ക് ഫിലമെന്റ്സ് ഉണ്ട്. ഹിയർ ഇവിടെ ഒരു ഫിലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു ഫിലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു ഫിലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു ഫിലമെന്റ്, ഇവിടെ ഒരു ഫിലമെന്റ്. ദിസ് ഫിലമെന്റ് ലൈക്ക് സ്ട്രക്ചർ, the short filament, that is dendron.
ആ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ആണ് ഡെൻഡ്രൈറ്റ്. അതിൽ വലിയ ഫിലമെന്റ് ആണ് ആക്സോൺ. ആക്സോണിന്റെ ബ്രാഞ്ച് ആണ് ആക്സോണൈറ്റ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യന്റെ ബേസിലാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കി എക്സ്പ്ലെയിൻ ചെയ്തത്. ഫംഗ്ഷൻ ഓഫ് മൈലിൻ ഷീത്ത് ചോദിക്കുന്നുണ്ട് ആരോ. മൈലിൻ ഷീത്തിൽ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. ആക്ച്വലി നിങ്ങൾ നോക്കിയ മൈലിൻ ഷീത്ത് ഇതിനകത്തല്ലേ ഉള്ളത്, സോറി ആക്സോണിന് ചുറ്റുമല്ലേ മൈലിൻ ഷീത്ത് ഉള്ളത്. സോ മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതി വെക്കാം. ഫംഗ്ഷൻ ഓഫ് മൈലിൻ ഷീറ്റ് ചോദിച്ചു ആരോ, അപ്പൊ ഞാനത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ആക്സോൺ, പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറി. ഒന്നാമത്തത് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറി. രണ്ടാമത്തത് പ്രൊവൈഡ്, മക്കളെ ശ്രദ്ധിച്ചോ, പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ ടു ദ ആക്സോൺ. ആക്സോണിന് ഓക്സിജൻ ന്യൂട്രിയന്റ് കൊടുക്കുക. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് ഇമ്പൾസ്. ആക്സിലറേറ്റിംഗ് ഇമ്പൾസ്, ഇമ്പൾസ് ആ മെസ്സേജ് സ്പീഡ് ആക്കാം. ആക്സിലറേറ്റിംഗ് ഇമ്പൾസ് പറയാം. ഓക്കെ, ഇത്രയും മെയിൻ ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒളിഗോൺ എൻട്രസൈറ്റ് ഒന്ന് പഠിക്കാനല്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write the main functions of the following. Sensory neuron. Every neuron carry impulse. എല്ലാ ന്യൂറോണും ഇമ്പൾസ് ക്യാരി ചെയ്യും. എവിടത്തേക്ക്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിസപ്റ്ററിൽ നിന്ന്, ശ്രദ്ധിച്ചോ, റിസപ്റ്റർ അതായത് ബോഡി പാർട്സിലെ റിസപ്റ്റർ ആണ്. റിസപ്റ്ററിൽ നിന്ന് ഇമ്പൾസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തിക്കുന്ന എല്ലാ ന്യൂറോണുകളെയും സെൻസറി ന്യൂറോൺ എന്ന് പറയാം. വളരെ എളുപ്പാ, നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിക്കുക. എല്ലാ ന്യൂറോണും എന്താ ചെയ്യുക? ഇമ്പൾസിനെ കൊണ്ടുപോകും. സെൻസറി ന്യൂറോണ് ഇമ്പൾസിനെ കൊണ്ടുപോകും. എവിടത്തേക്ക് കൊണ്ടുപോകുന്നു അതാണ് പഠിക്കേണ്ടത്. സെൻസറി ന്യൂറോണ് ഇമ്പൾസിനെ കൊണ്ടുപോകുന്നത് റിസപ്റ്ററിൽ നിന്ന് CNS. എന്താ CNS? അതന്നെടാ, നിങ്ങൾ പുലിയാന്ന് കേട്ടാ. സ്പൈനൽ കോഡ് ബ്രെയിന്. സ്പൈനൽ കോഡിനെയും ബ്രെയിനിനെയോ എന്ത് പറയാ? CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലായോ? അടുത്തത് ക്രാനിയം, ബ്രെയിൻ ബോക്സ്, സ്കള്ള്. പ്രൊട്ടക്ട് ദ ബ്രെയിന്. പ്രൊട്ടക്ഷൻ ആണ്. വെർട്ടിബ്രൽ കോളം, നമ്മുടെ വെർട്ടിബ്രൽ കോളം, ബാക്ക് ബോൺ. പ്രൊട്ടക്ട് സ്പൈനൽ കോഡ്. പ്രൊട്ടക്ട് ദ സ്പൈനൽ കോഡ്. സിമ്പിൾ. മോട്ടോർ ന്യൂറോൺ. അഗൈൻ കം ടു ദിസ് പോയിന്റ്. മോട്ടോർ ന്യൂറോണാ. ന്യൂറോൺ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇമ്പൾസിനെ കൊണ്ടുപോകും. ന്യൂറോൺ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇമ്പൾസിനെ കൊണ്ടുപോകും. എവിടുന്ന് എങ്ങോട്ട്? CNSൽ നിന്ന്. അതാണ് ഇമ്പോർട്ടന്റ്. CNSൽ നിന്ന് ഇഫക്റ്ററിലേക്ക് കൊണ്ടുപോകും. മസിൽസ്. ഇഫക്റ്റർ അല്ലെങ്കിൽ പറയാ റിലേറ്റഡ് മസിൽസിലേക്ക് കൊണ്ടുപോകും. ഇഫക്റ്റഡ് അല്ലെങ്കിൽ റിലേറ്റഡ് മസിൽസിലേക്ക് കൊണ്ടുപോകും. എന്തിനെ കൊണ്ടുപോകും? ഇമ്പൾസ്. അത്രയല്ലോ. മോട്ടോർ ന്യൂറോൺ ക്യാരി ഇമ്പൾസ് ഫ്രം CNS ടു എഫക്റ്റർ. CNS എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെയിൻ സ്പൈനൽ കോഡ്. ഇനി ആവർത്തിക്കില്ല. CNS എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്പൈനൽ കോഡാണ്. ഇനി ആവർത്തിക്കില്ല, നിങ്ങൾക്ക് അറിയാം. ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. സെൻസറി ന്യൂറോൺ ഞാൻ പറഞ്ഞു. റിസപ്റ്റർ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. ക്രാനിയം പ്രൊട്ടക്ട് ദ ബ്രെയിൻ. വെർട്ടിബ്രൽ കോളം പ്രൊട്ടക്ട് ദ സ്പൈനൽ കോഡ്. മോട്ടോർ ന്യൂറോൺ CNS ടു ഇഫക്റ്റർ ഓർഗാൻ. റെഡിയാണ്? ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാ ക്രാനിയം ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. വെർട്ടിബ്രൽ കോളം സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതാ ഇവിടെ സ്റ്റിമുലൈ, ഹോട്ടാണ് സ്റ്റിമുലൈനെ റിസപ്റ്റർ റിസീവ് ചെയ്യും. ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ആ ഇമ്പൾസ് സെൻസറി ന്യൂറോൺ വഴി റിസപ്റ്റർ ഒന്ന് CNSലേക്ക് എത്തി, സ്പൈനൽ കോഡിലേക്ക് എത്തി. സെൻസറി ന്യൂറോൺ. അവിടുന്ന് റിലേ ന്യൂറോൺ ഉണ്ട്. അത് കഴിഞ്ഞ് മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യും? സ്പൈനൽ കോഡിൽ നിന്ന്
ഇമ്പൾസിനെ എഫക്ടറിലേക്ക് കൊണ്ടുവരും. റിലേറ്റഡ് മസിൽസ്. ഡൗട്ട് എന്താണ്? തബസും മുജീബ്. അഞ്ച് പോയിന്റ് മിനിമം ഉണ്ടാവണം ആ മാർക്കിന്. അടുത്ത ക്വസ്റ്റ്യൻ. റിഫ്ലെക്സ് ആർ കണ്ടിന്യൂ ടു ബി മോർ എഫിഷ്യന്റ് ഫോർ ക്വിക്ക് റെസ്പോൺസ്. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ് ഗിവിംഗ് റീസൺ. റിഫ്ലെക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലെക്സ് ആർക്ക്. ഇവിടെ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറഞ്ഞാൽ വഴിയാണ്. റിഫ്ലെക്സ് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പാത്വേ ഓഫ് ഇമ്പൾസ് ഇൻ റിഫ്ലെക്സ് ആക്ഷൻ ആണ്. ഓക്കെ, റിഫ്ലെക്സ് ആക്ഷനില് ഇമ്പൾസിന്റെ വഴി പാത്വേ ആണ് റിഫ്ലെക്സ് ആർക്ക്. അപ്പോ അനിമൽസിന്റെ കേസിൽ നമുക്കറിയാം വളരെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ്. ക്വിക്കാണ്, ഇൻവോളണ്ടറി ആണ്, ആക്സിഡന്റലാണ്. അങ്ങനെയുള്ള റെസ്പോൺസിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? റിഫ്ലെക്സ് ആക്ഷൻ അങ്ങനെയല്ലേ പറയാം നമ്മൾ. ഉദാഹരണം, when we accidentally touch a hot object, ഞാൻ ടച്ച് ചെയ്യുന്നു. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മലയാളത്തിൽ പറയാം. ഒരു ചൂട് വസ്തുവിനെ ഞാൻ ടച്ച് ചെയ്തു, അറിയാതെ ടച്ച് ചെയ്തു, ആക്സിഡന്റലി, പർപ്പസ്ഫുള്ളി അല്ല. ആക്സിഡന്റലി ഐ ടച്ച്ഡ് എ ഹോട്ട് ഒബ്ജക്ട്. നെക്സ്റ്റ് മൊമെന്റ് ഐ വിഡ്രോഡ് മൈ ഹാൻഡ് ബാക്ക്. ഓക്കെ, ഞാൻ ഹോട്ട് ഒബ്ജക്ട് ടച്ച് ചെയ്തു, ഞാൻ പോലും അറിയാതെ, ഇൻവോളണ്ടറി, ഞാൻ പോലും അറിയാതെ, വിത്തൗട്ട് മൈ കൺട്രോൾ, വിത്തൗട്ട് മൈ വിഷ്, ഞാൻ പോലും അറിയാതെ ഞാൻ കൈ പിൻവലിച്ചു. ദാറ്റ് ഈസ് റിഫ്ലെക്സ് ആക്ഷൻ. കറക്റ്റ്? ഗോട്ട് ഇറ്റ്? അല്ലാതെ ഞാനിപ്പോ ഹോട്ട് ഒബ്ജക്ട് ടച്ച് ചെയ്ത് എങ്ങനെ പറയോ? അയ്യോ എന്റെ കൈ പൊള്ളുന്നുണ്ടല്ലേ, അയ്യോ എനിക്ക് ബേണിങ് ഏൽക്കുന്നുണ്ടല്ലേ, അയ്യോ ഞാൻ കൈ പിൻവലിക്കണം അല്ലേ, അങ്ങനെ പറയോ? നോ, I won't say like that. At that particular moment I am touching the hot object and I am withdrawing my hand. It's very fast process, very fast process. അവിടെ ഞാനിത് പെട്ടെന്ന് ചെയ്തിരിക്കണം. Otherwise what will happen? If there is no reflex, what will happen? I am touching the hot object, I am waiting for some time, my hand is getting burned. കൂടുതൽ ഇഞ്ചുറി ഉണ്ടാവും, ഇഞ്ചുറിയുടെ എണ്ണം കൂടും. അത് പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, റിഫ്ലെക്സ് ആർ enable body to give quick responses, listen, to harmful stimuli. ചൂട് harmful stimuli ആണ്. So that chances of damage to body are reduced. It also prevent overloading of the brain. Brain അധികം ചിന്തിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് ചെയ്യുന്ന കാര്യമല്ലേ. So prevent its fatigue, തളർച്ച തടയും. Many animals have very little or none of the complex neuron network needed for thinking. പെട്ടെന്ന് ചിന്തിച്ച് ചെയ്യേണ്ടതൊന്നുമില്ല. അയ്യോ എൻ്റെ കൈ പൊള്ളുന്നുണ്ടല്ലേ, പിൻവലിക്കണോ അല്ലേ, അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കണം. വെരി ഈസി. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ, വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ഫങ്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോവിംഗ് പ്ലാന്റ് ഹോർമോൺ. വി ആർ ഗിവൺ ഹിയർ ജിബാർലിൻ, ഓക്സിൻ, ആബ്സിസിക് ആസിഡ്. ഇതിൽ ആബ്സിസിക് ആസിഡ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ദാറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ ഇൻഹിബിറ്റർ ഹോർമോണാണ്, ഗ്രോത്ത് ഇൻഹിബിറ്റർ ഹോർമോൺ. And when we talk about gibberellin, auxin, cytokinin, they are promoters, growth promoters ആണ് ജിബർലിനും ഓക്സിനും ഒക്കെ. അവിടെ ഓക്സിൻ സെൽ ഡിവിഷനും സെൽ ഇലോങ്ങേഷനും ഒക്കെ സഹായിക്കും. റിഫ്ലെക്സ് ആർക്കും റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ആക്ഷനാണ്. ഇൻവോളണ്ടറി, സഡൻ, ആക്സിഡന്റൽ റെസ്പോൺസ് ബ്രോട്ട് അബൌട്ട് ബൈ സ്റ്റിമുലൈ, ദാറ്റ് ഈസ് റിഫ്ലെക്സ് ആക്ഷൻ. And reflex arc is pathway of impulse in reflex action. Reflex action impulse in the pathway, that is reflex arc. That is the thing. Okay. Then ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ പറയണം. Gibberellin help in stem elongation, control germination of the seed. Auxin promotes cell elongation. Again, differentiation. What is differentiation? Cells which undergo some changes in shape, and gradually it will do some function, that is differentiation. Control embryonic development in the seed. Abscisic acid induce dormancy. This is actually growth retarding or growth നെ പ്രൊമോട്ട് ചെയ്യാത്ത ഹോർമോണാണ്. കൺട്രോൾ ലീഫ് സെനസൻസ്, ഇലകളുടെ പ്രായമാവുന്നതൊക്കെ കൺട്രോൾ ചെയ്യും.
മറ്റു ഹോർമോണുകളുടെ എവിടെ ഉണ്ടാവും, ഈ ഹോർമോണുകൾ എവിടെ ഉണ്ടാവുന്നു, ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഹോർമോണിന്റെ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ലൈഡ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എവിടെ ഉണ്ടാവുന്നു അതിന്റെ ഫങ്ഷൻസ് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻറ്റ്. ലോലു ഹായ് ഹായ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഈസ് 16th question. Draw a diagram of neuron and name and label the part where information is acquired. ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്ന ഡെൻഡ്രൈറ്റാ. ഇൻഫർമേഷൻ ആദ്യം വരുന്ന റീജിയൻ ഡെൻഡ്രൈറ്റ്. ത്രൂ വിച്ച് ഇൻഫർമേഷൻ ട്രാവൽസ് ആസ് എൻ ഇലക്ട്രിക്കൽ ഇമ്പൾസ്. ആക്സോണിലേക്ക് പോവും, ദെൻ സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലേക്ക് പോവും. വേർ ഇലക്ട്രിക് ഇമ്പൾസ് മസ്റ്റ് ബി കൺവേർട്ടഡ് ടു കെമിക്കൽ സിഗ്നൽ. ഇത് നെർവ് എൻഡിങ്ങിലാണ്. സോ നെർവ് എൻഡിങ്ങിലാണ്. നെർവ് എൻഡിങ്ങിൽ വി ഹാവ് ഗോട്ട് സിനാപ്റ്റിക് നോബ്. നെർവ് എൻഡിങ്ങില് സിനാപ്റ്റിക് നോബ് ഉണ്ട്. ആ സിനാപ്റ്റിക് നോബിൽ വെച്ചിട്ടാണ് ഈ ഒരു കൺവേർഷൻ നടക്കുക. ഇലക്ട്രിക്കൽ ടു കെമിക്കൽ. എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കണേ. വേറെ ഒന്നും നിങ്ങൾ ചർച്ച ചെയ്യരുത്. ചർച്ച ചെയ്യരുത്. ഓക്കെ, ചാറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ പാർട്സ്. ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്ന റീജിയൻ ഡെൻഡ്രൈറ്റ് തന്നെയാണ്. പിന്നീട് സൈറ്റോൺ, സെൽ ബോഡിയിലൂടെ ഇതിങ്ങനെയാണ് ഇമ്പൾസ് പോവുക കേട്ടോ. ഇമ്പൾസ് ഇങ്ങനെ പോകും. ഇവിടെ ഇങ്ങനെ പോവും. സെൽ ബോഡിയിലെത്തി. അവിടുന്ന് ആക്സോണിൽ കൂടി ഇങ്ങനെ പോയി ഫൈനലി ആക്സോൺ ടെർമിനലിൽ ഒരു ബൾജ്ഡ് റീജിയൻ ഉണ്ട്. ആൻഡ് ദിസ് ബൾജ്ഡ് റീജിയൻ ഈസ് കോൾഡ് സിനാപ്റ്റിക് നോബ്. അവിടെ ഒരു കെമിക്കൽ സെക്രീഷൻസ് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ആൻഡ് അസറ്റൈൽകൊളൈൻ ഡോപ്പമിൻ ഈസ് എക്സാമ്പിൾ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അവിടെയാണ് ഇലക്ട്രിക്കൽ ടു. ഇവിടെ വരെ വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ കെമിക്കൽ സിഗ്നൽ മാറുന്നത് ഈ സിനാപ്റ്റിക് നോബിലാണ്. അത് കൃത്യമായി ശ്രദ്ധിച്ചു വെക്കുക. മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ നെർവ് ഇമ്പൾസ്? നെർവ് ഇമ്പൾസ് എന്താണ്? സ്റ്റേറ്റ് ദ ഡയറക്ഷൻ ഫോളോഡ് ബൈ നെർവ് ഇമ്പൾസ് വൈൽ ട്രാവലിംഗ് ബോഡി ഓർഗൻസ്. വളരെ ഈസിയാണ്. എന്താണ് ഇമ്പൾസ്? ഇമ്പൾസ് എന്ന ഇലക്ട്രിക്കൽ മെസ്സേജസ് ആണ്. നമ്മുടെ ബോഡി ത്രൂ പാസ് ചെയ്യുന്ന മെസ്സേജസ് തന്നെയാണ് ഇമ്പൾസ്. അത് ന്യൂറോണിലൂടെ എങ്ങനെ പാസ് ചെയ്യുന്നു? ഫസ്റ്റ് ഡെൻഡ്രൈറ്റ്, ദെൻ ഡെൻഡ്രോൺ, ഓർ യു കാൻ സേ സെൽ ബോഡി, ദെൻ ആക്സോൺ എൻഡിങ് ഓർ നെർവ് എൻഡിങ്. അതാണ് ആ ഒരു പാത്വേ. With the help of neurotransmitter, electrical signal is converted to. Now, once electrical signal reaches synaptic knob, there is no chance to transform into next neuron. അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രലിലേക്ക് വരേണ്ട ഒരു ചാൻസ് ഇല്ല. ബിക്കോസ് സിനാപ്സ് ഉണ്ട് അവിടെ. സോ ഈ സിനാപ്റ്റിക് നോബില് ഇലക്ട്രിക്കൽ ഇമ്പൾസ് വരുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കെമിക്കലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ആ കെമിക്കൽ സിനാപ്സിലൂടെ ഇങ്ങനെ വന്ന് നെക്സ്റ്റ് ന്യൂറോൺ ഡെൻഡ്രൈറ്റിലേക്ക് വന്ന് വീഴും. അങ്ങനെയാണ് സംഭവിക്കുക. A nerve impulse is gradual physicochemical change in nerve fiber membrane that occur after stimulation. This impulse travel from dendrite to cell body, that is cytone, then to axon terminal, axon ending. ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. When you study a slide showing different stages of budding in yeast, you observe the following stages. Rearrange ചെയ്യണം. അപ്പൊ ബഡിങ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഒരു ബഡ് വരണം. സോ ഫസ്റ്റ് വരേണ്ടത് തേർഡ് സ്റ്റെപ്പ് വരണം. ദെൻ body of bud develop give rise to another. Thus they may form colony, bud may get separated into new individual. Second ഏതാണ്ട് ഇതല്ലേ, രണ്ടല്ലേ വരണ്ടേ? Body of the bud develops and give rise to another baby bud. പിന്നെ കോളനി ആവണ്ടേ? പിന്നല്ലേ കോളനി ആവാ? ഇങ്ങനെ തന്നെയല്ലേ? ബഡ് ഗെറ്റ് സെപ്പറേറ്റഡ്. സീക്വൻസ് നോക്കട്ടെ. യെസ്, കറക്റ്റ് ആണ്. 3-2-1-4 ആണ് അല്ലേ? 1-4. 1 എവിടെയാണ്? പുതിയ ഇൻഡിവിജ്വൽ ആണ്. പിന്നെ കോളനി ഫോം ചെയ്യണം. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതെവിടെ ഫസ്റ്റ് എന്ത് ചെയ്യണം? പാരന്റിൽ നിന്ന് അതൊരു ബഡ് ഫോം ചെയ്തു. ബഡ് ഫോർമേഷൻ. അവിടുന്ന് ഇത് കോളനികളായി മാറി അല്ലേ? സെപ്പറേറ്റ് ഇതൊന്നുണ്ടായി. പിന്നീട് കോളനികളെ പോലെ ഫോം ചെയ്യണം. ഓക്കെ, ഇതാണ് ഈസ്റ്റ്.
ഈസ്റ്റിലാണ് ബഡിങ് നടക്കുക. ഈസ്റ്റ് എന്താണ്? ഈസ്റ്റ് യൂണിസെല്ലുലാർ ഫഞ്ചൈ ആണ്. യൂണിസെല്ലുലാർ ഫഞ്ചൈ ആണ് ഈസ്റ്റ്. ബഡിങ് നടക്കുന്ന മറ്റൊരു ഓർഗാനിസമാണ് നമ്മുടെ ഹൈഡ്ര. ഹൈഡ്രയിലും എന്ത് നടക്കാറുണ്ട്? ബഡിങ് നടക്കാറുണ്ട്. ബഡിങ് ഈസ് occurring in hydra also. നോക്കണം. Write in proper sequence the process going on different organs of reproductive system of human female starting from time of egg production to childbirth. Appo this is ovary. Okay, ovary produces ovum. We know that 2 ovary ഉണ്ട്. ഇവിടെയും ovary ഉണ്ട്. So 1 month റിവേഴ്സെയിൽ ആകാശ് എ നായർ. ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന സെൽ നമ്മുടെ ഇപ്പോ ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ന്യൂറോണിന്റെ ആക്സോണിലാണല്ലോ ഇമ്പൾസ് പോകുന്നത്. അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതായത് പുറത്ത് പോസിറ്റീവ് ചാർജ്, ഉള്ളിൽ നെഗറ്റീവ് ചാർജ്, അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. സ്റ്റിമുലസ് വരുമ്പോൾ ചാർജസ് റിവേഴ്സ് ചെയ്യും. അങ്ങനെ അത് ക്വിക്കായിട്ട് അടുത്തലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിട്ടാണ് പോവുക. ചില കേസുകളിൽ 2 ഡയറക്ഷനിലേക്ക് പോകുന്ന ന്യൂറോൺസ് ഉണ്ട്. അത് മിക്സഡ് ന്യൂറോൺ അല്ലെങ്കിൽ മിക്സഡ് നെർവ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. മിക്സഡ് നെർവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഇവിടെ ശ്രദ്ധിച്ചോ, ഓവറി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഓവം പ്രൊഡ്യൂസ് ചെയ്യും. അതിന് തന്നെയാണ് എഗ് എന്ന് പറയുന്നത്, അറിയാലോ. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചു, മെച്ചുവേർഡ് ആയിട്ടുള്ള ഓവം. അതിനെ ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ക്യാരി, ഫിംബ്രിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ക്യാരി ചെയ്ത് ഇപ്പൊ ഫലോപ്പിയൻ ട്യൂബിലേക്ക് എത്തി. ഫലോപ്പിയൻ ട്യൂബിലേക്ക് എന്തെത്തി? ഓവം എത്തി. ഓക്കെ, ഫലോപ്പിയൻ ട്യൂബിൽ. സോ ദിസ് ഈസ് വജൈന. ആഫ്റ്റർ മേറ്റിംഗ്, മേറ്റിങ്ങിന് ശേഷം, മേറ്റിംഗ് സംഭവിച്ചു കഴിഞ്ഞു, മില്യൺസ് ഓഫ് സ്പേം ഈസ് ഡിസ്ചാർജ്ഡ് ഇൻ ദ വജൈന ഓഫ് ദ ഫീമെയിൽ ആഫ്റ്റർ കോയിറ്റസ്. ആഫ്റ്റർ മേറ്റിംഗ്, മേറ്റിങ്ങിന് ശേഷം സ്പേംസ് ആർ ഡിസ്ചാർജ് ഇൻ ദ വജൈന. വജൈനയിൽ സ്പേംസ് ഡിസ്ചാർജ് ആയി. ഈ സ്പേംസ് എല്ലാം ഇങ്ങനെ ക്ലൈംബ് ചെയ്യും സർവിക്സിലൂടെ. ഓക്കെ, ഇതാണ് സർവിക്സ്, നെക്ക് ഓഫ് ദ യൂട്രസ്. സർവിക്സ്, സർവിക്സിലൂടെ ഈ സ്പേം ഒക്കെ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് ഇങ്ങനെ വരും. സോ 2 സൈഡിലേക്ക് സ്പേം പോകും. ഈ ഒരു സൈഡ് ഈ സൈഡും പോകും. അപ്പൊ ഈ ഒരു സൈഡ് പോകുന്ന സ്പേം അവിടെ പ്ലിങ് ആയി. എന്തുകൊണ്ടാ പ്ലിങ് ആയത്? ഇവിടെ ഓവം ഉണ്ടാ? ഇവിടെ ഓവം ഇല്ല. സോ കുറച്ച് സ്പേം ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അവർക്കൊക്കെ ലോട്ടറി അടിച്ചു. പക്ഷെ അതിലെല്ലാവർക്കും ലോട്ടറി അടിക്കോ? ഇല്ല. 1 sperm, okay, 1 sperm will fuse with ovum. ഒരു സ്പേമും ഓവമായിട്ട് ഫ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു സ്പേം ഫ്യൂസ് ചെയ്തു. ദെൻ അവിടെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് സൈഗോട്ട്. സോ സൈഗോട്ട് ഫോർമേഷൻ നടക്കുന്നത് എവിടെയാ? ശ്രദ്ധിച്ച് പഠിക്കണം. സൈഗോട്ട് ഫോർമേഷൻ നടക്കുന്നത്, സൈഗോട്ട് ഫോർമേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബ് ഓവിഡക്റ്റിലാണ് എന്തുണ്ടാവുന്നത്? എന്ത് സംഭവിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആ ഫെർട്ടിലൈസ്ഡ് എഗ് അല്ലെങ്കിൽ സൈഗോട്ട്, അത് ആക്ച്വലി യൂണിസെല്ലുലറാ. ഒറ്റ സെല്ലേ ഉള്ളൂ. യൂണിസെല്ലുലർ ആയിട്ടുള്ള സൈഗോട്ട് ഇവിടുന്നൊക്കെ വായിക്കുന്നുണ്ടേ. വായിക്കുന്നുണ്ട്, വേണ്ട. ആ യൂണിസെല്ലുലർ ആയിട്ടുള്ള സൈഗോട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഫലോപ്പിയൻ ട്യൂബിനകത്ത് താഴേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. ഈ താഴേക്ക് വരുന്നതനുസരിച്ച് അതിന്റെ സെല്ലുകളൊക്കെ ഡിവൈഡ്, 1 2 സെല്ലാവും, 2 4 ആവും, 4 8 ആവും, 8 32 ആവും. അങ്ങനെ എംബ്രിയോ ആയിട്ട് മാറും. എംബ്രിയോ, ഓക്കെ, എംബ്രിയോ ഒരുപാട് സെല്ലുകൾ ഉണ്ടാവും. ഈ എംബ്രിയോ എന്ത് ചെയ്യും? ഈ ഗർഭപാത്രത്തിന്റെ ഈ യൂട്രസിന്റെ വാളിൽ പോയിട്ട് ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. അങ്ങനെ ഈ എംബ്രിയോ അവിടുന്ന് വളരും. അങ്ങനെ അത് ഫീറ്റസ് ആയി മാറും. ഗർഭസ്ഥ ശിശു, കൈകളും കാലുകളും ഓർഗൻസ് ഒക്കെ വരാൻ തുടങ്ങും. ഫീറ്റസ് ആയിട്ട് മാറും. ഗർഭസ്ഥ ശിശുവായിട്ട് മാറും. അത് അവിടെ കിടന്ന് വളരും.
പ്ലാസന്റ് ഉണ്ടാവും. ഇവർക്ക് ഭക്ഷണ കാര്യങ്ങളെല്ലാം വേണം. പ്ലാസന്റ് ഉണ്ടാവും. ഓക്കെ, പ്ലാസന്റ് ഉണ്ട്. പ്ലാസന്റ് എന്തിനാണ്? ഈ വളരുന്ന കുഞ്ഞിന് ഫുഡും കാര്യങ്ങളും കൊടുക്കണം. കുഞ്ഞിന്റെ വേസ്റ്റ് തിരിച്ച് കളക്ട് ചെയ്യണം. അതിനവിടെ പ്ലാസന്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കുഞ്ഞിവിടെ വളരും. എത്ര ദിവസം? 250 ദിവസം. അതാണ് ജസ്റ്റേഷൻ പീരീഡ് ഇൻ ഹ്യൂമൻ ബീങ്. ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഗർഭകാലം. ഗർഭകാലത്തെയാണ് നമ്മൾ എന്ത് പറയല്? ജസ്റ്റേഷൻ പീരീഡ്. 250 ദിവസം, 9 മാസം. അങ്ങനെ ഈ ദിവസങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കഴിയും. എന്താ നിങ്ങൾ വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല? ഇങ്ങോട്ട് തന്നെ നോക്കണം കേട്ടാ. ഇവിടെ തന്നെ നോക്കണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഒരുപാട് പേര്. ജസ്റ്റ് ഒന്ന് കമന്റ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവേ. പ്രധാനപ്പെട്ട പോയിന്റുകളല്ലേ പറയുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. എനിക്കൊരു ഇതുണ്ടാവില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് റെസ്പോൺസ് തരുന്നുണ്ടെങ്കിൽ എനിക്കിത് വളരെ ഉപകാരമായിരിക്കും. അങ്ങനെ കുഞ്ഞിവിടെ വളർന്നു. ഈ സ്പേമൊന്നും ഇനി വേണ്ട. ഓക്കെ, കുഞ്ഞിവിടെ വളർന്നു. ഓക്കെ, വളർന്നതിന് ശേഷം ആ കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തൂലേ? പൂർണ്ണ വളർച്ചത്തിന് ശേഷം വജൈനയിലൂടെ, നോർമൽ ഡെലിവറി ആണെങ്കിൽ അല്ല കാര്യം പറയുന്നത്, വജൈനയിലൂടെ എന്ത് ചെയ്യും? കളറൊരു മെനയില്ലല്ലോ, ബ്ലാക്ക്. ഈ വജൈനയിലൂടെ എന്ത് ചെയ്യും? കുഞ്ഞിനെ ചൈൽഡ് ബർത്തിനെയാണ് പാർച്ചുറേഷൻ എന്ന് പറയും. ചൈൽഡ് ബർത്ത് എന്താണ്? പാർച്ചുറേഷൻ. കുഞ്ഞിനെ പ്രസവിക്കും. അത്രയാണ് സംഭവം. നമുക്ക് ഓരോന്ന് നോക്കാം. പറഞ്ഞ പോയിന്റ് ഒരു നോക്കാം. ഓവം ഈസ് റിലീസ്ഡ് ബൈ ഓവറി, എൻറ്റേഴ്സ് ഇൻ ദ ഓവിഡക്ട് ഓർ ഫലോപ്പിയൻ ട്യൂബ്. സ്പേംസ് ആർ റിലീസ്ഡ് ബൈ മെയിൽ ഡ്യൂറിങ് കോപ്പുലേഷൻ. കോപ്പുലേഷൻ എന്ന് വെച്ചാൽ മെയ്റ്റിംഗ് ആണ്. കോപ്പുലേഷൻ എന്ന് വെച്ചാൽ മെയ്റ്റിംഗിലൂടെ സ്പേം റിലീസ് ചെയ്യും. വജൈനയിൽ റിലീസ് ചെയ്യും ക്ലോസർ ടു സെർവിക്സ് ഓഫ് ദ യൂട്രസ്. സെർവിക്സ് എന്ന് വെച്ചാൽ നെക്കാണ്. Sperms travel through uterus, top of the fallopian tube. Sperms and egg meet at the fallopian tube. ഒരുപാട് sperm എഗ്ഗിനെ മീറ്റ് ചെയ്യും. And they fuse. എന്ന് പറയുമ്പോൾ ഒരു sperm ആണ് ഫ്യൂസ് ചെയ്യുന്നത്. ഒരു sperm fuse with the fuse ചെയ്യും. Process called fertilization, resulting in the formation of zygote. Zygote form. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാ. Zygote travels down fallopian tube, constantly dividing and forming a clump of cells, which eventually develop to form embryo. ആയിട്ട് മാറി. നിങ്ങൾ നോക്കിക്കേ, സൈഗോട്ട് ആയിരുന്നു ആദ്യം, അത് ഡിവൈഡ് ചെയ്ത് എന്തായി മാറി? എംബ്രിയോ. ഇംപ്ലാന്റ് വെച്ചാൽ ഫിക്സ് ചെയ്യും. ഗർഭപാത്രം യൂട്രൈൻ വാളിൽ ഫിക്സ് ആവും. ഇംപ്ലാന്റ് ഇറ്റ് സെൽഫ് ഇൻ ടു ദ വാൾ ഓഫ് ദ യൂട്രസ് ആൻഡ് കണ്ടിന്യൂ ടു ഡെവലപ്പ് ബൈ ടേക്കിംഗ് ന്യൂട്രീഷൻ ഫ്രം ദ മദർ. അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കുഞ്ഞിനെ കിട്ടും. ട്വിൻസ് എങ്ങനെ ആവുന്നു ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ട്വിൻസ് 2 ടൈപ്പ് ഉണ്ട്, ഫ്രട്ടേണലും ഐഡന്റിക്കലും. അപ്പൊ ഒരു ഓവത്തില് ഒരു സ്പേം ഫ്യൂസ് ചെയ്തു, ഡിവൈഡ് ചെയ്യുന്ന വേളയിൽ സ്പ്ലിറ്റ് ആവുകയാണ് സൈഗോട്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഐഡന്റിക്കൽ ട്വിൻ ആവും. ഫ്രട്ടേണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ഓവറികൾ ഉണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ ഒരു ഓവർ ഒരു മാസം മാത്രം ഓവർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് മന്ത് അയാൾ റെസ്റ്റ് ആയിരിക്കും. ഇപ്പുറത്ത് ഓവർ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഒരു സ്ത്രീയിൽ 2 ഓവറും അറ്റ് എ ടൈം സെയിം ടൈം ഓവർ പ്രൊഡ്യൂസ് ചെയ്താലോ? സ്പേം മെയ്റ്റിംഗ് നടന്നു, 2ഉം ഫെർട്ടിലൈസ്ഡ് ആയാലോ? 2 കുട്ടികളുണ്ടാവും. അത് ഫ്രട്ടേണൽ ട്വിൻ. ഓക്കെ, ഇവഞ്ച്വലി ഡെവലപ്മെന്റ് ഓഫ് പ്ലാസന്റ ടേക്ക് പ്ലേസ്. പ്ലാസന്റയാണ് കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സ്ട്രക്ചറാണ്, ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറാണ്. ഭക്ഷണം കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. ഓക്സിജനും ഭക്ഷണം എല്ലാം കിട്ടുന്നത് പ്ലാസന്റ തന്നെയാണ്. വിച്ച് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ബേബി ഫ്രം ദ മദർ. The entire development of fetus take 9 months, and once it is fully developed, baby is then delivered. കുഞ്ഞ് ഡെലിവർ ആവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം കേട്ടോ. വാട്ട് ഈസ് പ്യൂബർട്ടി? സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന പീരീഡ് ആണ്. മെൻഷൻ എനി 2 ചേഞ്ചസ് കോമൺ ടു ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. എന്താ പറയാ? ബോഡി ഹെയറിന്റെ കാര്യം പറയാം, ആംപിറ്റ്സിൽ ഹെയർ വരുന്ന കാര്യം പറയാം, അതൊക്കെ പറയാം. പിന്നെ ഓയിലി ആവുന്ന കാര്യം പറയാം, സ്കിൻ. കോമൺ ആയിട്ടുള്ള കാര്യം ചോദിക്കുന്നത്. നോക്കിക്ക, പ്യൂബർട്ടി ഈസ് എ പോയിന്റ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടമാണ് പ്യൂബർട്ടി. വേറെ ചൈൽഡ് ബോഡി മെച്ചുവർ, കുഞ്ഞിന്റെ ശരീരം മെച്ചുവർ ആവും. ആൻഡ് ബിക്കം കാപ്പബിൾ ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അമ്മയാവാൻ, ഒരു പെൺകുട്ടിക്ക് അമ്മയാവാനുള്ള എബിലിറ്റി കിട്ടും, ഒരു ആൺകുട്ടിക്ക് അച്ഛനാവാനുള്ള എബിലിറ്റി കിട്ടുന്ന സമയം. ദാറ്റ് ഈസ്
That is what is called puberty. Attain, boys, attain puberty at an age of 12 to 16. And girls attain puberty at an age of 10 to 14 for female. So generally, if you see, female become mature earliest compared with a male. ആണിനേക്കാൾ പെട്ടെന്ന് സെക്ഷൽ മെച്യൂരിറ്റി വരുന്നത് പെണ്ണുങ്ങൾക്കാണ്. ആണുങ്ങളെക്കാൾ പെട്ടെന്ന് സെക്ഷൽ മെച്യൂരിറ്റി വരുന്നത് ആർക്കാ? പെണ്ണിനാണ്. അടുത്ത ചോദ്യമല്ല പറഞ്ഞു. കോമൺ ടു ബോയ്സ് ആൻഡ് ഗേൾസ് എന്താ? എന്തൊക്കെ? ഹെയർ ഗ്രോസ് ഇൻ പ്യൂബിക് ഏരിയ. പ്രൈവറ്റ് ഏരിയാസിൽ എന്ത് വരും? ഹെയർ വരും. ആംപിറ്റ്, കക്ഷത്തിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. Increased activity of sweat and sebaceous gland. സ്വെറ്റ് ഗ്ലാൻഡ് കൂടുതൽ പ്രവർത്തിക്കും, സെബേഷ്യസ് ഗ്ലാൻഡ് കൂടുതൽ പ്രവർത്തിക്കും. അപ്പൊ സ്വെറ്റ് കൂടുതലായിട്ടുണ്ടാവും, നല്ലോണം വേർക്കും. സെബേഷ്യസ് ഗ്ലാൻഡ് സെബം എന്ന് പറയുന്ന അല്ലെങ്കിൽ സീബം എന്ന് പറയുന്ന ഒരു സെക്രീഷൻ ഉണ്ടാക്കും. ദാറ്റ് മേക്ക് സ്കിൻ ഓയിലി. സിബം മേക്ക് സ്കിൻ ഓയിലി. മേക്ക് സ്കിൻ എന്താണ്? ഓയിലി. സ്കിൻ ഓയിലി ആവും. മനസ്സിലായ? ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജിയാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രായത്തിൽ നമ്മുടെ മുഖമൊക്കെ എണ്ണമെഴുക്കലുണ്ടാവും. രാവിലെ സ്കൂളിലെല്ലാം പോകുമ്പോൾ നല്ല പൗഡറെല്ലാം ഇട്ടിട്ട് ഫെയർ ആൻഡ് ലവ്ലി എല്ലാം തേച്ചിട്ട് നല്ല മിനുക്കിയിട്ടെല്ലാം പോവും. ഉച്ചയെല്ലാകുമ്പോ കാണുന്ന കോലം എങ്ങനെയുണ്ടാവും? എണ്ണമയായിട്ടുണ്ടാവും. മൊത്തം എണ്ണയായിരിക്കും. അത് ഈ പറഞ്ഞിരിക്കുന്ന മൂപ്പർ ചെയ്യുന്ന പണിയാണ്. സെബേഷ്യസ് ഗ്ലാൻഡ് ചെയ്യുന്ന പണിയാണ്. മേക്ക് സ്കിൻ ഓയിലി. ചേഞ്ചസ് ഡ്യൂറിംഗ് പ്യൂബർട്ടി. ആണുങ്ങളിൽ ബ്രോഡൻ ദ ഷോൾഡർ വലുതാവും. ഹെയർ ഗ്രോത്ത് ഇൻ ഫേസ് ആൻഡ് ആംപിറ്റ് പ്യൂബിക് റീജിയൻ. മുഖത്തെ താടി മീശ വളർച്ച. കക്ഷത്തിലെ രോമം. പ്രൈവറ്റ് ഏരിയസിലെ രോമ വളർച്ച. ഡീപ്പ് വോയിസ് ഡീപ്പർ ആവും. ഓക്കെ. ഡെവലപ്മെന്റ് ഓഫ് പിമ്പിൾ. മുഖക്കുരു വരാൻ തുടങ്ങും. ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻ. അവരുടെ ലൈംഗിക അവയവങ്ങൾ, സെക്സ് ഓർഗൻസിന് ഡെവലപ്മെന്റ് ഉണ്ടാവും. ടെസ്റ്റിസിനും പീനസിനും ഒക്കെ ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാവും. ഫീമെയിൽസിന്റെ കേസിൽ ബ്രസ്റ്റ് എൻലാർജ് ചെയ്യാൻ തുടങ്ങും. ബ്രസ്റ്റ് എൻലാർജ്മെന്റ്. ഹെയർ ഗ്രോത്ത് ഇൻ ആംപിറ്റ് ആൻഡ് പ്യൂബിക് റീജിയൻ. കക്ഷത്തിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയാസിലും ഹെയറിന്റെ ഗ്രോത്ത് ഉണ്ടാവും. വൈഡനിങ് ഓഫ് ഹിപ്പ് വലുതാവും. ഈ വേസ്റ്റ് റീജിയൻ വൈഡർ ആവും. എന്തിനാ? ഇതിനകത്ത് ഗർഭപാത്രം, യൂട്രസ് ഉണ്ട്. ആൻഡ് ഇൻ ഫ്യൂച്ചർ ഇറ്റ് ഈസ് എ ഗേൾ ഹു ബിയർ എ ചൈൽഡ് ഇൻ ഹർ വോംബ്. സോ ചൈൽഡിനെ ഉൾക്കൊള്ളണം. സോ ഹിപ്പ് വൈഡർ ആയിരിക്കും. ദെൻ ഡെവലപ്മെന്റ് ഓഫ് പിമ്പിൾ. മുഖക്കുരു അവിടെ ഉണ്ടാവും. ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻ. ഇവിടെയും ഓവറിയും മറ്റു സെക്സ് ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why can fertilization not take place in flower if pollination does not occur? See, fertilization എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ് അല്ലേ? ഫ്യൂഷൻ ഓഫ് മെയില ഗാമീറ്റ് ആൻഡ് ഫീമെയില ഗാമീറ്റ് അല്ലേ? അല്ലേടാ, ആണെടാ. ഫീമെയിൽ ഗാമീറ്റ് പൂവില് എവിടെയാ കാണുക? ഓവറിന്റെ ഉള്ളിലാ കാണുക. മെയിൽ ഗാമേറ്റ് എവിടെയാ? പോളൻ ഗ്രെയിനിൽ കാണും. ഈ പോളൻ ഗ്രെയിൻ അവിടുന്ന് സ്റ്റിഗ്മയിലേക്ക് വന്ന് വീഴണ്ടേ? അതിന് ശേഷമല്ലേ ഫെർട്ടിലൈസേഷൻ നടക്കൂ. അപ്പൊ ആദ്യം എന്ത് നടക്കണം? ട്രാൻസ്ഫർ നടക്കണം, പോളിനേഷൻ നടക്കണം. പോളിനേഷൻ നടന്നെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. കാരണം മെയിൽ ഗാമീറ്റ് ഫീമെയിൽ ഗാമീറ്റിന്റെ അടുത്ത് എത്തണ്ടേ? മൊയ്തീന് കാഞ്ചനയുടെ അടുത്ത് എത്തണം. മൊയ്തീന് കാഞ്ചനയുടെ അടുത്ത് എത്തിയെങ്കിൽ മാത്രമേ അവർ തമ്മിൽ എന്ത് ചെയ്യൂ? കൂടിച്ചേരൂ. ഈ മൊയ്തീന് കാഞ്ചനയുടെ അടുത്ത് എത്തുന്ന പ്രോസസ്സ് ആദ്യമേ ട്രാൻസ്ഫർ നടക്കണം. പോളിനേഷൻ നടന്നെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫെർട്ടിലൈസേഷൻ. വെരി ഈസി. വിത്തൗട്ട് പോളിനേഷൻ മെയിലും ഫീമെയിലും ഗാമേറ്റും കനോട്ട് കം ക്ലോസർ. അവർക്ക് അടുത്ത് വരാൻ പറ്റൂല. അവർ മൊയ്തീൻ ആൻഡ് കാഞ്ചന കനോട്ട് കം ക്ലോസർ. ഹെൻസ് ഫെർട്ടിലൈസേഷൻ നടക്കില്ല. മനസ്സിലായോ? ഇതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ. ഇത് വന്ന് വീഴണ്ടേ? ഈ പോളൻ ഗ്രെയിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? മെയിൽ ഗാമീറ്റ്സ്
മെയിൽ ഗാമിറ്റ്സ് എവിടെയുള്ളത്? പോളിംഗ് ഗ്രൈൻഡിന്റെ ഉള്ളിലാ. ഫീമെയിൽ ഗാമിറ്റ് എവിടെയുള്ളത്? ഈന്റെ അകത്താ ഫീമെയിൽ ഗാമേറ്റ് ഉള്ളത്. നമ്മുടെ കാഞ്ചന ഈടിയുണ്ട്. ഏടിയുണ്ട് മക്കളെ? കാഞ്ചന അത് ഈന്റെ അകത്താ ഉള്ളത്. എംബ്രിയോ സാക്കിന്റെ അകത്തുണ്ട്. ഏടിയുണ്ട്? എംബ്രിയോ സാക്ക്. അപ്പൊ കാഞ്ചനയുടെ അടുത്തേക്ക് ആര് വരണം? മൊയ്തീൻ വരണം. മൊയ്തീൻ എവിടെയുള്ളത്? ഈന്റെ ഉള്ളിലാ മൊയ്തീൻ ഉള്ളത്. അപ്പൊ മൊയ്തീൻ ആദ്യം സ്റ്റിഗ്മയിൽ വന്ന് വീഴണം. That process is called pollination. പോളിനേഷൻ നടന്നെങ്കിലേ ഇവര് തമ്മിൽ കൂടിച്ചേരും, ഫെർട്ടിലൈസേഷൻ നടക്കും. Okay, ready. Yes, for the process of fertilization, both male and female gamete are required. If pollination does not occur, it means male gamete is not available. Hence, fertilization cannot be occurring. നടക്കില്ല. അടുത്ത ചോദ്യം ഇതാണ്. ലിസ്റ്റ് 3 ടെക്നിക്ക്, 3 ടെക്നിക്ക് that have been developed to prevent pregnancy. അപ്പൊ കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് ആ ചോദിക്കുന്നേ. ഗർഭനിരോധന മാർഗം which one of these technique is not meant for male? മെയിലിന് പറ്റാത്തത് ഏത്? How does the use of this technique have a direct impact on health and prosperity of the family? Very important question. So ടെക്നിക്സ് നമുക്കറിയാം. പ്രഗ്നൻസി തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. ബരിയർ മെത്തേഡ് ഉണ്ട്, ഡയഫ്രം, കോണ്ടംസ് ഒക്കെ ഉപയോഗിക്കാം. ആണുങ്ങൾ ഉപയോഗിക്കുന്നത് പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ പിൽസ് ഉണ്ട്, കോൺട്രാസെപ്റ്റീവ് പിൽ, ഹോർമോൺ പിൽസ്, ഗുളികകൾ ഉണ്ട്. പിന്നെ IUDs ഉണ്ട്, ഇൻട്രായൂട്രൈൻ ഡിവൈസ്, കോപ്പർ ടീ പോലത്തെ സാധനങ്ങൾ ഉണ്ട്. പിന്നെ സർജറിയാണ്, ഓപ്പറേഷൻ, വാസക്ടോമി പെർഫോംഡ് ബൈ ആണുങ്ങൾ. വാസുവേട്ടൻ ആലോചിച്ചാൽ മതി. വാസുവേട്ടൻ ഫോർ മെയിൽ. ട്യൂബക്ടോമി ഫീമെയിൽ. ട്യൂബക്ടോമി ആർക്കാ? ഫീമെയിൽ. വാസക്ടമി വാസുവേട്ടൻ മെയിൽ. ട്യൂബക്ടോമി തങ്കേട്ടി ഫീമെയിൽ. തങ്കേച്ചി ഫീമെയിൽ. ട്യൂബക്ടോമി. വാസക്ടോമി വാസുവേട്ടൻ ഫോർ മെയിൽ. നോക്കിക്കേ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. ബാരിയർ മെത്തേഡ് കോണ്ടംസ്. ഡയഫ്രം. ഇൻട്രായൂട്രൈൻ ഡിവൈസിൽ നമുക്ക് കോപ്പർ ടീ ഒക്കെ വരും. ഹോർമോൺ പിൽസ്, ഗുളികകളൊക്കെ ഉണ്ട്. ഇത് പെണ്ണുങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഈ 2 എണ്ണം. ഇത് ആണുങ്ങളിൽ ഉപയോഗിക്കില്ല. ഇത് നോട്ട് ഫോർ മെയിൽ. സർജിക്കൽ മെത്തേഡ് ട്യൂബക്ടോമി, വാസക്ടോമി തങ്കേട്ടി ഫോർ ഫീമെയിൽ. വാസക്ടോമി വാസുവേട്ടൻ means for male. Ready. നോക്കിക്കേ. Methods developed to prevent pregnancy. Barrier method, that is use of condoms, diaphragm, etc. Chemical method ഉണ്ട് മക്കളെ. യൂസ് ഓഫ് ഓറൽ പിൽ, ഗുളിക, വജൈനയിലെ ഗുളിക. അപ്പൊ ഇത് കെമിക്കൽ മെത്തേഡാ. ഓക്കെ. സർജിക്കൽ മെത്തേഡ് വാസക്ടമി, ട്യൂബക്ടോമി. ഇൻട്രായൂട്രൈൻ ഡിവൈസ്, കോപ്പർ ടീ. ഔട്ട് ഓഫ് ദിസ് മെത്തേഡ് കെമിക്കൽ മെത്തേഡ് ശ്രദ്ധിച്ചോ. ആണുങ്ങളിൽ പറ്റാത്തത് ഏതാ? കെമിക്കൽ മെത്തേഡ് ആൻഡ് IUD. നോട്ട് ഫോർ മെയിൽ. ശ്രദ്ധിക്കണം. നോട്ട് ഫോർ മെയിൽ. കെമിക്കൽ മെത്തേഡ് ആൻഡ് IUDs are not meant for males. Use of this technique help to keep control over number of children in a family. ഒരു ഫാമിലി പ്ലാനിങ്, നല്ലൊരു ഫാമിലി പ്ലാനിങ് ഉണ്ടാക്കാൻ പറ്റും. കോൺട്രാസെപ്റ്റീവ് വഴി ഫാമിലി പ്ലാനിങ് ബെറ്റർ ആയിട്ട് നടക്കും. ഓക്കെ. കുട്ടികളുടെ എണ്ണം, കുട്ടികൾ ഇപ്പൊ വേണ്ട നമുക്ക് തീരുമാനിക്കുന്നവരുണ്ടാവില്ലേ, അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഫാമിലി പ്ലാനിങ് which directly affect prosperity of the family. One of the most common reason for determination of women health, frequent conception and child deterioration of women's health in frequent conception and childbirth. അതായത് പെൺകുട്ടികള് അല്ലെങ്കിൽ അമ്മമാര് കൂടെ പ്രസവിക്കുകയാണെങ്കിൽ, ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് കൺസീവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തെ അത് ബാധിക്കും, അവരുടെ ഹെൽത്തിനെ അത് ബാധിക്കും. ഒരുപാട് പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് പ്രശ്നമാവും. അപ്പൊ ഇതുപോലുള്ള കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വുമൺ ഹെൽത്ത് അല്ലെങ്കിൽ സ്ത്രീകളെ അവരുടെ ഹെൽത്തിനെ ഡിറ്റീറിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൺട്രോൾഡ് ചൈൽഡ് ബർത്ത് ഡയറക്ട്ലി എഫക്ട് വുമൺ ഹെൽത്ത്
And this will indirectly affect prosperity of family and our nation. Birth control കൊണ്ടുവരാൻ പറ്റും, population control കൊണ്ടുപോകാൻ പറ്റും. So everything is possible if you adopt contraceptive method. ഇവിടെ തന്നെ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name and explain the two modes of asexual reproduction observed in Hydra. ഹൈഡ്രയിൽ asexual method രണ്ട് മോഡ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. What is vegetative propagation? List any two advantages of this. ഹൈഡ്രയിൽ ഏറ്റവും കോമൺ ആയിട്ട് ബഡിങ് സംഭവിക്കാറുണ്ട്. ബഡിങ്. അത് കൂടാതെ ചില സ്പെഷ്യൽ കേസസിൽ ആംപ്യൂട്ടേഷൻ, മുറിഞ്ഞുപോക്ക് സംഭവിക്കും. ആംപ്യൂട്ടേഷൻ ഓഫ് സം പാർട്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ റീജനറേഷനും സംഭവിക്കും. In case of Hydra, this is the A question answer. Buddingum regenerationum. നമുക്ക് നോക്കാം. The two modes of asexual reproduction observed in Hydra. Budding. In case of budding, we know ആദ്യം ഒരു ബഡ് ഡെവലപ്പ് ചെയ്ത് വരും, അത് വളരും, അതിന്റെ പാർട്സ് ഒക്കെ വളരും, ഡിറ്റാച്ച് ചെയ്യും പാരന്റ് ബോഡി ഒരു ഇൻഡിവിജ്വൽ ഹൈഡ്ര അവിടെ ഫോം ചെയ്യും. ദാറ്റ് ഈസ് ബഡിങ്. ശ്രദ്ധിക്കണം. budding in this mode, a small outgrowth or bud develops on the body of the parent organism which grows and develop into a new individual. The bud may remain attached to the parent and detach and form a separate individual. Then regeneration. See, amputation സംഭവിച്ചു. കട്ട് ചെയ്ത ഭാഗം ഇൻഡിവിജ്വൽ വേറൊരു ഹൈഡ്രേറ്റ് മാറി. വെരി സിമ്പിൾ. നമ്മള് പ്ലാനേറിയ പഠിച്ച പോലെ തന്നെ. In this method or in this mode, a new individual develops from a small piece of the parent organism. Parent organism കട്ടായി, amputated ആയി. അപ്പോൾ ഓരോ പാർട്സും ഒരു കംപ്ലീറ്റ് ഓർഗാനിസം ആയി മാറി. When the parent is cut or injured, it can regenerate its lost part which develop into a new individual. This is regeneration. And what was the next previous question? That was it. What is vegetative propagation? Reproduction. Asexual reproduction ആണ് vegetative propagation. വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നുള്ള റീപ്രൊഡക്ഷനാ. എന്താണ് വെജിറ്റേറ്റീവ് പാർട്സ്? ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ റീപ്രൊഡക്റ്റീവ് പാർട്ടാ. ഫ്ലവർ ഈസ് റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഈ ലീഫ്, സ്റ്റമ്മ്, റൂട്ട് ഇതൊക്കെ ഉണ്ടല്ലോ. ലീഫും സ്റ്റമ്മും റൂട്ടും ഇതൊക്കെയാണ് വെജിറ്റേറ്റീവ് പാർട്സ്. വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാ പറയാ. അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എസെക്ഷൽ ആണ്. സോ കൂടുതൽ സിമിലാരിറ്റീസ് ഉണ്ടാവും, പ്യുവറായിരിക്കും, സിമിലാരിറ്റീസ് കൂടും, വേരിയേഷൻ കുറയും. യെസ് സർവേ ഗ്യാപ്പ്. അതെ നോക്കിക്കോളൂ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ is a type of asexual reproduction in plants where a new individual is produced from a vegetative part of the plant. Vegetative means stem, root, leaf. What are the two advantages? Plants raised by vegetative propagation can bear flowers and fruit earlier. Okay, one of the അതായത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ റോസാ ചെടി ഞാൻ ഇപ്പോൾ തണ്ട് മുറിച്ച് ഞാനിപ്പോൾ നടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് മുളക്കും, വളരെ പെട്ടെന്ന് കായും പൂവും ഒക്കെ ഉണ്ടാവും. All plant produce are genetically similar enough to parent plant to have all its character. So similarity കൂടുതലായിരിക്കും. നമുക്ക് കൂടുതൽ സിമിലർ ആയിട്ടുള്ള ചെടി കിട്ടണമെങ്കിൽ always better go for vegetative propagation. So more similar kind of variety we can obtain because only one parent is involved here. Asexual reproduction ആണ്. So genetically similar clones പോലെ നമുക്ക് genetically similar ആയിട്ടുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. യെസ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Based on given diagram, answer the question given below. Label the part A, B, C, D. A എന്താണ്? A is this region. A is ureter. B is seminal vesicle. B is seminal vesicle. And A, B, C എടുത്തു. Where is C? സി താഴെ ഉണ്ട് തോന്നുന്നത്, ഇവിടെ മറിഞ്ഞ് കാണുന്നില്ല. സി ഒരു പെനീസ് ആണ് വേണ്ടത്. Then D is vas difference. Name the hormone secreted by testis. Testosterone. Its role. Male hormone ആണ്. മെയിലിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനൊക്കെ കാരണമാവും. State the function of B and C.
ബി ഇതാണ് സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിൾ ഒരു സെക്രീഷൻ ഉണ്ടാക്കും. ഇത് സ്പേമിന് ന്യൂട്രീഷൻ കൊടുക്കും, അതുപോലെ തന്നെ മൂവ്മെന്റിനൊക്കെ സഹായിക്കും സ്പേമിന്റെ. സി എനിക്ക് തോന്നുന്നത് താഴെയുള്ളത് യുറീത്രയാണ്. യുറീത്ര ഏറ്റവും താഴെ യുറീത്ര ഉണ്ട് കേട്ടോ. സി എന്ന് പറയുന്നത് യുറീത്രയാണെന്ന് തോന്നുന്നു. യുറീത്ര എന്താണ്? യുറീത്ര കോമൺ പാസേജ്, കോമൺ ഓപ്പണിംഗ് ഫോർ ബോത്ത് സ്പേം ആൻഡ് യൂറിൻ. ബോത്ത് സ്പേം ആൻഡ് യൂറിൻ. സ്പേം ആൻഡ് യൂറിൻ ജസ്റ്റ് നോക്കട്ടെ. സി അത് തന്നെയാണ് കേട്ടോ. സി എന്ന് പറയുന്നത് എന്താണ്? യുറീത്രയാണ്. കോമൺ ഓപ്പണിംഗ് ഫോർ ബോത്ത് സ്പേം ആൻഡ് യൂറിൻ എന്ന് പറയാം. ഓക്കെ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ. A is ureter, B is seminal vesicle, D was difference, C is urethra. Testes release testosterone. The role of testosterone, production of sperm and development of secondary sexual character. Function of B is seminal vesicle, secrete a liquid which contribute to the formation of semen. A sperm of secretion കൂടിയാണ് സെമൻ എന്ന് പറയുക. അതായത് നമ്മൾ ആ ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന സെക്രീഷനെ സെമിനൽ പ്ലാസ്മ എന്ന് വിളിക്കാം. ഈ സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടി ചേർന്ന് നമുക്ക് സെമൻ എന്ന് വിളിക്കാം. സെമൻ ആൻഡ് ഹെൽപ്പ് ഇൻ പ്രൊവൈഡിങ് ന്യൂട്രീഷൻ. ആ ഒരു സ്പേമിന് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യും. ഫംഗ്ഷൻ ഓഫ് സി യുറീത്ര എന്താണ്? കോമൺ പാസേജ് ഓഫ് സ്പേം ആൻഡ് യൂറിൻ. കോമൺ പാസേജ് ഓഫ് സ്പേം ആൻഡ് യൂറിൻ. യൂറിന്റെയും സ്പേമിന്റെയും കോമൺ പാസേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 pea plant, one with round yellow seed and another with wrinkled green, produce F1 progeny that has round yellow. ഇത് കിട്ടി. When F1 parents self-pollinate, which new combination of character? So F2 കണ്ടുപിടിക്കണം. F1 ക്രോസ് ചെയ്യണം. F1 എന്താ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. സെൽഫ് പോളിനേഷൻ ചെയ്യാം. സോ നമുക്ക് കിട്ടുന്ന കോമ്പിനേഷൻ എന്താണ് നോക്കാം. ഇത് ആൻസർ ഇല്ല, നോക്കിക്കോളൂ. കോമ്പിനേഷൻ ചെയ്യാം. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. നോക്കിക്കോളൂ, നമ്മുടെ F1 പാരന്റ് ആണ്. F1 കിട്ടിയിരിക്കുന്ന ചെടിയാണിത്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതന്നെയല്ലേ F1 കിട്ടിയിരിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ ആർ എസ്. ഇതന്നെ, ഇത് കിട്ടി. അപ്പൊ ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സെൽഫ് പോളിനേറ്റ് ചെയ്യണം എന്നല്ലേ പറഞ്ഞേ. അപ്പൊ സെൽഫ് പോളിനേറ്റ് ചെയ്യാമല്ലോ. സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? നമ്മൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പല തവണയായിട്ട് ചെയ്തതാ. ഇവിടെ ഗാമീറ്റ്സ് എഴുതാം. ശ്രദ്ധിക്കുക, ഗാമീറ്റ്സ്. ആദ്യ സ്റ്റെപ്പ് ഗാമീറ്റ്സ് എഴുതണം. സോ ഇവിടുത്തെ ഗാമീറ്റ് ഏതൊക്കെ വരിക? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഗാമീറ്റ്. സെക്കൻഡ് ഗാമീറ്റ് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ഇസ് ദ സെക്കൻഡ് ഗാമീറ്റ്. ദെൻ നെക്സ്റ്റ് ഗാമീറ്റ് ഈസ് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. Then small r small y, small r small y. So 4 gametes from this parent. Self pollination ആണ്, അത് ആദ്യം മനസ്സിലാക്കാം. ഇനി ഇവിടുത്തെ ഗാമീറ്റ് അതുപോലെ തന്നെയാണ്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. സിമിലർ ഗാമീറ്റ് തന്നെ ആയിരിക്കും. ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. Then again small r small y. ഇവിടെ 4 ഗാമീറ്റ് സെയിം ഗാമീറ്റ് ഫോം ചെയ്യും. റെഡി അല്ലേ? ഇത് നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ പെനറ്റ് സ്ക്വയർ ഇട്ട് ക്രോസ് ചെയ്ത് ഇങ്ങനെ ചെയ്യില്ലേ? നമ്മളിങ്ങനെ ചെയ്ത് പഠിച്ചതല്ലേ? നമ്മളിത് ഒരുപാട് തവണ ചെയ്ത് പഠിച്ചതാണ്. നോക്കിക്കോളൂ, ഇത് നമ്മളിങ്ങനെ എന്ത് ചെയ്യും? പെനറ്റ് സ്ക്വയർ വെച്ച് 2 പാരന്റ് ഗാമീറ്റ് നമ്മളിവിടെ എഴുതും. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. സെയിം തിങ് ഇവിടെ തന്നെ എഴുതണം അല്ലേ? തന്നെ എഴുതണം. സ്മോൾ ആർ സ്മോൾ വൈ. ഫ്യൂസ് ചെയ്തേതാ എഴുതുമ്പോൾ എന്ത് കിട്ടും? കൂടെ തന്നെ പറയണം. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. തെറ്റെന്താ പറയണേ? തെറ്റെന്താ പറയണം? Capital R capital Y small y, capital R small y small y, capital R small y capital Y small y, capital R small y small y. ശരിയല്ലേ? Capital R small r capital Y capital R small r capital Y small y, capital R ഇല്ല. Small r capital Y small r capital Y small y. Ready അല്ലേ? നെക്സ്റ്റ് നോക്കിക്കോ.
capital R, small r, capital Y, small y, capital R, small y, small y, small r, small r, capital Y, small y, small r, small y, small y. റെഡിയല്ലേ? അത് ഇവിടെ നിന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? റൗണ്ട് യെല്ലോ സീഡ്, റൗണ്ട് യെല്ലോ സീഡ്. എത്ര എണ്ണം ഉണ്ട് നോക്കിക്കോ. എത്ര എണ്ണം ഉണ്ട് നോക്കാറിയില്ലേ? അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ക്യാപിറ്റൽ ഉണ്ടാവണം രണ്ടിലും. 1 2 3 4 5 6 7 8 9 എണ്ണം. 9 9. അടുത്തത് റൗണ്ട് ഗ്രീൻ എത്ര എണ്ണം ഉണ്ട്? റൗണ്ട് ഗ്രീൻ നോക്കിക്കേ. റൗണ്ട് ഗ്രീന് 1, പിന്നെ 2 3 റൗണ്ട് ഗ്രീനാ. ഇത് മൈക്കിലെങ്ങനെ? മൈക്ക്. അടുത്ത് നോക്കിയേ. റൗണ്ട് ഗ്രീൻ കഴിഞ്ഞാൽ അടുത്തത് റിങ്കിൾഡ് യെല്ലോ. എത്ര ഉണ്ട് നോക്കാം. റിങ്കിൾഡ് യെല്ലോ. വൈ അറ്റ്ലീസ്റ്റ് ഒന്നും ക്യാപിറ്റൽ ഉണ്ടാവണം, 2 സ്മോൾ ആർ ഉണ്ടാവണം. അപ്പൊ അങ്ങനത്തെ നോക്കിക്കോളൂ. 1 2 3. 1 2 3 3 അടുത്ത ലാസ്റ്റ് കടൈസി എന്താ? റിങ്കിൾഡ് ഗ്രീന. ഒറ്റ 1 എണ്ണം. ഇവിടെ മാത്രമേ ഉള്ളൂ 1. അത് ഇവിടുത്തെ റേഷ്യോ എന്താ? 9:3 3:1. 9 റൗണ്ട് യെല്ലോ, 3 റൗണ്ട് ഗ്രീന്, 3 റിങ്കിൾഡ് യെല്ലോ, 1 റിങ്കിൾഡ് ഗ്രീന്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലോ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ന്യൂ കോമ്പിനേഷൻ? പുതിയ F2 പുതിയ കോമ്പിനേഷൻ ഏതാ? പാരന്റ് എടുത്ത ഇത് റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ എടുത്തു. ബാക്കി പുതിയ കോമ്പിനേഷൻ ഏതാ? റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ എടുത്തു. പുതിയ കോമ്പിനേഷൻ ഇത് രണ്ടും അല്ലേ? റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോ പുതിയ കോമ്പിനേഷനാ. ന്യൂ കോമ്പിനേഷൻ കിട്ടി. ഇത് സൂചിപ്പിക്കുന്നത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ക്യാരക്ടേഴ്സ് ഫോം ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകിച്ച് റൂളും കാര്യങ്ങളൊന്നും ഇല്ല. മീൻസ് ഇൻഡിപെൻഡന്റ്ലി എന്ത് ചെയ്യും? അസോർട്ട് ചെയ്തിട്ടാ വരിക. യെസ്. അടുത്ത ചോദ്യം. മെന്റൽ ക്രോസ്ഡ് പ്യുവർ ടോൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഡി. ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. വിത്ത് എ പ്യുവർ ഷോർട്ട്. ഇത് തന്നിട്ടില്ലെങ്കിൽ അത് പ്യുവർ എന്ന് പറയുമ്പോൾ രണ്ടും ഹോമോസൈഗസ് ആണെന്ന് ഓർത്ത് വെക്കണം. പ്യുവർ ആണ് തന്ന ഹോമോസൈഗസാ, മീൻസ് ഹോമോസൈഗസ് ആണെന്ന് പറയണം. പ്യുവർ ഷോർട്ട് എന്ന് പറയുമ്പോൾ സ്മോൾ ടി. ഇത് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. obtained tall plant in F1 generation. What is gene combination present in plant of F1 generation? Simple അല്ലേ? ഒന്നുമില്ലല്ലോ. capital T cross with small t gamete. ഇവിടെ ഇരുന്നില്ലേ? ഞാൻ വേറെ സ്ഥലത്ത് എഴുതാം. കുറച്ച് നമുക്ക് വിശദമായിട്ട് ഇവിടെ എഴുതാം അല്ലേ? ഇവിടെ എഴുതാം. നോക്കോ. ക്യാപിറ്റൽ ടി. ഇനി സൈഡ് ഉണ്ടാ പറയാൻ തന്നിട്ടുണ്ടാ? സൈഡ് ഉണ്ട്. അപ്പൊ തന്നെ അവിടെ എഴുതാം. എന്താ പറയുന്നത്? ഒന്നാമത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇത് എഴുതാനാ പറയുന്നത്. F1 ജനറേഷൻ എഴുതാൻ പറയുന്നുണ്ട്. ഇത് രണ്ടും ക്രോസ് ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നല്ലേ. അപ്പോ പാരന്റ്സ് ആരെല്ലാന്ന്? പാരന്റ്സ് നോക്കിക്കേ. പാരന്റ്സ് ആരെല്ലാന്ന് നോക്കിയേ. ടോൾ പ്ലാന്റ്. ഇത് കാണോ? കളറ് കാണൂല. അപ്പൊ നമുക്ക് വേറെ കളർ എടുക്കാം. എന്തെടുക്കാം? നീലെടുക്കാം അല്ലെ? അപ്പൊ ടാൾ പ്ലാന്റ് ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്, പ്യുവർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ക്യാപിറ്റൽ ടി ഇട്ട് കൊടുക്കണം. റെഡി. അടുത്തത് ഷോർട്ട് പ്ലാന്റ് ഡ്വാർഫ് പ്ലാന്റ് ആണ്. അത് സ്മോൾ ടി തന്നിട്ടുണ്ട്. റെഡി അല്ലേ? ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ഗ്യാമീറ്റ്സ്. ഇതിൽ മാറ്റമൊന്നുമില്ല. ഗ്യാമീറ്റ്സ്. അപ്പൊ ഇവിടുന്ന് ഒരു ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാവും. ക്യാപിറ്റൽ ടി മതിയോ? പോരാ. വട്ടം. ഗ്യാമീറ്റ് എൻസർക്കിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഉണ്ടാകുന്ന ഗ്യാമീറ്റ് സ്മോൾ ടി, വട്ടം. So this is hybridization, which is sexual reproduction. So gamete need to fuse. Gamete fuse ചെയ്തു. We obtain first filial generation, F1 generation. First filial generation, the fusion of two gamete resulted this combination. This is tall plant. Heterozygous dominant. Both allele different. Correct?
One is capital T and another is small t. Okay. So what we did here, Mendel എന്താ ചെയ്തത്? നമ്മളെല്ലാം മെന്റൽ ചെയ്തു. Actually he consider a character that is, ശ്രദ്ധിച്ചോ, അദ്ദേഹം ഒരു ക്യാരക്ടർ കൺസിഡർ ചെയ്തു, that is height of the plant. Height, ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിക്കണം, height of the plant. Height of the plant. He considered the character height of the plant. It has got two traits. Either it can be tall or dwarf. So Mendel അങ്ങനെ പറഞ്ഞു, each character is controlled by a pair of factors. Each character contains two contrasting traits. So if I am considering height of the plant as a character, it contains two traits. Either it can be tall or dwarf. So what he did, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ക്യാരക്ടറിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റിനെ ഹൈബ്രിഡൈസ് ചെയ്തു, പ്യുവർ ടോൾ ആൻഡ് ഡ്വാർഫ് or short, and F1 generation whatever he is getting that is dominant. So F1 generation അദ്ദേഹത്തിന് എന്ത് കിട്ടി, tall plant കിട്ടി. That means tall is dominant, dwarf or short is recessive. So if ശ്രദ്ധിച്ചേക്കണം, if two trait of a contrasting trait, if two contrasting trait of a character is crossed, here character is height of the plant, trait is tall and dwarf. See, ഞാൻ എന്ത് ചെയ്തു, ഈ ടോളിനെയും ഡ്വാർഫിനെയും ക്രോസ് ചെയ്തു, ഹൈബ്രിഡൈസ് ചെയ്തു. And in F1 generation I got all plants tall. That means tall is dominant, dwarf is recessive. Dwarf recessive. ഇവിടെ ഡ്വാർഫിന് കാരണമാകുന്ന ജീൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. But it can't express in this particular generation. ഈ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യില്ല. That is dominant, recessive. Dwarf character is recessive here. Tall trait is dominant. All plants obtained, 100% plant obtained here is tall. Then question കഴിഞ്ഞിട്ടില്ല. Give reason why only tall plants are observed. ഞാൻ പറഞ്ഞു, law of dominance. Next question, what will be the ratio of plants obtained in F2 generation? F1 parents are self-pollinated. Very simple. This is our F1, right? This is our F1. Capital T, small t. You should not put the round there. ഇതാണ് F1. അതിനെ self-pollinate ചെയ്യാം. So self-pollinating F1 generation. This is our parent. This is F1 generation. Self-pollinating. You should write gametes there. Capital T. Two type of gamete here. രണ്ട് type gamete ഉണ്ടാവും. Capital T, small t. Correct? ഇവിടെ capital T and small t. Then next step, fusion. Next step എന്താണ്? Fusion ആണ്. ഈ capital T കൂടി ചേരും, capital T. ഈ capital T ഈ small t കൂടി ചേരും, capital T small t. ഈ small t ഈ capital T fuse ചെയ്യും, capital T small t. Then ഈ small t കൂടി ചേരും, small t. That means നിങ്ങൾക്കറിയാം, this is tall plant, this is again tall, this is heterozygous dominant, this is homozygous. Okay, then this is again heterozygous dominant and this is dwarf. So 3 tall plant is to 1 dwarf plant. So in F2 generation, this is F2, right? This is F2 generation. In F2 generation we obtain dwarf plant. This is phenotypic ratio. Phenotype means whatever we can see externally. നമുക്ക് കാണാൻ പറ്റും. ഒരു ചെടി ടോൾ ആണോ ഡ്വാർഫ് ആണോ നമുക്ക് കാണാൻ പറ്റില്ലേ? So that is phenotype. കണ്ടാ മനസ്സിലാവും ടോൾ ആണോ ഡ്വാർഫ് ആണോ. 3 ടോളും ഒരു ഡ്വാർഫ്. And genotype is genetic expression. And genotypic ratio is 1 capital T is to 2 capital T small t is to 1 small t. And this is a genotypic ratio. 1 is to 2 is to 1 is genotypic ratio. Genotypic ratio. Very, very important. 25th question complete ആയല്ലോ. പറഞ്ഞതാണല്ലോ. How many seeds this new combination of a character will be produced when a total of 160
Seeds are produced next generation. That divide 160 എന്നുള്ളതിനെ 9:3:3:1 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അടുത്ത നോക്കിക്കോളൂ. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് അവിടെ പറയുന്നത്. Why did Mendel carry out an experiment to study inheritance of two traits in a garden pea? Dihybrid cross. Independent assortment പഠിക്കാനാണ്. What were his findings with respect to inheritance of traits in F1 and F2 generation? State the ratio obtained in F2 generation in the above mentioned experiment. So, ആദ്യം നമ്മൾ പറഞ്ഞു independent assortment. Mendel carried out crossing with two traits to see interaction and basis of inheritance between them. In dihybrid cross given by Mendel, it was observed that when two pair of characters were considered, each trait expressed independently. നമ്മൾ എടുത്ത പാരന്റ് ഇവിടെ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ എടുത്തു. അപ്പോൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്തത് റൗണ്ട് യെല്ലോ തന്നെയാണ്. അതിനുശേഷം ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഇല്ലാത്ത വെറൈറ്റീസ് കിട്ടി. ഫോർ എക്സാമ്പിൾ റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ കിട്ടി, പിന്നെ റൗണ്ട് ഗ്രീൻ കിട്ടി. ഇവിടെ ഇല്ലാത്ത കോമ്പിനേഷൻസ് നമുക്ക് കിട്ടാൻ തുടങ്ങി. അതാണ് ഇൻഡിപെൻഡന്റ്ലി ട്രേറ്റുകൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ക്രോസ് ബിറ്റ്വീൻ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് യെല്ലോ, ഫോർ എക്സാമ്പിൾ ക്രോസ് ബിറ്റ്വീൻ റൗണ്ട് യെല്ലോ, അത് റൗണ്ട് യെല്ലോയിനെയും റിങ്കിൾഡ് ഗ്രീനിനെ നമ്മൾ ക്രോസ് ചെയ്തു. ശ്രദ്ധിക്കണം, റിങ്കിൾഡ് ഗ്രീനിനെ നമ്മൾ ക്രോസ് ചെയ്തു. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയത് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറാ, റൗണ്ട് യെല്ലോ കിട്ടി. പക്ഷെ ജീനോടൈപ്പ് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ജീനോടൈപ്പ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്തു. സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടുന്ന കോമ്പിനേഷൻ റയറസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഇവിടെ കിട്ടാത്ത, ഇവിടെ ഇല്ലാത്ത, പാരന്റിൽ ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ഉള്ള എക്സ്പ്രസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തികച്ചും ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ്ലി, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഇവിടെ ആൻസറും വരുന്നത്. അപ്പൊ ഇത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ, വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി നേരത്തെ അപ്പുറം ചെയ്ത അതേ സാധനം തന്നെയാണ്. List 2 reasons to show that existence of decomposers is essential in an ecosystem. Decomposers ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഡിഗ്രേഡ് ആവുള്ളൂ. അതുവഴി മണ്ണിന് ന്യൂട്രിയൻസ് കിട്ടും. 2 പോയിന്റ് ചെയ്താ. ഈ ഡീകമ്പോസസ് ഇല്ലെങ്കിൽ ഡെഡ് ബോഡീസ് നമ്മുടെ ഭൂമിയിൽ പൈലപ്പ് ആവും. ഒരുപാട് ഡെഡ് ബോഡീസ് നമ്മുടെ ഭൂമിയിൽ പൈലപ്പ് ആവുമ്പോൾ അത് പ്രശ്നമല്ലേ? പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, സാധാരണ ഇതിൽ ഡീകമ്പോസസ് ഈ ഓർഗാനിക് വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ് ന്യൂട്രിയന്റ് സൈക്കിൾ ഉണ്ടാവുന്നത്. അതായത് ന്യൂട്രിയൻസ് ജനറേറ്റ് ചെയ്യും മണ്ണില്. അതൊന്നും നടക്കില്ല. സ്റ്റേറ്റ് വിത്ത് റീസൺ എനി 2 പോസിബിൾ കോൺസിക്വൻസ് ഓഫ് എലിമിനേഷൻ ഓഫ് ഡീകമ്പോസ്. എലിമിനേഷൻ ഓഫ് ഡീകമ്പോസസ് ഫ്രം ദ എർത്ത്. ഒന്നാമത്തത് പറഞ്ഞു, രണ്ടാമത് വിത്ത് റീസൺ എനി 2 പോസിബിൾ കോൺസിക്വൻസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ന്യൂട്രിയൻ സൈക്ലിംഗ് ഉണ്ടാവില്ല. അത് നമുക്ക് പറയാം. ന്യൂട്രിയൻ സൈക്കിൾ ഉണ്ടാവില്ല എന്ന് പറയാം. ന്യൂട്രിയൻ സൈക്ലിംഗ് നമുക്ക് നോക്കാം. Reasons showing existence of decomposers are important to ecosystem. Decomposers carry out recycling of nutrients. ഞാൻ പറഞ്ഞു, this help in releasing the nutrients back to the original pool. ഇപ്പൊ നൈട്രജൻ സൈക്കിൾ, കാർബൺ സൈക്കിൾ, ഇതൊക്കെ എന്താണ്? ന്യൂട്രിയൻ സൈക്കിളാ. ഫോർ ഇൻസ്റ്റന്റ്, കാർബൺ ഫ്രം ദ ഡെഡ് ആനിമൽ വിൽ ബി സെൻഡ് ബാക്ക് ടു ദ പൂൾ. കാർബൺ ഡൈ ഓക്സൈഡ് പോകും. അത് നമ്മുടെ ശരീരത്തിൽ കാർബൺ ഉണ്ട്. നമ്മൾ മരിക്കുമ്പോൾ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഇത് ബാക്ക് നേച്ചറിലേക്ക് തന്നെ പോകണം ആണ് പറയുന്നത്. ഡികമ്പോസിംഗ് മൈക്രോ ഓർഗാനിസം ഡീഗ്രേഡ് ഗാർബേജസ് that otherwise might become a breeding group of germ. അല്ലെ, നമ്മൾ ഈ വേസ്റ്റും കാര്യങ്ങൾ, ഗാർബേജ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഡിഗ്രേഡ് ആവുന്നില്ല എന്ന് സംഭവിക്കും. ഒരുപാട് രോഗാണുക്കളൊക്കെ ഉണ്ടാവും. The dead organism will also stay as they are in the absence of decompose. As they are in the absence of. അത് ഡീകമ്പോസ് ഇല്ലെങ്കിൽ ഡെഡ് ബോഡിയിൽ എന്ത് ചെയ്യും? നമ്മുടെ ഭൂമിയിൽ തന്നെ അവശേഷിക്കും. അല്ലെ, പൈൽസ് ഓഫ് ഡെഡ് ബോഡി നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, if these are eliminated from the earth, there would be following consequence. Dead remains and organic waste would continue to back. അതായത് ഈ ഡെഡ് ബോഡീസ് ഒക്കെ അങ്ങനെ തന്നെ ഭൂമിയിൽ ഉണ്ടാവും. ദിസ് വുഡ് ബി പൊല്യൂട്ടിങ്. അങ്ങനെ എന്തായാലും വാട്ടർ ബോഡീസിനെയും സോയിലിനെയൊക്കെ അത് പൊല്യൂട്ട് ചെയ്യും. As the organic compound would not be degraded, the plants would not get the inorganic nutrient. അതായത് ന്യൂട്രിയൻസ് കിട്ടില്ല, പ്ലാന്റ്സിന് കിട്ടില്ലല്ലോ. കാരണം ഇത് ഡിഗ്രേഡ് ആയിട്ട് വേണം സോയിലിൽ ന്യൂട്രിയന്റ് വരാൻ. ആ ന്യൂട്രിയന്റ് ആണ് പിന്നീട് പ്ലാന്റ് അബ്സോർബ് ചെയ്യുക. The nutrient cycle would not complete and the deficiency of nutrient would happen. ഹാമ്പർ പ്രൊഡക്ടിവിറ്റി ഓഫ് പ്ലാന്റ്. അതായത് ചെടികൾക്ക് എന്ത് കിട്ടില്ല? ചെടികൾക്ക് വേണ്ട സാധനങ്ങൾ കിട്ടില്ല. ഈ ന്യൂട്രിയൻ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ എൻവിറോൺമെന്റ് എന്ന് ചോദിച്ച ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ഹൗ സം ഹാംഫുൾ കെമിക്കൽ എൻ്റർ അവർ ബോഡി ത്രൂ ഫുഡ് ചെയിൻ. ഇത് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ആണ് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ആണെന്ന് അറിയാൻ പറ്റണം. വൈ ഈസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദീസ് ഹാംഫുൾ കെമിക്കൽ ഫൗണ്ട് മാക്സിമം ഇൻ ഹ്യൂമൻ ബീങ്? കാരണം മനുഷ്യൻ ടോപ്പ് ട്രോഫിക് ലെവൽ, നമ്മൾ ട്രോഫിക് ലെവൽ എടുക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും മുകളിൽ വരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഹാംഫുൾ സബ്സ്റ്റൻസ് കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. അതാണ് അതിന്റെ ആൻസർ വരിക.
ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ആണ് ഇവിടെ പറയേണ്ടത്. ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ഓഫ് കെമിക്കൽ ടോക്സിൻ ഇൻക്രീസ് ഇൻ ഈച്ച് ട്രോഫിക് ലെവൽ. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ കുറവായിരിക്കും, സെക്കൻഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. മീൻസ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ചെടി എടുക്കാം, ഇതിലേക്ക് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് വരും, നമ്മളിപ്പോൾ ഇടുന്ന പെസ്റ്റിസൈഡോ എന്തെങ്കിലും തരത്തിൽ കെമിക്കൽ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു ചെടി അതിലിപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നു ഒരു 5 എമൗണ്ട് ഓഫ് കെമിക്കൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണം പറയണം, 5 എമൗണ്ട് ഓഫ് കെമിക്കൽ ഉണ്ട് വിചാരിക്കാം. അപ്പൊ ഇതുപോലെ കുറെ പ്ലാന്റ് ഉണ്ടാവും. ഇത് പ്ലാന്റ് നമ്പർ 1 ആ, അതുപോലെ പ്ലാന്റ് നമ്പർ 2 ഉണ്ടാവും, പ്ലാന്റ് 3 ഉണ്ടാവും, ഒരുപാട് പ്ലാന്റ് ഉണ്ടാവും. ഈ ഓരോ പ്ലാന്റിലും 5 വീതം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കോഴി ഈ 3 പ്ലാന്റിനെയും ഭക്ഷിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഈ കോഴിയിലേക്ക് ഈ 3ൽ നിന്നും 15 വീതം കിട്ടില്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ചെടിയിൽ 5 ഉള്ളൂ, എന്നാൽ കോഴിയിലേക്ക് വരുമ്പോൾ 15 അളവിലേക്ക് വന്നു. അപ്പൊ ഇതുപോലെ ഒരു കോഴി ആയിട്ടായിരിക്കില്ല, ഇത് കോഴി നമ്പർ 1 വിചാരിക്കാം. ഇതുപോലെ ഒരുപാട് കോഴി ഉണ്ടാവും, കോഴി 2 ഉണ്ടാവും, കോഴി 3 ഉണ്ടാവും. അപ്പൊ ഓരോ കോഴിയിലും ഇതുപോലെ 15 വീതം വന്നു വിചാരിക്കാം ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കല്. അപ്പൊ ഈ കോഴി ആര് തിന്നു? മനുഷ്യൻ തിന്നതാണ്. അപ്പോ ഈ മനുഷ്യൻ ഒരു കോഴിയല്ലല്ലോ, ഒരുപാട് കോഴികൾ തിന്നില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇവിടുത്തെ 15 45 ഇടം വന്നു, മനുഷ്യനിലേക്ക് വന്നു. അപ്പൊ അവസാനം വരുന്നതനുസരിച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? കൂടി വരും. 10% ലോ അല്ല, 10% ലോ എനർജി കുറഞ്ഞു വരുന്നതാ പറയാം. ഇത് ടോക്സിക് സബ്സ്റ്റൻസ് കൂടി വരുന്നതാ പറയാം. ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഏറ്റവും കുറവായിരിക്കും, സെക്കൻഡിലേക്ക് വരുമ്പോൾ ഉണ്ടോ കൂടി, തേർഡ് ട്രോഫിക് ലെവലിലേക്ക് വരുമ്പോൾ വീണ്ടും കൂടി. കാരണം സെക്കൻഡ് ട്രോഫിക് ലെവലിൽ പ്ലാന്റ്സിനെല്ലാം കഴിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കെമിക്കൽസ് ഇയാളുടെ ബോഡിയിലെത്തും. ഇതുപോലെ ഒരു കോഴി മാത്രമല്ല, ഒരുപാട് കോഴി ഉണ്ടാവും. ഈ കോഴികളെല്ലാം മനുഷ്യൻ കഴിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ കൂടും. അപ്പൊ ട്രോഫിക് ലെവൽ കൂടുന്നതനുസരിച്ചിട്ട് ഇൻക്രീസ് ആകുന്നതനുസരിച്ച് ടോക്സിനും എന്താവും? ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ആസ് ഹ്യൂമൻ ബീൻ ഓക്കുപ്പൈ ടോപ്പ് ലെവൽ ഓഫ് എനി ഫുഡ് ചെയിൻ, ഏതൊരു ഫുഡ് ചെയിന്റെ ഏറ്റവും ടോപ്പിലാണ് ഹ്യൂമൻ ബീൻ വരുന്നത്, ദ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് ദീസ് കെമിക്കൽ ഗെറ്റ് അക്യുമുലേറ്റഡ് ഇൻ അവർ ബോഡി, നമ്മുടെ ബോഡിയിൽ ആയിരിക്കും അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടാവും. 10% ലോ അല്ല, 10% ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുണ്ട് അടുത്തില്ല. അതായത് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ഉണ്ടാകുന്ന എനർജിയുടെ 10% മാത്രമേ ട്രാൻസ്ഫർ ആവുള്ളൂ. ബാക്കി 90% ഹീറ്റായിട്ട് ലോസ് ആയി പോകും. അതാണ് 10% ലോ. അത് പറയാനുണ്ട്. ഇത് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷനാണ്. അത് പറഞ്ഞു കഴിഞ്ഞു. ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞേ, ഇതാണ് 10% ലോ. ഇൻ ദ ഫോളോവിംഗ് ഫുഡ് ചെയിൻ 10 joule ഓഫ് എനർജി ഈസ് അവൈലബിൾ ടു ലയൺ. ഹൗ മച്ച് എനർജി വാസ് അവൈലബിൾ ടു പ്രൊഡ്യൂസർ? സോ ഇവിടെ പ്ലാന്റ്, ഡിയർ, ലയൺ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ലയണിന്റെ എനർജി എന്ന് പറയുന്നത് 10 joule ആണ്. അപ്പൊ 10% ലോ പ്രകാരം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 10% മാത്രമേ പോകാൻ പാടുള്ളൂ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ടുവരാം. ഇവിടെ 100 ആണെങ്കിൽ ഡിയറിന് എത്ര ഉണ്ടായിട്ടുണ്ടാവും? 1000 joule. 0 ആഡ് ചെയ്യാൻ കുറക്കാൻ പഠിച്ചാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാം. പ്ലാന്റിലേക്ക് വരുമ്പോൾ 10,000 ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായ? പ്ലാന്റിൽ നിന്ന് 10,000ന്റെ 10% 1000 ആണ് ഡിയറിലേക്ക് വരിക. ഡിയറിന്റെ ലൈനിലേക്ക് 1000ന്റെ 10% 100 മാത്രമേ വരത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ പ്രൊഡ്യൂസർ, നമ്മൾ ചോദിക്കുന്നത് പ്രൊഡ്യൂസറിന്റെ എനർജിയാണ്. എത്രയാണ്? 10,000 ജൂൾസ് എന്ന് എഴുതാൻ കൊടുക്കുക കേട്ടോ. ജൂൾസ് എനർജി സോഴ്സ് ഇവിടെ ഉള്ളതിന്റെ നോക്കാം, യൂണിറ്റ് നോക്കാം. ജൂൾ ആണ് കൊടുക്കേണ്ടത്. ജൂൾ 10,000 ജൂൾസ് ആണ്. 10% ലോ പ്രകാരമാണ് പറയുന്നത്. അപ്പൊ ആൻസർ എന്താ വരാ? 10,000 ജൂൾ. $10,000 ജൂൾ ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. പ്ലാന്റ്സിൽ 10,000, ഡിയറിൽ 1000, ലയണിൽ 100. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഇത് സിമ്പിൾ അല്ലേ? ഇത് സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സ്റ്റേറ്റ് 2 reasons why human made material like plastic persist for longer time. Because plastic non biodegradable ആണ്. non biodegradable എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ എൻസൈമിന്റെ ആക്ഷൻ കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് man-made material like plastic persist for a long time in the environment because they are non-biodegradable, as they are not degradable by any biological action. ഒരു എൻസൈം ആക്ഷനും ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല? നശിപ്പിക്കാൻ പറ്റില്ല. The chemical structure of most plastic renders them resistant to many natural process degradation. അതായത് ബയോളജിക്കലി മാത്രമല്ല, ഒരു തരത്തിലുള്ള പ്രഷറോ ഒരു തരത്തിലുള്ള ടെമ്പറേച്ചറോ ഇതിന് ആൾട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല നോർമലി. കാരണം അതിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. ആസ് എ റിസൾട്ട് ദേ ആർ സ്ലോ ടു ഡിഗ്രേഡ്. വളരെ സ്ലോ ആണ്. ഒരുപാട് വർഷം നമ്മുടെ മണ്ണിൽ ഈ പ്ലാസ്റ്റിക് നിലനിൽക്കുമെന്ന് ഓർത്തു വെക്കുക. Moving on to next question. Here is the question. Ozone.
O3, triatomic molecule of oxygen. Although it's a deadly poison at ground level, perform essential function for the life, for the earth and its inhabitants. Inhabitant means survivors on the earth. Explain. Because ozone നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണുള്ളത്. നമുക്കറിയാം എർത്തിന്റെ, this is the earth and earth is surrounded by atmosphere. Correct? A blanket of air. Atmosphere is there. Atmosphere ഒരു ലെയർ ഉണ്ട്. Troposphere കഴിഞ്ഞു വരുന്ന ലെയർ, that is stratosphere. Stratosphere ഉണ്ട്. And there we can see our triatomic molecule ozone. Ozone അവിടെയുള്ളത്. ഈ ഓസോൺ എന്ന് പറയുന്നത് മനുഷ്യനൊരു, നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാംഫുൾ ആണ്. സാറിന്റെ പേര് അക്ഷയ് എന്നാണ്. അക്ഷയ്. ഓക്കെ, റെഡി. സി ഹിയർ, ഇതാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണുക? ഓസോൺ കാണുക. ഓക്കെ, ഓസോൺ ഈസ് പ്രസന്റ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. ഇറ്റ്സ് എ triatomic molecule. Okay, and if it is present in the ground level, if we are inhaling, it is poisonous. But in stratosphere, it is doing a great job. What is a great job? We know our sun is smiling here, and from sun harmful ultraviolet radiations are coming. But this ozone layer is acting as a shield. ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യാം. ഒരു ഷീൽഡ് പോലെ ഈ ഹാർംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ ഭൂമിയിലേക്ക് എത്തരുത്, റിഫ്ലക്ട് ബാക്ക് ചെയ്യും, ഭൂമിയിലേക്ക് എത്തരുത്. സോ അങ്ങനെ ഭൂമിയിലുള്ള ഇൻഹാബിറ്റൻസിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നു. ഈ ഓസോൺ ലെയറിൽ വിള്ളൽ ഉണ്ടാകുമ്പോൾ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഭൂമിയിലേക്ക് വരും. നമ്മുടെ സ്കിന്നിലൂടെ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും, വെജിറ്റേഷൻസിന് പ്രശ്നം ഉണ്ടാക്കും, മോണ്യുമെന്റ്സിന് പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, റെഡി. Next question, I'll answer. Ozone layer is a deadly poison because it's combination of 3 oxygen atoms which make it highly reactive, which is not good for our body system. It is essential to shield the surface of earth from the entry of UV rays from the sun, which can harm us by causing skin burns and skin cancer. Ozone at higher level of the atmosphere is product of UV radiation acting on oxygen atom. ഓക്സിജൻ മോളിക്യൂൾ. ദ ഹയർ എനർജി UV, അത് എങ്ങനെയാണ് ഈ ഓസോൺ ഉണ്ടാവുന്ന പറയുന്നതാണ്. ആദ്യം UV റേസിന്റെ പ്രസൻസിൽ, ഇത് മുകളിലാണല്ലോ, UV റേസിന്റെ പ്രസൻസിൽ ഡയറ്റോമിക് ഓക്സിജൻ O2 സ്പ്ലിറ്റ് ആവും. അങ്ങനെ 2 ഓക്സിജൻ ആറ്റംസ് ഫോം ചെയ്യും. ഫസ്റ്റ് ഓക്സിജൻ സ്പ്ലിറ്റ് ആയി 2 ഓക്സിജൻ ആറ്റമായി. ഇതിൽ ഒരു ഓക്സിജൻ ആറ്റം ഒരു ഓക്സിജൻ ഗ്യാസ് ഡയറ്റോമിക് ഓക്സിജന്റെ കൂടെ കമ്പൈൻ ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഓസോൺ. ഓസോൺ അങ്ങനെ ഫോം ചെയ്യാം. നോട്ട്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പെട്ടെന്ന് ക്ലാസ്സിന് ശേഷം തന്നെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് എ ഡാമേജ് ടു ഓസോൺ ലെയർ കോസ് ഓഫ് കൺസേൺ? വാട്ട് സ്റ്റെപ്സ് ആർ ബീങ് ടേക്കൺ ടു ലിമിറ്റ് ദിസ് ഡാമേജ്? നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. ഓസോൺ ലെയർ ഇസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ഇറ്റ് പ്രിവെന്റ്സ് ഹാർംഫുൾ UV റേസ് ഫ്രം എൻറ്ററിംഗ് ദ വേൾഡ് as these rays are dangerous and can lead to skin cancer. Already explained these points. But air pollution such as CFC, മുന്നേ നമ്മൾ റെഫ്രിജറന്റിൽ ഉപയോഗിക്കുന്ന സാധനമാണ് CFC, ബട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ വേറെ പല റെഫ്രിജറൻസും യൂസ് ചെയ്യുന്നത് കൂളിങ്ങിന് വേണ്ടി. പക്ഷെ ഇപ്പോൾ നമ്മൾ CFC ഉപയോഗിക്കുന്നില്ല. പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യാൻ വളരെ വലിയ കാരണമായിട്ടുണ്ട്. Many UV rays are harmful to plants as they affect photosynthesis, destroying planktons and decay. These are reasons why ozone depletion is cause of concern. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓസോണിന്റെ ആ ഒരു ഡിപ്ലീഷന്റെ കാര്യങ്ങൾ. Define excretion. Excretion is a process of removal of nitrogenous waste from our body. Name the basic filtration unit present in the kidney, that is nephron. The excretory system in human being label the following organs. Formation of urine. ആരാ ഫോം ചെയ്യാ? Kidney forms the urine. Next, long tube which collect urine from kidney. That is this long tube from each kidney. അതെന്താണ്? That is the second question. Ureter. Then store urine. That is this particular region. Third question, that is urinary bladder. അത് urinary bladder എന്നല്ലേ വിളിക്കുക? Correct അല്ലേ? Urinary bladder. Yes. Over.
See, very simple, very, very simple. First question, that is excretion process involved in removal of harmful nitrogenous waste, nitrogen containing waste like urea, okay, from the body. See, if you are writing that particular definition, you will get 1 mark. Then filtration unit is nephron. If you are writing that, you will get again 1 mark. Joule-ന്റെ question വരും, അങ്ങനത്തെ question വരും. അങ്ങനത്തെ question നമുക്ക് വരാനുണ്ട്. Diagram of human excretory system. This is a diagram of human excretory system. First of all, organ which form urine, that is kidney. This is the kidney, 2 kidney, left and right. Ureter which carry urine to the urinary bladder. This is ureter. You can see. Urinary bladder is this particular part which store the urine temporarily. Next question. Here is the next question. Name the organs that form the excretory system in human being. Kidney, ureter, urinary bladder, and you have got a urethra opening, urethra also, urethra. Describe in brief how urine is produced in human body. See, this is very important. Structure of neuron play, nephron, not neuron. See, ഇതാണ് പ്രശ്നം. എക്സാം ഒക്കെ ഈസി ആയിരിക്കും, ഇത് വളരെ എളുപ്പമാണ്, ഒന്നുമില്ല, നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഇത് എങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നു അതാണ് പഠിക്കേണ്ടത്. ഇത് റീനൽ ആർട്ടറി. ഇതാരാണ്? റീനൽ ആർട്ടറിയാ. ഓക്കെ, റീനൽ ആർട്ടറി. എഴുതാൻ ഒരു സുഖം കിട്ടുന്നില്ലല്ലോ, ഒരു മിനിറ്റ്. ഏറ്റവും ചെറുത് റീനൽ ആർട്ടറി. ഈ റീനൽ ആർട്ടറിയിലൂടെ വേസ്റ്റ് എല്ലാം ക്യാരി ചെയ്യുന്ന ബ്ലഡ് ഇങ്ങനെ വരും, ആർട്ടീരിയോൾ. ഓക്കെ, ഇത് അഫറന്റ് ആർട്ടീരിയോൾ. അഫറന്റ് ആർട്ടീരിയോളിലെ ഈ ഒരു നോട്ട് ഓഫ് ബ്ലഡ് വെസലിലേക്ക് വരും. ഈ ബ്ലഡ് വെസലിന്റെ കെട്ടിനെ വിളിക്കുന്ന പേരാണ്, ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. അഫറന്റ് വലിയ, ഇത് അഫറന്റാ, ഏലാ തുടങ്ങാം, അഫറന്റ്. ഇത് ഇഫറന്റ്. അഫറന്റ് വലിയ കുഴല, ഇഫറന്റ് ചെറുത്. അപ്പൊ ഇവിടെ വലിയ കുഴലിലൂടെ ബ്ലഡ് ഇങ്ങനെ വന്ന് ചെറുതിലേക്ക് പോകുമ്പോൾ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. എന്ത് ക്രിയേറ്റ് ചെയ്യും? ഞാൻ കുറച്ച് സൂം ചെയ്യുന്നുണ്ട്. സൂം ചെയ്ത് ഇങ്ങനെ ഒരു റീജിയൻ മാത്രമായിട്ട്. ഓക്കെ, നമ്മൾ കുറച്ച് കാണാലോ. നോക്കിയേ, അഫറന്റിന്റെ എല്ലാം പോട്ടെ, എല്ലാ പേജും ക്ലിയർ ചെയ്യണം. നോക്ക്, ഒന്നുമില്ല. ഇത് റീനൽ ആർട്ടറി, ഇത് അഫറന്റ് ആർട്ടീരിയോൾ, ഇത് ഇഫറന്റ് ആർട്ടീരിയോൾ. അഫറന്റ് ആർട്ടീരിയോൾ വലുത്, ഇഫറന്റ് ചെറുത്. ഓക്കെ, ശ്രദ്ധിച്ചോ, അഫറന്റ് വലുത്, ഇഫറന്റ് ചെറുത്. അഫറന്റ് ആർട്ടീരിയോളിൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വരും, ഫിൽട്രേഷൻ വേണ്ടിട്ട് വരുന്ന. അങ്ങനെ ഈ ബ്ലഡ് വെസലിന്റെ കെട്ടിന്റെ അടുത്തെത്തി. കളർ മാറ്റി കൊടുക്കുക, അതാ ബെറ്റർ. ഇവിടെ എത്തി. ഈ ബ്ലഡ് വെസലിന്റെ കെട്ടാണ്, നോട്ട് ഓഫ് ബ്ലഡ് വെസൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമെറുലസ് എന്ന് വിളിക്കും. ഈ ഗ്ലോമറുലസിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഉണ്ട് അല്ലെ. ഗ്ലോമറുലസിൽ ഒരുപാട് ഹോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാപ്പിലറി അല്ലേ, ഹോൾസ് ഉണ്ടാവും. അപ്പൊ വലിയ കുഴലിലൂടെ ചെറുതിലേക്ക് വരുമ്പോൾ അവിടെ പ്രഷർ കൂടും. അപ്പൊ അവിടെ പ്രഷർ കൊണ്ട് ഫിൽട്രേഷൻ നടക്കും. ആ ഫിൽട്രേഷനെ വിളിക്കുന്ന പേരാണ് അൾട്രാ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ അണ്ടർ പ്രഷർ, അൾട്രാ ഫിൽട്രേഷൻ. അൾട്രാ ഫിൽട്രേഷൻ ഫലമായിട്ട് കുറെ സെക്രീഷൻസ് ഈ ട്യൂബിലേക്ക് അങ്ങ് കയറും. ഈ ചന്ദ്രക്കൊല പോലെ, അല്ലെങ്കിൽ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഈ കപ്പ് ലൈക്ക് സ്ട്രക്ചർ എന്ന് വിളിക്കുന്ന പേര് ബൗമാൻസ് കാപ്സ്യൂൾ എന്നാണ്. ബൗമാൻസ് കാപ്സ്യൂൾ. ആ ബൗമാൻസ് കാപ്സ്യൂളിനകത്ത് ഈ ഒരു എസൻസ് കയറും. ആ എസൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് എന്നാ. മെറുലാർ ഫിൽട്രേറ്റ്. ആ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ലൈക്ക് ഗ്ലൂക്കോസ് ഉണ്ടാവും, അമൈനോ ആസിഡ്സ് ഉണ്ടാവും, നൈട്രോജിനസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായത് കൊണ്ട് ബ്രൈറ്റ്നെസ് കുറക്കാനോ, അതിപ്പോ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ല. എനിവേ ഇതിന്റെ ഒരു കോണ്ടന്റ് പോലും ഞാൻ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം.
അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനത്തിനെ വീണ്ടും ട്യൂബിലേക്ക് റീഅബ്സോർബ്, യൂസ്ഫുൾ ആയിട്ടുള്ള സാധനത്തെ എന്ത് ചെയ്യണം? ബ്ലഡ് കാപ്പിലറിക്കകത്തേക്ക് തിരിച്ച് പറഞ്ഞേക്കണം, സെക്രീറ്റ് ചെയ്യണം. പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ തിരിച്ച് റീഅബ്സോർബ് ചെയ്യണം കിഡ്നി ട്യൂബ്യൂൾസ്. അത് ലാസ്റ്റ് കളക്ടിങ് ഡക്റ്റിൽ വെച്ച് വാട്ടറിന്റെ അബ്സോർപ്ഷൻ സംഭവിക്കുമ്പോൾ ഇവിടെ യൂറിൻ ഫോം ചെയ്യും. ഇത് ഒരു നെഫ്രോണാ. ഇതുപോലെ ഒരുപാട് നെഫ്രോൺസ് ഉണ്ട്, ലക്ഷക്കണക്കിന്. എല്ലാ നെഫ്രോൺസിൽ നിന്നുള്ള യൂറിൻ കിഡ്നിയുടെ പെൽവിസ് എന്ന് പറയുന്ന ഭാഗത്ത്, പെൽവിസ് എന്ന് പറയുന്ന ഭാഗം ഇവിടെയുണ്ട്, പെൽവിസിലെത്തും. അവിടുന്ന് ആ യൂറിൻ യുറീറ്റർ വഴി യൂറിനറി ബ്ലാഡറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം കംപ്രൈസ് പറഞ്ഞു കഴിഞ്ഞു, ഇതൊക്കെ പറഞ്ഞതാണ്. യൂറിൻ ഫോർമേഷന്റെ 3 സ്റ്റെപ്പ്: ഗ്രോമറുലർ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ ആണ്. നൈട്രോജനസ് വേസ്റ്റ്, ഗ്ലൂക്കോസ്, വാട്ടർ, അമിനോ ആസിഡ് ഒക്കെ വരും. ഇവിടെ ഗ്ലൂക്കോസും വാട്ടറും അമിനോ ആസിഡ് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം, അതിനെ റീഅബ്സോർബ് ചെയ്യണം. അതിനാണ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. യൂസ്ഫുൾ സബ്സ്റ്റൻസ് ഫ്രം ദ ഫിൽട്രേറ്റ് റീഅബ്സോർബ് ബാക്ക് ടു ദ കാപ്പിലറി. ഇനി വേസ്റ്റ് തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും? അതിനൊക്കെ സെക്രീറ്റ് ചെയ്യും. യൂറിയ, എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ്, സോൾട്ട് സെക്രീറ്റഡ് ഇൻ ടു ട്യൂബ്യൂൾ വിച്ച് ഓപ്പൺസ് ഇൻ ടു കളക്ടിങ് ഡക്ട്. അങ്ങനെ മൂത്രമായിട്ട് മാറും. അത്രേ ഉള്ളൂ. സ്റ്റഡി ദ പാസേജ്, ആൻസർ ദ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണം. Any 4 question. നോക്കിയോളൂ. ആക്ടിവിറ്റി ഓഫ് എ മാൻ ഹാസ് അഡ്വേഴ്സ് എഫക്ട് ഇൻ ഓൾ ഫോം ഓഫ് ലിവിംഗ് ഓർഗാനിസം, ബയോസ്ഫിയർ. ഇത് ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ആദ്യം വായിച്ചു നോക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ലിവിംഗ്, നോൺ ലിവിംഗ് കമ്പോണന്റ്, എക്കോസിസ്റ്റത്തെ കുറിച്ച് പറയുന്നു. ബയോസ്ഫിയർ, ദ അൺഫേവറബിൾ കണ്ടീഷൻ ക്രിയേറ്റഡ് ബൈ മാൻ ഹിംസെൽഫ്, മനുഷ്യന്റെ കാര്യങ്ങൾ പറയുന്നു. അവരെ തന്നെ ഭീഷണിയാണെന്നൊക്കെ പറയുന്നു. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ക്വസ്റ്റ്യനിലേക്ക് വരാം. Why is it necessary to conserve our environment? To save water, air and soil from pollution. The green dustbin. നമുക്കറിയാം, ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രീൻ ഡസ്റ്റ്ബിനും ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും. ഗ്രീൻ എന്തിനാണ്? ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് സ്റ്റോർ ചെയ്യാനാണ് നമ്മളവിടെ ഗ്രീൻ ഡസ്റ്റ്ബിൻ വെക്കുന്നത്, അല്ലെ? ഇനി അവിടെ ബ്ലൂ ഡസ്റ്റ്ബിൻ വെക്കുന്നത് എന്തിനായിരിക്കും? നോൺ ബയോ, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ, അവിടെ ബ്ലൂ ഡസ്റ്റ്ബിൻ ആണ്. ബ്ലൂ ഡസ്റ്റ്ബിനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബ്ലൂ ഡസ്റ്റ്ബിനിൽ നമ്മൾ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, പ്ലാസ്റ്റിക് ഒക്കെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകളാണ് നമ്മൾ ഗ്രീനിൽ സൂക്ഷിക്കേണ്ടത്. സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻ ആൻഡ് ബ്ലൂ പറഞ്ഞു കഴിഞ്ഞേ. ഇമ്പോർട്ടൻസ് ഓഫ് 2 type of dustbin. Segregation is zero. Segregation of biodegradable, non-biodegradable waste occur without wasting time and energy. അല്ലെ, നമുക്ക് അറിയാം, നമ്മളിപ്പോ വീട്ടിൽ തന്നെ അത് സൂക്ഷിക്കുമ്പോൾ ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ ഒരുമിച്ചല്ല, സെപ്പറേറ്റ് വെക്കണം. കാരണം ഇത് നമ്മൾ കൊടുക്കൂലേ, ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന കൊടുക്കുമ്പോൾ അവർക്ക് എളുപ്പവും, പണി എളുപ്പവും. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഗ്രൂപ്പ് ഓഫ് മെറ്റീരിയൽ കണ്ടെയ്ൻ ഓൺലി നോൺ ബയോഡിഗ്രേഡബിൾ? ഇവിടെ വുഡ്, പേപ്പർ, ലെതർ. രണ്ടാമത് പോളിതീൻ, ഡിറ്റർജന്റ്. ഇത് വരില്ല. ഓൺലി നോൺ ബയോഡിഗ്രേഡബിൾ, ഓൺലി നോൺ ബയോഡിഗ്രേഡബിൾ മാത്രം എന്നാ പറയുന്നത്. അപ്പൊ ഇത് വരില്ല, ഇതെല്ലാം ബയോഡിഗ്രേഡബിൾ ആണ്. ഇവിടെ ഇതെല്ലാം നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ഇത് ബയോഡിഗ്രേഡബിൾ, അപ്പൊ ഇത് വരില്ല. എല്ലാം നോൺ ബയോഡിഗ്രേഡബിൾ ആണോ? അതാണ് ക്വസ്റ്റ്യൻ. എല്ലാം നോൺ ബയോഡിഗ്രേഡബിൾ ആണോ? കളക്ടിങ് ഡക്ട്, PVP സെറ്റ്സ്, H2O കൂടുതലായിട്ടും കളക്ടിങ് ഡക്ട്. പ്ലാസ്റ്റിക്, ബെക്കലൈറ്റ്, DDT, ഇത് എല്ലാം തന്നെ നോൺ ബയോഡിഗ്രേഡബിൾ. അപ്പൊ 2 വരും. 2 4. ഇതാണ് ആൻസർ വരിക. 2 4. 2 and 4. ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് പ്ലേറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ബിക്കോസ് ബയോഡിഗ്രേഡബിൾ അല്ല, നോൺ ബയോഡിഗ്രേഡബിൾ ആണ്, അത് വേസ്റ്റ് ആണ്. അടുത്ത ദിവസം നോക്കുക. ദ ഗിവൺ ഡയഗ്രാം റെപ്രസെന്റ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. ശ്രദ്ധിച്ചോ. സ്റ്റഡി ദ ഡയഗ്രാം, ആൻസർ ദ ഫോളോ എനി 4 question A to E. നോക്കിക്കോളൂ. ഐഡന്റിഫൈ പാർട്ട് 1. പാർട്ട് 1 is this is ureter. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ureter, this is the ureter. Then which of these is a structural and functional unit of part 2? Part 2 is kidney. കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഏതെന്ന് ചോദിക്കുന്നത്. യു നോ ദാറ്റ് ഇറ്റ് ഈസ് നെഫ്രോൺ. നോ ഡൗട്ട്, നെഫ്രോൺ. യൂറീറ്റർ ലേബൽ ചെയ്തിട്ട്. നെക്സ്റ്റ്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് 1 kidney of a person is removed? Nothing will happen. ഹെൽത്തി ആയിരിക്കും. കാരണം ഒരു കിഡ്നി റിമൂവ് ചെയ്താലും ജീവിക്കാൻ പറ്റും, അല്ലെ? DDT എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പെസ്റ്റിസൈഡ് ആണ്, ഫിദൽ. വാട്ട് വിൽ ഹാപ്പൻ 1 kidney? ഇത് പറഞ്ഞേ, ഒരു പ്രശ്നവും ഇല്ല. ഒരു കിഡ്നി റിമൂവ് ചെയ്താൽ നോ പ്രോബ്ലം, ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഒരു കിഡ്നി മതി നമുക്ക് ജീവിക്കാൻ. ദ അർജ് ഓഫ് യൂറിനേറ്റ് ക്യാൻ ബി കൺട്രോൾഡ്. കാരണം യൂറിനറി ബ്ലാഡർ ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ്. അതിനകത്ത് യൂറിൻ സ്റ്റോർ ചെയ്യും, ഒരു പരിധി വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആസ് ബ്ലാഡർ ഇസ് മസ്കുലർ, ഇറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് നെർവസ് സിസ്റ്റം. ഹെൻസ് വി ക്യാൻ കൺട്രോൾ അർജ് ടു യൂറിനേറ്റ്. കൺട്രോൾ ചെയ്യാൻ പറ്റും.
Choose the correct path of urine in our body. First kidney ഉണ്ടാക്കണം, പിന്നെ ureter, പിന്നെ urinary bladder. Kidney, ureters, urinary bladder, urethra. This is the correct one. This is the correct one. Easy. The given diagram represents human endocrine system. Study the diagram. Answer the question. Identify endocrine gland A, B, C, D, E. A is this. ഇതാണ് A. ഉദ്ദേശിക്കുന്നത് പിറ്റ്യൂട്ടറി ആണ് കേട്ടോ. A is pituitary gland. Pituitary gland എവിടെയാ കാണാ? Seen below hypothalamus. Pituitary gland is seen below hypothalamus. Next B is thyroid. B എന്താണ്? B thyroid ആണ്. Then C is adrenal. Adrenal gland. Adrenal gland is located above kidney. കിഡ്നിയുടെ മുകളിലാണ് കാണാം. Okay, ready? Then ഞാൻ ഇവിടെ നിൽക്കാം. അവിടെ നിന്നാൽ കാണില്ല. Okay, ഇവിടെ നിൽക്കാം. ആൻഡ് ഇവിടെ ബാക്കിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്, സ്റ്റൊമക്കിന്റെ താഴെ. ദാറ്റ് ഈസ് പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ്. Then this is ovary. E is ovary and F is testis. F is testis. Okay, ഇത്രയാണ് ഓർത്ത് വെക്കേണ്ടത്. ഇവിടെ എഴുതി വെക്കാം. A pituitary ആണ്. B is thyroid. B thyroid ആണ്. C എന്ന് പറയുന്നത് adrenal ആണ്. adrenal gland ആണ്. D എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ്. E എന്ന് പറയുന്നത് ഓവറി ആണ്. F എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ക്ലിയർ? ക്ലിയർ? Okay. The effect of chemical produced by gland F. Gland F, testis produce ചെയ്യുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. കെമിക്കൽ എന്ന് പറയുമ്പോൾ ഹോർമോൺ ആണ് ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് സ്പേം പ്രൊഡക്ഷനും അതുപോലെ തന്നെ മെയിൽ ഹോർമോൺ അല്ലെ, സ്പേം പ്രൊഡക്ഷനും അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യും ടെസ്റ്റോസ്റ്റിറോൺ. അടുത്തത് അതിന്റെ ഇവിടെ ഓപ്ഷൻസ് അതിലുണ്ട് അല്ലെ, അത് ഏതാണ് കറക്റ്റ് എന്ന് പറയാം. യെസ്, ഇതാണ് കേട്ടോ, ഇതാണ് 2. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ബിന്റെ ആൻസർ 2 ആണ്. Which gland secrete digestive enzyme as well as hormone? It is pancreas. D. Pancreas produce pancreatic juice. Pancreatic juice മാത്രമല്ല, അത് ഇൻസുലിനും ഗ്ലൂക്കഗോണും പ്രൊഡ്യൂസ് ചെയ്യും. സോ വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ് ഡൈജസ്റ്റീവ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് D ആണ്. ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. D. Pancreas is the answer. Pancreas ആണ് ആൻസർ. Pancreas. യെസ്, ചെയ്യാം. കുക്കി ഇമ്പോർട്ടന്റ് ഡയഗ്രാം ബേസ്ഡ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. Okay, next question. Select the mismatched pair. A adrenaline. A adrenaline ആണോ? A pituitary ആണ്. അപ്പൊ അത് മിസ്മാച്ച്ഡ് ആ, അത് തെറ്റാ. F testosterone. F testosterone പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയാം. F ഏതാ? ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യും, അത് കറക്റ്റ് ആണ്. E ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നുണ്ട്. E ഏതാ? E ഓവർ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും, കറക്റ്റാ. B തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ബി എന്ന് പറയുന്നത് തൈറോക്സിൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, അതും കറക്റ്റാ. അപ്പൊ മിസ്മാച്ച് ഏതാ? എ അഡ്രീനാലിൻ. ഇതാണ് എ അഡ്രീനാലിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. എ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറിയാ, ഗ്രോത്ത് ഹോർമോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഈസ് അൺപയർഡ്? അഡ്രീനൽ ഗ്ലാൻഡ് 2 എണ്ണം ഉണ്ട്, 2 കിഡ്നിയുടെ മുകളിലുണ്ട്. ടെസ്റ്റിസും 2 എണ്ണം ഉണ്ട്, പെയർഡാ. പിറ്റ്യൂട്ടറി 1 ഉള്ളൂ, അൺപയർഡ്. സോ പിറ്റ്യൂട്ടറി ഇസ് ദ ആൻസർ. ഓവറി പെയർഡ് ആണ്, 2 എണ്ണം ഇല്ലേ, 2 ഓവറീസ്. അപ്പൊ ഓവറി ഒക്കെ പെയർഡ് ആണ്, പിറ്റ്യൂട്ടറി പെയർഡ് അല്ല, പിറ്റ്യൂട്ടറി unpaired. That is the answer, pituitary. Next question. Why is the use of iodized salt advisable? Name the disease caused due to the deficiency of iodine. See, very simple thing. So this is the gland called thyroid gland. ഇതാണ് നമ്മുടെ thyroid gland. ഇത് നമ്മുടെ neck region കാണുന്ന ഒരു gland ആണ്. And actually this produce 2 hormones, thyroxine and calcitonin. So സിംപിളി തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെറ്റാബോളിക് റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. മെറ്റാബോളിക് റേറ്റ്, ഫാറ്റ് മെറ്റാബോളിസം, കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം, അങ്ങനെ മെറ്റാബോളിസം ഓവറോൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. ആൻഡ് അവർ ഗ്ലാൻഡ് തൈറോയിഡ് ഈസ് പ്രൊഡ്യൂസിങ് തൈറോക്സിൻ. സോ തൈറോയിഡ് ഗ്ലാൻഡിൽ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയോഡിൻ ഈസ് എസെൻഷ്യൽ, വെരി ഇമ്പോർട്ടൻറ്റ്. Iodine is essential for the production of thyroxine by thyroid gland. Thyroid gland in thyroxine produce ചെയ്യണമെങ്കിൽ iodine വേണം. And iodine is obtained when we consume seafood, mainly seafood, vegetables,
then fishes, seafoods. And we used to put salt in curry. നമ്മൾ കറികളിൽ സോൾട്ട് ഇടാറുണ്ട്, സോൾട്ട്. ആൻഡ് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉപ്പിൽ യു ക്യാൻ സി അയോഡൈസ് സോൾട്ട്, അയോഡിൻ എൻറിച്ച് സോൾട്ട്. സോ അങ്ങനെയൊക്കെ അയോഡിൻ നമ്മുടെ ബോഡിയിൽ എത്തും. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബോഡിയിൽ അയോഡിൻ കിട്ടുന്നില്ല, സഫീഷ്യന്റ് അയോഡിൻ എത്തുന്നില്ല എന്ന് വിചാരിക്കാം. സോ തൈറോയിഡ് cannot produce thyroxine effectively. If no iodine, thyroid cannot produce thyroxine effectively. So as an attempt to produce more thyroxine, our thyroid gland starts enlarging. As an attempt to produce more thyroxine, thyroid gland start enlarging. And enlarged thyroid gland will be like protruding outside. നമ്മുടെ തൊണ്ടയുടെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യും. And that condition is called goiter. It's called what? It's called a goiter. Goiter. Next question. Iodine is necessary for thyroid gland to secrete thyroxine, which regulate carbohydrate, protein, fat metabolism. Its deficiency may cause goiter. Therefore, use of iodized salt is advisable. Its key symptom is swollen neck, like this. You can see neck is swollen. Next question. Name the hormone by the following endocrine gland. Name the hormones by the following. Producing. Okay, very easy, very easy. Very easy. See, thyroid actually produce two set of hormone. You can write thyroxine or calcitonin, no problem. Try either thyroxine or like that way. Thyroxine, only one. Pituitary you can write like growth hormone. Then tropic hormones are produced by this gland like TSH, thyroid stimulating hormone, anterior lobe of pituitary is producing. Then GTH, gonadotropic hormone, ACTH, adrenocorticotropic hormone, then prolactin, which help in milk production. ഇത്രയും ഹോർമോൺസ് നമുക്ക് എഴുതാം, ബട്ട് ഇവിടെ ഒറ്റ ഹോർമോൺ ചോദിച്ചിട്ടുള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ദിസ് ഗ്രോത്ത് ഹോർമോൺ. Pancreas produce two type of hormones, insulin, glucagon, which help in regulating blood glucose level. Function is thyroxine metabolism, fat metabolism, carbohydrate metabolism, protein metabolism. Pituitary growth hormone, production of growth. Growth in help. Cortisol and cortisol is hormone produced by adrenal cortex, which help in the controlling inflammatory actions in our body, controlling allergy controlling. GTH, gonadotropic hormone, TSH, thyroid stimulating hormone, ACTH, adrenocorticotropic hormone. Prolactin help in milk production. Insulin help to reduce sugar level in the blood. Glucagon help in increasing the sugar level in the blood. Very simple. Thyroxine regulate carbohydrate, protein, fat metabolism. Growth hormone regulate growth, development of body, or any other correct answer. So many hormones are produced by pituitary gland. You can write any one of them. Then insulin regulate, or you can say decrease blood sugar level. Glucagon increases blood sugar level in the blood. Very easy. Next question. Nervous and hormonal system together perform the function of control and coordination in human being. നമുക്കറിയാം control and coordination. ശ്രദ്ധിച്ചോ, control and coordination in our body is done by two systems in our body, nervous system and endocrine system. രണ്ട് സിസ്റ്റം വേണം. ആൻഡ് ആക്ച്വലി ഇതിന് നമ്മൾ എന്താ പറയുക, ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വെരി സിമ്പിൾ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, വി ഹാവ് ഗോട്ട് എ ഗ്ലാൻഡ് ഹൈപ്പോതലാമസ്. ഞാൻ എഴുതാം, ചില ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. എങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. വെരി ഈസി, വെരി ഈസി. ഓക്കെ, ഇത് എഴുതിയ ഏത് കളറാണ് കാണാം? Better to write with black ink. Hypothalamus. Okay, I'm writing here hypothalamus. Okay, it's a brain part. It's a part of the brain as well as an endocrine gland. ശ്രദ്ധിച്ചോ, ബ്രേക്കിൽ ഇപ്പൊ തീരും. 20 more questions. Very fast. പെട്ടെന്ന് തീർക്കാം. നോക്കിക്കോ, hypothalamus. Actually, it is a chief controller. It's like a chief controller. ഒരു ഉദാഹരണം പറയാം, ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഇൻസുലിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം.
ഇൻസുലിൻ പ്രൊഡക്ഷൻ ഷുഗർ ലെവൽ കൂടി, നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ കൂടി, അപ്പൊ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണം. സോ ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ആദ്യം ഹൈപ്പോതലാമസിന് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടും, ഒരു നെർവ് അല്ലെങ്കിൽ ഒരു ന്യൂറൽ ഇൻഫോർമേഷൻ നമ്മുടെ ഹൈപ്പോതലാമസിലേക്ക് വരും. ഇങ്ങനെ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടിയിട്ടുണ്ട്, കുറക്കണം, ഇൻസുലിൻ ആണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് അങ്ങനെ ഒരു സിഗ്നല് ഹൈപ്പോതലാമസ്, ഒരു ന്യൂറൽ ഇടപാട്, ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഇടപാട് നമ്മുടെ ഹൈപ്പോതലാമസിലേക്ക് വരും. സോ അറ്റ് ദാറ്റ് മൊമെന്റ് ഹൈപ്പോതലാമസ് വിൽ പ്രൊഡ്യൂസ് റിലീസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ശ്രദ്ധിച്ചിരിക്കണം, ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ റിലീസിംഗ് ഹോർമോൺ ഈ ഹൈപ്പോതലാമസിന്റെ തൊട്ട് താഴെയുള്ള പിറ്റ്യൂട്ടറിയിലേക്കാണ് പോവുക. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മറ്റൊരു ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ആരെ കൺട്രോൾ ചെയ്യേണ്ടത്? ഇവിടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസിനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ പാൻക്രിയാസിനെ കൺട്രോൾ ചെയ്യണം, അങ്ങനെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ആക്ഷൻ ആണ്. അതും അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ തൈറോക്സിന്റെ ഒരു എക്സാമ്പിൾ പറയാം. തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പൊ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഹൈപ്പോതലാമസിലേക്ക് വന്നു. ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് ആര് ട്രിഗർ ചെയ്തു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിനെ ട്രിഗർ ചെയ്തു. അങ്ങനെ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ നമുക്കറിയാം? തൈറോയിഡ് ഗ്ലാൻഡാ. അപ്പൊ ഇവിടെ TSH എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവും, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. തൈറോയിഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മുടെ എയിം തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യണം. ശ്രദ്ധിച്ചോ, എയിം ഈസ് തൈറോയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യണം, തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് എയിം. തൈറോയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയിഡ് ഗ്ലാൻഡാ. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുന്നേ ദിസ് ഗ്ലാൻഡ് നീഡ് ടു ബി സ്റ്റിമുലേറ്റഡ്. ശ്രദ്ധിക്കണം, തൈറോയിഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റഡ് ആവണം. സ്റ്റിമുലേറ്റഡ് ആവാൻ കാരണം TSH ആ, which is produced by pituitary gland. Thyroid stimulating hormone is produced by pituitary gland. Pituitary gland ഇത് വെറുതെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ? അല്ല, അണ്ടർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് TSH പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹൈപ്പോതലാമസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ന്യൂറൽ ഇൻഫർമേഷൻ ആണ്. സോ യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നെർവസ് സിസ്റ്റവും ഹോർമോണൽ സിസ്റ്റവുമാണ് നമ്മളെ ഹെൽപ്ഫുൾ ആവുന്നത്. ഹോർമോണൽ സിസ്റ്റം മാത്രമല്ല, നെർവൽ സിസ്റ്റവും അവിടെ സഹായിക്കണം. ആക്ച്വലി റിലീസിംഗ് ഹോർമോൺസ് ആക്ച്വലി ഹൈപ്പോതലാമസ്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയെ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോഴാണ് റിലീസിംഗ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് ഇൻഹിബിറ്ററി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഹൈപ്പോതലാമസ്. ഇൻഹിബിറ്ററി എന്ന് പറയുമ്പോൾ ചെയ്യരുത് എന്നുള്ളതാണ്. ഓക്കെ, റെഡി? ആക്ച്വലി ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടാറുണ്ട് കേട്ടോ, ബിക്കോസ് ഇറ്റ് കൺട്രോൾ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ അവർ ബോഡി. നെക്സ്റ്റ്, ഇതിന് ആൻസർ ഫോർ നെർവസ് ആൻഡ് ഹോർമോണൽ സിസ്റ്റം ടു കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഇൻ ഹ്യൂമൻ ബീങ്, ഹൈപ്പോതലാമസ് പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ റിസീവിംഗ് ന്യൂറൽ. അതായത് പറഞ്ഞാൽ ഹൈപ്പോതലാമസ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ന്യൂറൽ സിഗ്നൽ റിസീവ് ചെയ്യും ബ്രെയിനിൽ നിന്ന്, ദെൻ റിലീസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, അയോഡിൻ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഹൈപ്പോതലാമസ് റിലീസസ് ഹോർമോൺ ടു സ്റ്റിമുലേറ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഫർദർ സെൻഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടു തൈറോയിഡ് ഗ്ലാൻഡ് ടു സെക്രീറ്റ് തൈറോക്സിൻ ദാറ്റ് റെഗുലേറ്റ് കാർബോഹൈഡ്രേറ്റ് മെക്കാനിസം. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫീഡ്ബാക്ക് മെക്കാനിസം? വളരെ ഇമ്പോർട്ടന്റ്. ഹോർമോൺ ആക്ഷന്റെ ഫീഡ്ബാക്ക് മെക്കാനിസം എന്താണ്? ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് ഇൻസുലിൻ ടു എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിനൻ. ഫീഡ്ബാക്ക് മെക്കാനിസം വളരെ സിമ്പിൾ ആണ്. ആക്ച്വലി ഫീഡ്ബാക്ക് എല്ലാത്തിനും ആവശ്യമാണ്, അല്ലെ? ഇപ്പൊ ഒരു സിനിമ കഴിയുമ്പോൾ തന്നെ ആൾക്കാർ മൈക്കെടുത്ത് നിൽക്കും, അല്ലെ? ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിട്ട്, അല്ലെ? മൈക്ക് എടുത്തിട്ട് ആറാട്ടാണെങ്കിലും വരും, ഭയങ്കര പവർഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും, അല്ലെ? ഫസ്റ്റ് ഹാഫ് നല്ല നാക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരും, അല്ലെ? ഫീഡ്ബാക്ക് വേണം എല്ലാത്തിനും. ഇപ്പൊ ക്ലാസിന്റെ ഫീഡ്ബാക്കും തരണം. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരും എല്ലാവരും പറയാനുള്ളത്, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ഇടണം. വെരി ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് അടിക്കാത്തവർ തീർച്ചയായും ലൈക്ക് ഇടണേ. ലൈക്ക് അടിക്കാൻ വിട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. നിങ്ങൾ ലൈക്ക് നമുക്ക് ശരിക്കും ഒരു വലിയൊരു പ്രോത്സാഹനമാണ് കേട്ടോ. പറയാൻ വിട്ടുപോയതാണേ. ലൈക്ക് അടിക്കാത്തവരെല്ലാം ലൈക്ക് അടിക്കണേ. ഓക്കെ, എന്നെ ശ്രദ്ധിച്ചോ. ടേക്ക് എൻ എക്സാമ്പിൾ, ഇൻസുലിന്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫീഡ്ബാക്കിന്റെ കാര്യം പറഞ്ഞത്. ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഇപ്പോ പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ഷുഗർ ലെവൽ കുറഞ്ഞു.
നമുക്ക് പ്രശ്നമാണ്, നമ്മുടെ ഹോമിയോസ്റ്റാസിസ് പ്രശ്നത്തിലായി. വിച്ച് ഗ്ലാൻഡ് ഈസ് നോൺ ആസ് ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ്? അത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അദ്വൈത് നോക്കിക്കോളൂ, ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു. ഈ ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഉടനെ നമുക്കറിയാം ഇൻസുലിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ആണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഇൻസുലിൻ. അങ്ങനെ ബീറ്റാ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അതിനൊരു ഇൻഫർമേഷൻ കിട്ടണം. ഇത് കുറഞ്ഞു പോയി എന്നുള്ള ഇൻഫർമേഷൻ പാൻക്രിയാസിന് വരണം, അല്ലെ? പാൻക്രിയാസിലെ ബീറ്റാ സെൽ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ ഇൻസുലിൻ എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്ത് ചെയ്യും? ഈ ബ്ലഡിലെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ എടുത്ത് എന്ത് ചെയ്യും? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഗ്ലൂക്കോസിനെ ബ്ലഡിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് തെറ്റിപ്പോയി തെറ്റിപ്പോയിട്ടുണ്ട്. ഒരു മിനിറ്റ് നോക്കിക്കോ. ബ്ലഡില് ഷുഗറിന്റെ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ ഇൻസുലിൻ അല്ല ആരാ ആക്ട് ചെയ്യേണ്ടത്? ഗ്ലൂക്കഗോൺ ആണ് ആക്ട് ചെയ്യേണ്ടത്. ഗ്ലൂക്കഗോൺ ആക്ട് ചെയ്യണം. അപ്പൊ ഗ്ലൂക്കഗോണിനെ ഫോം ചെയ്യണം. കാരണം ഗ്ലൂക്കഗോൺ ആണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കൂട്ടുന്ന ആള്, അല്ലെ? കുറഞ്ഞു പോയിട്ടുണ്ട്, കൂട്ടുന്ന ആള് ഗ്ലൂക്കഗോണാ. കുറഞ്ഞു പോയി റേസ് ചെയ്യണം. കൂട്ടുന്ന ആള് ഗ്ലൂക്കഗോണാ. ഗ്ലൂക്കഗോൺ എങ്ങനെയാ കൂട്ടുക? ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കും. അങ്ങനെ ഗ്ലൂക്കോസിന്റെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് വേറെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് ഉണ്ടാ. ഇവിടെ നോക്കണേ, ഇവിടെ നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒന്ന് ജസ്റ്റ് നോക്കണേ. നിങ്ങൾ നോക്കാം, ബ്ലഡ് ഗ്ലൂക്കോസ് കൂടിയാൽ നോക്കണേ. ബ്ലഡ് ഗ്ലൂക്കോസ് കൂടി എന്ന് വിചാരിക്കുക. നോർമൽ അളവിൽ നിന്ന് കൂടി കഴിഞ്ഞാൽ കുറക്കുന്ന ആൾ ഇൻസുലിൻ കുറക്കണം. ഓക്കെ, റെഡി? ഇനി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇടുന്ന കാണോ? ഇവിടെ നിൽക്കാം. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കുറഞ്ഞു പോയാൽ കൂട്ടുന്ന ആള് ഗ്ലൂക്കഗോൺ. അപ്പൊ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു പോയി കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും ലിവറിൽ വെച്ച്. എന്നിട്ട് ഈ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ ആഡ് ചെയ്തെടുക്കും. അപ്പൊ എന്ത് ചെയ്യും? റേസ് ചെയ്യാൻ പറ്റും. ഇനി ഇൻസുലിൻ ചെയ്യുന്നത് എന്താ? നേരെ തിരിച്ചാ. ഗ്ലൂക്കോസിനെ ബ്ലഡിൽ എക്സസ് ഗ്ലൂക്കോസാ, ആ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യും കരളിൽ. ആ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കുറയും. അപ്പോൾ ഷുഗർ ലെവൽ കുറക്കാൻ സഹായിക്കുന്ന ഇൻസുലിൻ, കൂട്ടാൻ സഹായിക്കുന്ന ഗ്ലൂക്കഗോണുമാണ്. അത് ഓർത്ത് വെക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. Feedback mechanism of hormone regulation is the mechanism to control timing and amount of hormone released so that they are secreted in precise quantity. ഹോർമോൺ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ആവശ്യമുള്ള പ്രൊഡ്യൂസ് ചെയ്യണം, ആവശ്യമുള്ളപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അതിനൊക്കെ ഫീഡ്ബാക്ക് മെക്കാനിസം ഹെൽപ്ഫുൾ ആവും. If the sugar level in blood rise, they are dictated by cells of pancreas which respond by producing more insulin. Sugar level കൂടിയാൽ അപ്പോൾ തന്നെ പാൻക്രിയാസ് ഡിറ്റക്ട് ചെയ്യും. ആൽഫ സെൽസ്, ബീറ്റാ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും, ഹോർമോൺ കുറക്കും. ആസ് ഷുഗർ ലെവൽ ഫാൾസ്, കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ സെക്രീഷൻ റെഡ്യൂസ് ആവും. അവിടെ ഗ്ലൂക്കഗോൺ സെക്രീഷൻ കൂടും. ഗ്ലൂക്കഗോൺ സെക്രീഷൻ ഇൻക്രീസസ്. അതാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഹോർമോൺ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂട്ടാൻ വേണ്ടി സഹായിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ സഹായിക്കാം. ഹോർമോൺ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്യണം. അതിനൊക്കെ ഹെൽപ്ഫുൾ ആവും. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഡി ദ ഡയഗ്രാം ഗിവൺ ബിലോ, ആൻസർ 4 ക്വസ്റ്റ്യൻ A to E. The part labeled as A എന്താണ്? ഇറ്റ്സ് pollen grain. pollen grain ആണ്. How do A reach part? A എന്ന് പറയുന്നത് B ലേക്ക് എത്തണം. B എന്ന് പറയുന്നത് എടുത്തു ബി സ്റ്റിഗ്മ അല്ലേ? ബി സ്റ്റിഗ്മ. പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന പ്രോസസ് ഏതാ? പോളിനേഷൻ. യെസ്, ബൈ പോളിനേഷൻ. സ്റ്റഡി ദ ഇമ്പോർട്ടൻസ് ഓഫ് പാർട്ട് സി. പോളൻ ട്യൂബ് എന്താ? ഈ ഗ്യാമീറ്റ്, ഈ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ ഗ്യാമീറ്റ്സ് ഉണ്ടാവൂലേ, ആ ഗ്യാമീറ്റ്സിനാ നമ്മളെ മെയിൽ ഗ്യാമേറ്റിനാ ഫീമെയിൽ ഗ്യാമേറ്റിന്റെ അടുത്ത് എത്തിക്കണ്ടേ, അതിന് സഹായിക്കുന്നതാണ് പോളൻ ട്യൂബ്. ഓക്കെ, പോളൻ ട്യൂബ് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണ്? ക്യാരി മെയിൽ ഗ്യാമേറ്റ് ടു റീച്ച് എഗ് ഇൻ എംബ്രിയോ സാക്ക്. വാട്ട് ഹാപ്പൻ ടു പാത്ത് ലേബൽ ഡി? ഡി എന്ന് പറയുന്ന എടുത്തു. ഡി ഇതിനകത്തുള്ള ഓവം ഒക്കെ എന്തായി മാറും? എംബ്രിയോ ആയിട്ട് മാറും. ഫെർട്ടിലൈസേഷൻ എംബ്രിയോ ആയിട്ട് മാറും. എംബ്രിയോ ആയിട്ട് മാറും. സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. സ്റ്റഡി ദ പ്രോസസ് ഡിപിക്റ്റഡ് ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ, ആൻസർ എനി 4 ക്വസ്റ്റ്യൻ. സി, ഇത് അമീബയുടെ ഡിവിഷൻ ആണ്. അമീബയുടെ റിപ്രൊഡക്റ്റീവ് മെത്തേഡ് ഏതാണ്? ബൈനറി ഫിഷൻ. ഈസി അല്ലേ? ബൈനറി ഫിഷൻ. വിച്ച് ഓഫ് ദീസ് ഓർഗാനിസം ഡിവൈഡ് ബൈ അബോവ്? ഇതേത് ജീവിയാണ്? അമീബയാണ്. വളരെ ഈസിയാണ് അമീബ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദ അബോവ് പ്രോസസ് ഡിഫറെന്റ് ഇൻ ഫ്രം മൾട്ടിപ്പിൾ ഫിഷൻ? മൾട്ടിപ്പിൾ, ഇത് ബൈനറി എന്ന് വെച്ചാൽ 2. ഒരു പാരന്റ്
അത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തു, ദെൻ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് എത്രയായി? 2 ഡോട്ടർ സെൽ. മൾട്ടിപ്പിൾ എന്ന് വെച്ചാല് ഒരു പാരന്റ് നിന്ന് മെനി ഡോട്ടർ സെൽ. ഇറ്റ് ഹാപ്പൻ ഇൻ പ്ലാസ്മോഡിയം മലേറിയൽ പാരസൈറ്റ്. ഇതും കൂടി നോർത്ത് നോക്കാം. പ്ലാസ്മോഡിയം മലേറിയൽ പാരസൈറ്റ് ആണ്. പ്ലാസ്മോഡിയം അവിടെ സംഭവിക്കുന്നത് മൾട്ടിപ്പിൾ ഫിഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് അബോവ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ? നമ്മുടെ അബോവ് ടൈപ്പ് ബൈനറി ഫിഷൻ ആണ്. 2 ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. അസെക്ഷൽ ആണ്, 1 ഇൻഡിവിജ്വൽ മതി. ഇറ്റ് ഇൻവോൾവ് എ മെച്യൂർ പ്ലാന്റ്, ഒരാൾ മതി. അപ്പൊ അത് കറക്റ്റാ. ഇറ്റ് ഇൻവോൾവ് യൂണിയൻ ഓഫ് 2 ടൈപ്പ് ഓഫ് ഗാമേറ്റ്. ഒരു ഗാമേറ്റ് ഫോമേ ചെയ്യില്ല, ബിക്കോസ് അസെക്ഷൽ ആ. ഇതുമല്ല. അപ്പൊ ഏതാ കറക്റ്റ്? 2 കറക്റ്റ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിഷൻ ഇൻ അബോവ് ഓർഗാനിസം ആൻഡ് ലെയ്ഷ്മാനിയ. ലെയ്ഷ്മാനിയ സ്ലീപ്പിംഗ് ആണ്. അപ്പൊ ലെയ്ഷ്മാനിയക്ക് പ്രത്യേകത എന്താ? ഇവിടെ ഇതിന് ഫ്ലജെല്ലം ഉണ്ട്. അപ്പൊ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലജെല്ലം ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ഈ ഒരു ഡയറക്ഷൻ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. പക്ഷെ അമീബക്ക് അങ്ങനെയല്ല. അമീബ നമ്മൾ നേരത്തെ കണ്ടു. അമീബക്ക് അങ്ങനെയല്ല. അമീബക്ക് ഏത് പ്ലെയിനിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഡിഫറൻസ് കേട്ടോ. In amoeba, splitting into 2 cells during division can take place in any plane. In Leishmania, binary fission occur in a definite orientation in relation to whip-like structure. ഇവിടെ ചാട്ടവാറ് പോലൊരു സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഇസ് എ whip-like structure, flagellum. അതിനനുസരിച്ചിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. Which of these are characteristic feature of vegetative reproduction? Involve 2 individual. Vegetatively 2 individual വേണ്ട. Daughter cells are genetically identical. Correct. കൂടുതൽ ഐഡന്റിക്കൽ ആയിരിക്കും, കാരണം അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഐഡന്റിക്കൽ ആവണം. സെൽ ഡിവിഷൻ ഈസ് ഓൺലി മൈറ്റോട്ടിക്. കറക്റ്റ്. മിയോസിസ് ഇല്ല, റീപ്രൊഡക്ഷൻ ഇല്ലല്ലോ, മിയോസിസ് ഇല്ല. അപ്പൊ 2 ഉം 3 ഇവിടെ വരും. യെസ്, 3. ഇതാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, നെയിം ദ 2 ടൈപ്പ് ഓഫ് മമാലിയൻ ഗാമീറ്റ്. മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമും ഫീമെയിൽസിന്റെ ഓവവും അല്ലെങ്കിൽ എഗ്. ഇതാണ് മമാലിയൻ ഗാമീറ്റ്സ്. How are these different from each other? Sperm motile ആണ്, ബിക്കോസ് സ്പേമിന് എന്തുണ്ട്? സ്പേമിന് എന്തുണ്ടാവും? സ്പേമിന് ടെയിൽ ഉണ്ട്. സോ സ്പേം ഈസ് മോട്ടൈൽ. ഓർത്ത് നോക്കണം. സ്പേം എന്തായിരിക്കും? കാണുന്നില്ലേ? ഇപ്പം നിൽക്കാം. അതുപോലെ ഗ്ലാൻഡ് വിച്ച് ഇസ് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഇസ് പാൻക്രിയാസ്. സ്പേം മോട്ടൈലാണ്. എഗ് വലുതാണ്, നോൺ മോട്ടൈൽ. എഗ് മൂവ് ചെയ്യില്ല, നോൺ മോട്ടൈൽ. Right, advantages of this kind of reproduction. Sexual reproduction ആണ്. അതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്താ? More variation is created. More variation കൂടും. More variation. Sexual reproduction ആണ്, more variation. Okay. Answer is ഇതോടെ മെയിൽ ഗാമറ്റ് സ്പേം എഴുതിയ അരമാർക്ക്, ഫീമെയിൽ ഗാമറ്റ് ഓവം എഗ് എഴുതിയ അരമാർക്ക്. സ്പേം മോട്ടൈൽ ആണ് ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസ് ബൈ മെയിൽ ഇൻഡിവിജ്വൽ. ഓവം നോൺ മോട്ടൈൽ ആണ്, ഫീമെയിൽ ഇൻഡിവിജ്വൽ. 1 മാർക്ക് കിട്ടും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയതുകൊണ്ട് മോർ വേരിയേഷൻസ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. വളരെ ഈസി അല്ലേ? What are the functions of testis in human male? Testisന് 2 functions ആണ്. sperm productionും male hormone productionും. Male hormone testosterone production. ഇതൊക്കെയാണ് ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ. Why are these located outside abdominal cavity? Who is responsible for bringing up changes in appearance seen in boys at time of puberty? See, testis is very important structure in our body, but it is protected outside the body, inside a scrotal sac. ഇവിടെ ടെസ്റ്റിസ് എവിടെയുള്ളത്? സ്ക്രോട്ടം എന്ന് പറയുന്ന സഞ്ചിക്കകത്ത. സ്ക്രോട്ടം എന്ന് പറയുന്ന സഞ്ചിക്കകത്ത. എന്തുകൊണ്ടാണ്? ആക്ച്വലി റോൾ ഓഫ് ടെസ്റ്റിസ് എന്താണ്? മെയിൻ റോൾ എന്ന് പറയുന്നത് സ്പേം പ്രൊഡക്ഷൻ ആണ്. നമുക്കറിയാം സ്പേം പ്രൊഡക്ഷൻ. ആൻഡ് സ്പേം ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് എ ടെമ്പറേച്ചർ 2 degrees Celsius less than normal body temperature. Normal body temperature is 37 degrees Celsius. Sperm is producing at a temperature of 35 degrees Celsius. See, if testis is located inside the body, ആ ഒരു ലോവർ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. So testis is located outside the body in the pouch-like structure called scrotum. So that this particular temperature range is attained, sperm can be produced very easily. Sperm produce ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സ്ക്രോട്ടത്തിന് സൈസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. So maintaining body temperature. Bringing about, who is responsible for bringing about changes in appearance at time of puberty? Boys male hormone testosterone is responsible. ഇതിന്റെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം.
അയ്യോ അതിന്റെ ആൻസർ അത് തന്നെയാണ് കേട്ടോ. പറഞ്ഞില്ല, അതിന്റെ ആൻസർ അത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പ്ലാസെന്റ? റൈറ്റ് എനി ടു മേജർ ഫംഗ്ഷൻ ഓഫ് പ്ലാസെന്റ. See, this disc-like structure is called placenta. Disc-shaped organ, special tissue in the uterus, ഗർഭപാത്രം of pregnant mammalia, nourishing, കുഞ്ഞുങ്ങളെ nourish ചെയ്യും, maintaining fetus throughout the umbilical cord, through the umbilical cord, പൊക്കിൾക്കൊടി. ഇവിടെ കാണാം പൊക്കിൾക്കൊടി കണ്ടോ. അപ്പൊ പൊക്കിൾക്കൊടി ബന്ധമാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ളത്. അപ്പൊ ഇവിടെ പ്ലാസെന്റ എന്ന് പറയുന്ന ഡിസ്ക്-ലൈക്ക് സ്ട്രക്ചർ കുഞ്ഞിന് ആവശ്യമായ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. കുഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് തിരിച്ച് ഈ പ്ലാസെന്റയിലൂടെ അമ്മയുടെ ബോഡിയിലേക്ക് വരും. ഫംഗ്ഷൻ ഓഫ് പ്ലാസെന്റ പ്രൊവൈഡ് ലാർജ് സർഫസ് ഏരിയ ഫോർ ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ടു പാസ് ഫ്രം മദർ ടു ദ എംബ്രിയോ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ന്യൂട്രിയന്റ് വരും. റിമൂവൽ ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് ഇൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ ടു ദ മദർ ബ്ലഡ്. ഈ കുഞ്ഞിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് അമ്മയിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാസെന്റയ്ക്ക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പങ്കുണ്ട്. ആകാശ ചില കേസസിൽ use of condom is beneficial for both the sex involved in a sexual act. Justify the statement giving two reasons. കോണ്ടംസ് രണ്ടാൾ യൂസ് ചെയ്യുന്ന കോണ്ടംസ് ഉണ്ട്. മെയിൽ കോണ്ടംസും ഫീമെയിൽ കോണ്ടംസും കോൺട്രാസെപ്റ്റീവ് ആണ്, പ്രിവെന്റിങ് പ്രഗ്നൻസി. ഫാമിലി പ്ലാനിങ്ങിന്റെ കേസിൽ നമുക്കത് ആപ്ലിക്കബിൾ ആണ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കോണ്ടത്തിന് STD പ്രിവെന്റ് ചെയ്യാൻ പറ്റും. എല്ലാ കോൺട്രാസെപ്റ്റീവിനും STD പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. കോണ്ടത്തിന് പറ്റും. STD സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ കോണ്ടത്തിന് പറ്റും. പക്ഷെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കോപ്പർ റിലീസിങ് IUD ആയ കോപ്പർ ടീ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കോണ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും? STD പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഹൗ ഡു ഓറൽ കോൺട്രാസെപ്റ്റീവ് ഹെൽപ്പ് ഇൻ അവോയ്ഡിങ് പ്രഗ്നൻസി? നമ്മൾ ഗർഭ നിരോധന ഗുളിക കഴിക്കുമ്പോൾ ആക്ച്വലി ഹോർമോണാണ്. അപ്പോൾ ഈ സ്ത്രീകളിലെ ഓവുലേഷൻ പറയുന്ന പ്രോസസ് പ്രിവെന്റ് ആവും, ഓവർ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കേണ്ട കേസിൽ വരുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. വാട്ട് ഈസ് സെക്സ് സെലക്റ്റീവ് അബോർഷൻ? അബോർഷൻ ഈസ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. സോ ദർ വാട്ട് ഹാപ്പൻ? സെക്സ് സെലക്റ്റീവ് ഇൻ ദ സെൻസ് പെൺകുട്ടികളെ കൊല്ലുന്നൊരു പ്രവണത, പെൺ ശിശുഹത്യ സംഭവിക്കും. ഫീമെയിൽ ഫീറ്റിസൈഡ്, കുട്ടി പെണ്ണാണെങ്കിൽ കൊല്ലുക എന്നുള്ള ഒരു അവസ്ഥയാണ്, പണ്ടുണ്ടായതാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മുടെ ലിംഗനിർണയം, സെക്സ് ഡിറ്റർമിനേഷൻ, അത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്ത് തരുന്ന തരാത്തതിന്റെ കാരണം അതാണ്. അത് ശിക്ഷാർഹമാണ്. ഹൗ ഡസ് ഇറ്റ് അഫക്ട് എ ഹെൽത്തി സൊസൈറ്റി? ഇംബാലൻസ് ഉണ്ടോ? പെൺകുട്ടികളെ കൊന്നു കഴിഞ്ഞാൽ സംഭവിക്കും, ആൺകുട്ടികളുടെ എണ്ണം കൂടും, സെക്സ് റേഷ്യോ പ്രശ്നത്തിലാവും. അത് വലിയൊരു പ്രശ്നം പിന്നീട് ഉണ്ടാകും. ആണുങ്ങളുടെ എണ്ണം കൂടും, പെണ്ണുങ്ങളുടെ എണ്ണം കുറയും. നോക്കാം. പ്രിവെന്റ് ബീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവർ, അതാണ് കോണ്ടത്തിന്റെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പറഞ്ഞിട്ടുണ്ട്. ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലിൽ ഹോർമോൺസ് ഉണ്ട് വിച്ച് പ്രിവെന്റ് ഓവറീസ് ഫ്രം റിലീസിംഗ് ഓവർ. അത് പ്രോസസ് റിലീസിംഗ് ഓഫ് ഓവർ ആണ്. നമ്മുടെ എന്താ പറയാ, ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്. സെലക്റ്റീവ് അബോർഷൻ മീൻസ് അബോർഷൻ, ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എസ്പെഷ്യലി ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺ ശിശുഹത്യ. സൊസൈറ്റി വിൽ ഹാവ് ഇംബാലൻസ് ഇൻ മെയിൽ ഫീമെയിൽ റേഷ്യോ. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ 5 മാർക്കിന്റെ ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 49 ക്വസ്റ്റ്യൻ. റീഡ് ദ പാസേജ്. ഈ പാസേജ് കൃത്യമായിട്ട് നോക്കുക. സഞ്ജന ഈസ് സഫറിംഗ് ഫ്രം ഫ്രീക്വന്റ് സ്റ്റൊമക് പെയിൻ. സഞ്ജനക്ക് ഭയങ്കര വേദന, വോമിറ്റിംഗ്, ഛർദിയുണ്ട്. ഷീ വെന്റ് ടു ദി ഡോക്ടർ. ഡോക്ടർ ആസ്ക്ഡ് ഹെർ ടു ഗോ ഫോർ അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് ചെയ്യണം. ഇൻ ദ റിപ്പോർട്ട് സ്റ്റോൺ വാസ് ഫൗണ്ട് ഇൻ ഹർ ഗാൾ ബ്ലാഡർ. പിത്താശയത്തിൽ ഗാൾ ബ്ലാഡറിൽ കല്ലുണ്ടെന്ന് കണ്ടെത്തി. ഡോക്ടർ ആസ്ക്ഡ് ഹെർ ടു റിമൂവ് ദ ഗാൾ ബ്ലാഡർ ബൈ ഓപ്പറേഷൻ ബട്ട് ഷീ വാസ് റിലക്റ്റന്റ് ടു ഗോ ഫോർ ദ ഓപ്പറേഷൻ. ഡോക്ടർ ഗാൾ ബ്ലാഡർ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ ഇദ്ദേഹം വിസമ്മതിച്ചു. റിലക്റ്റന്റ് വെച്ച് വിസമ്മതിച്ചു, ഓപ്പറേഷൻ പോകാൻ വിധേയയില്ല. ദ റോൾ പ്ലേഡ് ബൈ ഗാൾ ബ്ലാഡർ എന്താണ്? ടു സ്റ്റോർ ബൈ. ഗാൾ ബ്ലാഡർ സ്റ്റോറിംഗ് ബൈലാണ്. കരളാണ് പ്രൊഡ്യൂസ് ചെയ്യുക, സെക്രീറ്റ് ചെയ്യുന്ന ലിവർ, സ്റ്റോർ ചെയ്യുന്ന ഗാൾ ബ്ലാഡർ. റിമൂവൽ ഓഫ് ഗാൾ ബ്ലാഡർ ഹാസ് നോ എഫക്ട് ഓൺ പേഴ്സൺ ഹെൽത്ത്. ഗാൾ ബ്ലാഡർ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യത്തിൽ യാതൊരു മാറ്റമില്ല. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലോ, സ്റ്റോർ ചെയ്യുന്നല്ലേ. സ്റ്റോർ ചെയ്യുന്ന സഞ്ചി മാത്രം, പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിവർ അല്ലേ. അപ്പൊ അങ്ങനെ പ്രശ്നം വരില്ല, ഹെൽത്തിനൊന്നും പ്രശ്നം വരുന്നില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് ബൈ? ഹെൽപ്പ് ഇൻ ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. വലിയ ഫാറ്റിനെ ചെറിയ ഫാറ്റാക്കി മാറ്റും, ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ബാക്കിയൊന്നുമില്ല. വിച്ച് പാർട്ട് ഓഫ് അലിമെന്ററി കാൻ റിസീവ് ബൈൽ ഫ്രം ദ ലിവർ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇറ്റ്സ് ആക്ച്വലി ഇനീഷ്യൽ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദാറ്റ് ഈസ് കോൾഡ് duodenum, initial part of small intestine. What is the function of bile salt in the liver, in the intestine? Emulsifier ആണ്. ബൈൽ സാൾട്ട് എന്ത് ചെയ്യും? ഇമൾസിഫൈ ചെയ്യും, ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും.
ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 50th question, 10 more questions to go. Identify any two parts from the above diagram which carry oxygenated and deoxygenated blood. ഇവിടെ ഓക്സിജനേറ്റഡ് ഏതൊക്കെയാണ്? നമുക്കറിയാം, ഒരു ഹാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ഡിയോക്സിനേറ്റഡും ലെഫ്റ്റ് സൈഡിൽ ഓക്സിജനേറ്റഡും ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇ എ, പിന്നെ ഇവിടുന്ന് പോകുന്ന കുഴല് സി, ഇ എ സി, ഇത് ഡിയോക്സിനേറ്റഡ് ആയിരിക്കും. പിന്നെ എഫ് ബി ഡി, എഫ് ബി ഡി ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യും. അവിടെ ഇ എന്ന് പറയുന്നത് പെന്നാ കൈവേയിലൂടെ വന്ന് നമ്മുടെ റൈറ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ എ. സി എന്ന് പറയുന്ന പൾമണറി ആർട്ടറി, ഇതൊക്കെ എന്താണ്? ഡിയോക്സിജനേറ്റഡ് ക്യാരി ചെയ്യും. പിന്നെ ഇവിടെ എഫ് ലെഫ്റ്റ് ഏട്രിയം, ബി ലെഫ്റ്റ് വെൻട്രിക്കിൾ, പിന്നെ ഡി അയോട്ട, ഇതൊക്കെ ഓക്സിജനേറ്റഡ് ക്യാരി ചെയ്യും. അത്രേ ഉള്ളൂ. അടുത്ത് നോക്കിക്കോളൂ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഡബിൾ സർക്കുലേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡബിൾ സർക്കുലേഷൻ ഓൾറെഡി നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണും കേട്ടോ. വിശദമായി തന്നെ നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 തവണ ഹാർട്ടിലേക്ക് ബ്ലഡ് വരുന്നു, റൈറ്റ് ഏട്രിയത്തിലേക്ക് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ കൊണ്ടുവരുന്നു, 2 തവണ വരുന്നുണ്ട്. സിസ്റ്റമിക് സർക്കുലേഷൻ, ഇത് ബോഡി ഓർഗൻസ് വരുന്നതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ ലെൻസ് വരുന്ന സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് റൈറ്റ് ഏട്രിയത്തിൽ വരുന്ന സിസ്റ്റമിക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ എൻഡ് ചെയ്യും. പൾമണറി എന്ന് പറയുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്യും, ലെഫ്റ്റ് ഏട്രിയത്തിൽ എൻഡ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ സർക്കുലേഷൻ. ക്ലിയർ? റെഡി? 51 question. Mention any two component of blood. നമുക്ക് RBC, WBC, platelet ഒക്കെ പറയാം. RBC, WBC, platelet. RBC, WBC, platelet. ഇതൊക്കെയാണ് components of blood. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. Clear? Next question. Trace the movement of oxygenated blood in the body. Oxygenated blood നമുക്കറിയാം എവിടെയാ? നമ്മുടെ ലങ്സിൽ വെച്ച് ഓക്സിഡേഷൻ സംഭവിക്കും. ലങ്സിൽ നിന്ന് നമ്മുടെ പൾമണറി വെയിൻ അല്ലെ, പൾമണറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിലെത്തിക്കും. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ വരും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട പോവും. അയോട്ടയിൽ നിന്ന് ഓൾ പാർട്സ് ഓഫ് ദ ബോഡി, ഓൾ പാർട്സ് ഓഫ് ബോഡി, ഇങ്ങനെയാണ് പോവുക. റൈറ്റ്? ഫങ്ഷൻ ഓഫ് വാൽവ് ബിറ്റ്വീൻ അട്രിയ ആൻഡ് വെൻട്രിക്കിൾ ടു പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. വാൽവ് എന്ന് പറയുമ്പോൾ ഫങ്ഷൻ എന്തായിരിക്കും? ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ആയിരിക്കും. വാട്ട് ഈസ് ദ ലോ ഓഫ് ഡോമിനന്റ് ഓഫ് ട്രേറ്റ്സ്? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞല്ലോ ലോ ഓഫ് ഡോമിനന്റ് പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം ഒരു ടോൾ പ്ലാന്റ് എടുത്തു, ക്രോസ് വിത്ത് ഷോർട്ട് പ്ലാന്റ്. ഇതിന്ന് ഫസ്റ്റ് ഗാമീറ്റ്, ഇതിന്ന് ഗാമീറ്റ്, ഇത് രണ്ടും കൂടി ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതും എന്ത് പ്ലാന്റാ? ടോളാണ്. അപ്പൊ നമ്മൾ ടോൾ എടുത്തു, ഡ്വാർഫ് എടുത്തു, കിട്ടിയത് എന്താ? ടോള്. അപ്പൊ നമ്മള് ഇവിടെ എന്താ എടുത്തേ? ഇവിടെ ഒരു ക്യാരക്ടർ നമ്മൾ കൺസിഡർ ചെയ്തു, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. ശ്രദ്ധിച്ചോ, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. ഇവിടെ ഒരു ക്യാരക്ടർ എടുത്ത ഹൈറ്റ് ഓഫ് ദ പ്ലാന്റാ. ഇതിൽ 2 ട്രേറ്റ് ആണ്. ഒന്നിക്കിൽ ടോൾ ആവാം, അല്ലെങ്കിൽ എന്താവാം? ഡോർഫ് ആവാം. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ക്യാരക്ടറിന്റെ 2 ട്രേറ്റ് ആണ്, ടോൾ അല്ലെങ്കിൽ ഡോർഫ്. സോ മെന്റൽ എന്ത് ചെയ്തു? ഒരു ക്യാരക്ടറിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ ഹൈബ്രിഡൈസ് ചെയ്തു. F1 ജനറേഷനിൽ എന്ത് കിട്ടി? അത് ഡോമിനന്റ്. സോ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഓഫ് എ ക്യാരക്ടർ ഈസ് ഹൈബ്രിഡൈസ്ഡ് ആൻഡ് F1 ജനറേഷൻ whatever the trait is shown, that is dominant. ഇവിടെ ടോൾ ആണ് കാണിച്ചത്, that is dominant. Dwarf is recessive. What are the trait acquired during lifetime of individual? Not inherited. അതൊരിക്കലും, അതായത് നമ്മൾ അക്വയർഡ് ട്രേറ്റ് ഒരിക്കലും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ DNA കോപ്പി ചെയ്ത സംഭവമല്ല. നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളായിരിക്കും, നമ്മൾ ട്രെയിൻ ചെയ്ത് കിട്ടുന്ന സംഭവങ്ങളായിരിക്കും, നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ, അതൊക്കെയാണ് അക്വയർഡ്. അക്വയർഡ് ഒരിക്കലും എന്തെയില്ല, നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യില്ല. അതാണ് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Characters that a person acquires during one's lifetime is called acquired character. Such changes does not occur in reproductive tissue. അത് നമ്മുടെ ഗാമീറ്റ്സിൽ വരുന്നില്ല.
ചേഞ്ചസ് ഇൻ നോൺ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസ് ആർ നോട്ട് പാസ് ടു DNA. DNA വരുന്നില്ല. സോ അത് ഇന്ത്യയില്ല, ഇൻഹെറിറ്റ് ചെയ്യില്ല. ആണ് കൊല്ലപ്പണിക്കാരുടെ കൈയൊക്കെ നല്ല ഉറപ്പുണ്ട്, പക്ഷെ അവരുടെ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ആവുന്നുണ്ടോ? ഇല്ല. അതാണ് അക്വയർഡ് ട്രൈറ്റ്സ് ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യില്ല. വൈ ഡിഡ് മെൻഡൽ ചൂസ് ഗാർഡൻ പീ? അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് അദ്ദേഹം എടുത്തത് പൈസം സറ്റൈവം, പട്ടാണി പയർച്ചെടി, തോട്ടപ്പയർച്ചെടിയാണ്. പൈസം സറ്റൈവമാണ്. എന്തുകൊണ്ട് എടുത്തു? പീ പ്ലാന്റ് സ്മോൾ ആണ്, പെട്ടെന്ന് വളർത്താൻ പറ്റും. എ ലാർജ് നമ്പർ ഓഫ് ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി ഓഫ് പീ പ്ലാന്റ് ആർ അവൈലബിൾ. അതിന്റെ ഷോർട്ട് ലൈഫ് സൈക്കിൾ ആണ്. സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ട് തന്നെ വെക്കണം. ലിസ്റ്റ് ടു കോൺട്രാസ്റ്റിംഗ് വിസിബിൾ ക്യാരക്ടർ ഓഫ് ഗാർഡൻ പീ. നമുക്ക് എന്ത് പറയാം? സീഡ് ഹൈറ്റ് എടുക്കാം, ടോൾ ഡോമിനന്റ്, ഡോർഫ് റിസസീവ്. സീഡ് ഷേപ്പ്, റൗണ്ട് ഡോമിനന്റ്, റിങ്കിൾഡ് റിസസീവ്. സീഡ് കളർ, യെല്ലോ ഡോമിനന്റ്, ഗ്രീൻ റിസസീവ്. പോഡ് കളർ, ഗ്രീൻ ഡോമിനന്റ്, യെല്ലോ റിസസീവ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ? ഫ്ലവറിന്റെ പർപ്പിൾ ഡോമിനന്റ്, വൈറ്റ് റിസസീവ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ? ഇവിടെ എത്ര ചോദിക്കുന്നത്? ഇവിടെ ചോദിച്ചത് എത്ര? 2. അപ്പൊ 2 ചെയ്യാം. എക്സ്പ്ലെയിൻ ഇൻ ബ്രീഫ് ഹൗ മെന്റൽ ഇന്റർപ്രറ്റഡ് ഈസ് റിസൾട്ട് ഷോയിങ് ദാറ്റ് ട്രേറ്റ് മേ ബി ഡോമിനന്റ് റിസസീവ്. നമ്മൾ പറഞ്ഞു, F1 ജനറേഷൻ ചെയ്തിട്ട് പറഞ്ഞില്ലേ, തൊട്ട് മുന്നേ പറഞ്ഞതാ. F1 ജനറേഷൻ കണ്ടുപിടിച്ചു. F1 ജനറേഷൻ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അത് ഡോമിനന്റ്. എക്സ്പ്രസ് ചെയ്യാത്തത് റിസസീവ്. അതാണ് നമ്മളോട് പറഞ്ഞത്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ ഇൻ മൈറ്റോകോൺട്രിയ ഓഫ് ദ സെൽ ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ ഈസ്റ്റ് ആൻഡ് മസിൽ. അവിടെ നോക്കിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം. ഇവിടെ ആദ്യം ഇത് കോമൺ ആ, ഗ്ലൈക്കോളിസിസ്, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവേറ്റ് ആക്കി സൈറ്റോപ്ലാസം. ഇത് പഠിച്ചു നോക്കണം. പിന്നീട് ഈസ്റ്റിൽ സംഭവിക്കുന്ന ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്. ഈസ്റ്റില് അവിടെ എന്താ സംഭവിക്കുക? ഈ പൈറുവേറ്റിനെ ഈഥൈൽ ആൽക്കഹോളും എനർജിയും ആക്കി മാറ്റും. ഇനി നമ്മുടെ നോർമൽ സെല്ലിൽ അയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ മൈറ്റോകോൺട്രിയയിൽ, ക്രബ് സൈക്കിൾ ആണത്, മൈറ്റോകോൺട്രിയയിൽ പ്രസൻസ് ഓഫ് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ എനർജി ആക്കി മാറ്റും. പൈറുവേറ്റിനെയാണ്. ഇനി മസിൽ സെൽസിൽ, നമ്മുടെ മസിൽസിലെ ഓക്സിജന്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ നമ്മുടെ മസിൽസ് എനേറോബിക്കലി റെസ്പിയർ ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്റ്റിക് ആസിഡ്, അതുപോലെ എനർജി. ഈ ലാക്റ്റിക് ആസിഡ് ഡിപ്പോസിഷൻ വരുമ്പോഴാണ് നമുക്ക് മസിലിലെ ക്രാമ്പ്, മസ്കുലാർ പെയിൻ സംഭവിക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് എന്തായാലും നോക്കി വേണം, കാരണം ഇത് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കും. അടുത്തത് 55ാമത്തെ ചോദ്യം. റേറ്റ് ഓഫ് ബ്രീത്തിങ് ഇൻ അക്വാട്ടിക് ഓർഗാനിസം ഇസ് മച്ച് ഫാസ്റ്റർ ദാൻ ടെറസ്ട്രിയൽ ഓർഗാനിസം. കാരണം അക്വാട്ടിക് ഓർഗാനിസം വെള്ളത്തിലാണ്, വെള്ളത്തിലെ ഓക്സിജൻ ഉപയോഗിക്കണം, വെള്ളത്തിൽ ഡിസോൾഡ് ഓക്സിജൻ അതിന്റെ അളവ് കുറവാണ്, അതുകൊണ്ട് അവർക്ക് ഫാസ്റ്റർ ആയിട്ട് ബ്രീത്ത് ചെയ്യേണ്ടി വരും. ടെറസ്ട്രിയൽ ഓർഗാനിസം ക്യാൻ ഒബ്റ്റൈൻ ഓക്സിജൻ ഡയറക്ട്ലി ഫ്രം എയർ. ടെറസ്ട്രിയൽ ഓർഗാനിസത്തിൽ നമ്മളൊക്കെ ടെറസ്ട്രിയലാണ്, നമുക്ക് നേരിട്ട് കിട്ടും. And have slower breathing rate. But aquatic organisms have to obtain oxygen for respiration, which is dissolved in water. That is dissolved oxygen. Since the amount of oxygen dissolved in water is fairly low, waterle oxygen അളവ് വളരെ കുറവാണ് as compared to amount of oxygen in air. The rate of breathing in aquatic organism is much faster. അതുകൊണ്ട് തന്നെ breathing rate faster ആയിരിക്കും. നോട്ട് ചെയ്തില്ലേ? അടുത്ത നോക്കിക്കോളൂ. 56. Explain the activity with diagram to show that carbon dioxide is essential for photosynthesis. We took 2 potted plants of same size. Initially we kept those plants in dark room. Dark roomil വെക്കണം കുറച്ച് സമയം. നമുക്ക് അത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ഒക്കെ കളയണം, ഇലയിലെ സ്റ്റാർച്ച് ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. Now place each plant separate glass plates. Place a watch glass. ഒന്നിൽ വാച്ച് ഗ്ലാസ് containing KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട് ഒന്നിൽ. ഓക്കെ, one of the plants. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒന്നിൽ വെക്കണം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു അബ്സോർബ് കാർബൺ ഡയോക്സൈഡ്. സോ നമ്മൾ ഇത് വെയിലത്ത് വെക്കണം. വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിരിക്കുന്ന ആ ഒരു എ എന്ന് പറയുന്ന സെറ്റപ്പില് അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഇല്ല. കാർബൺ ഡയോക്സൈഡ് ഇല്ലെങ്കിൽ ഫോട്ടോസിൻ നടക്കില്ല. സ്റ്റാർച്ച് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? ബ്ലൂ ബ്ലാക്ക് കളർ ആവൂല. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ബ്ലൂ ബ്ലാക്ക് കളർ ആവൂല, ഇവിടെ ബ്ലൂ ബ്ലാക്ക് കളർ ആവും. അപ്പൊ ബിയിൽ ഫോട്ടോസിൻ നടക്കും, കാരണം അവിടെ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. പക്ഷെ ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഇല്ല, KOH അബ്സോർബ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഔട്ട് ഓഫ് എ ഗോട്ട് ആൻഡ് എ ടൈഗർ, വിച്ച് വൺ വിൽ ഹാവ് ലോങ്ങർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ? ഡെഫിനറ്റ്ലി ഗോട്ട്. ആർക്കാണ് ലോങ്ങർ? ഗോട്ട്. കാരണം ഗോട്ട് ഈസ് എ ഹെർബിവോർ. ഗോട്ട് കഴിക്കുന്നത് ഗ്രാസ് ആണ്. അപ്പൊ ഗ്രാസ് കഴിക്കുമ്പോൾ ഗ്രാസ് ഈസ് മേഡ് ഓഫ് സെല്ലുലോസ്. ഡൈജഷൻ ഓഫ് സെല്ലുലോസ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ് ടേക്ക് ലോങ്ങർ ടൈം. സോ അതുകൊണ്ടാണ് ഹെർബിവോർ എന്ത് ചെയ്യുന്നത്? ഹെർബിവോറിന് ലോങ്ങർ ഇൻറ്റസ്റ്റൈൻ ഉണ്ടാവും. മൂപ്പര് ടൈഗർ ഇസ് കാർണിവോർ, ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽ. അത് സെല്ലുലോസ് ഡൈജഷൻ വരുന്നില്ല, അതാണ് റീസൺ. സോ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗോട്ടിന് ലാർജർ ഇൻറ്റസ്റ്റൈൻ. ഗോട്ട് മാത്രമല്ല, കൗ, ഹെർബിവോറസ് ആയിട്ടുള്ള ആനിമൽസിന്റെ ഇൻറ്റസ്റ്റൈൻ ലാർജർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് സലൈവ ഇൻ ഡൈജഷൻ ഓഫ് ഫുഡ്? സി മകളെ, ഇത് ശ്രദ്ധിച്ചോ. വി ഹാവ് ഗോട്ട് സലൈവറി ഗ്ലാൻസ് ഇൻ അവർ മൗത്ത്. ശ്രദ്ധിച്ചിരിക്കണം, കഴിയാറായ സലൈവറി ഗ്ലാൻസ്.
It produces saliva, correct? It produces saliva. Saliva consists of three different things. Two enzymes. First one is lysozyme. Second is amylase. These two are enzyme. And then mucus. Okay. Lysozyme, amylase, mucus. Lysozyme help in killing the germs. നമ്മുടെ വായിലേക്ക് വരുന്ന ജേംസിനെ കൊല്ലും. ഫുഡിൽ പ്രസന്റ് ആയിട്ടുള്ള ജേംസിനെ കൊല്ലും. Amylase help in the conversion of partial digestion of starch to simple sugar maltose. Starch to simple sugar maltose. Mucus makes food slimy. Makes food slimy. Makes food slimy so that it can be easily swallowed. That's the role of mucus. So lysozyme killing the germs, amylase conversion of starch to maltose. Carbohydrate digestion start here. That is why we are saying that digestion of food start in the mouth. Digestion of food start in the mouth. Mucus makes the food slimy so that easily we can swallow the food. Easily we can swallow the food. Easily we can swallow the food. Next question, 59th question. As when a sportsman run, he often get muscular cramp. Why? I have told the answer before. So when we are doing a strenuous exercise, when we are doing a continuous exercise, what happens? Oxygen in our muscle cell get used up. And in that lack of oxygen situation will arise. Oxygen aladu korayum. At that moment, muscles in the the cells in the muscles respire anaerobically. At that time, lactic acid and energy is produced, and the lactic acid is deposited in the muscle and is responsible for muscular cramp. Notes notes class community group il varum. In order to release more energy to perform sudden activity, pyruvate is converted to lactic acid in lack of oxygen. Formation of lactic acid in the muscle cause cramp or fatigue, talarcha. Last question. Stomata of desert plant remain closed during daytime. Why? Desert plants in the പ്രത്യേകത നല്ല ചൂടുള്ള ഏരിയാസ് ഇല്ല ഡെസേർട്ട്. അവിടെയുള്ള ചെടികൾക്ക് സ്റ്റൊമാറ്റോ എപ്പോഴും അടയും രാവിലെ. കാരണം ട്രാൻസ്പിറേഷൻ റേറ്റ് കുറക്കാനാണ്. കാരണം അവിടെ വെള്ളമില്ലല്ലോ, വെള്ളം കുറവല്ലേ. പക്ഷേ ഫോട്ടോസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക? ഡേ ടൈമിൽ ക്ലോസ് ചെയ്യും, നൈറ്റ് ടൈമിൽ ഓപ്പൺ ആവും. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടേക്ക് ചെയ്തിട്ട് അവർ ഇന്റർമീഡിയറ്റ് സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഇന്റർമീഡിയറ്റ് ഓർഗാനിക് ആസിഡ് അവിടെ ഫോം ചെയ്യും. ഓക്കെ. പിറ്റേന്ന് പകൽ സമയത്ത് ഇന്റേണലി അവരെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ആ ബോഡിക്കകത്ത്, പ്ലാന്റ് ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. വെരി സിമ്പിൾ ഐഡിയ. സോ നമ്മൾ എന്ത് ചെയ്തു? 60 ചോദ്യങ്ങൾ ലൈസോസൈം എന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ലൈസോസൈം ഏടാണ്, നമ്മൾ കണ്ണുനീരിലും ഒക്കെ ലൈസോസൈം ഉണ്ട്. അതിനൊരു ഫംഗ്ഷനേ ഉള്ളൂ, ഡിസ്ട്രോയ് ദ ജെംസ്. സലൈവയിൽ മാത്രമല്ല. സോ നമ്മൾ 60 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് മക്കളെ. 60 ചോദ്യങ്ങൾ. ഇപ്പോഴും 250-ലധികം കുട്ടികൾ, നമ്മൾ ലൈവ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന റേഞ്ച് കുറച്ചുണ്ടായിരുന്നെങ്കിൽ കുറച്ച് കുട്ടികൾ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും മെജോറിറ്റി ഓഫ് കുട്ടികൾ ഇപ്പോഴും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിക്കും വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സാറിന്റെ കൂടെ തന്നെ ഉണ്ടായി. നമ്മൾ 60 ചോദ്യങ്ങൾ 7 മണിക്ക് തുടങ്ങിയ ലൈവ് ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്റെ കൂടെ നിന്ന എല്ലാ മക്കളും എന്താ പറയാ, വളരെ സന്തോഷം. നിങ്ങളുടെ ഈ ഒരു എനർജി, നിങ്ങളുടെ ഈ ഒരു കമന്റ് കാണുന്നതും ഒക്കെ എനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട്. നിങ്ങളുടെ കമന്റ്സ് ആണ് ശരിക്കും യഥാർത്ഥത്തിൽ എനിക്ക് എനർജി കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഒട്ടും ടയേർഡായി വരുന്നില്ല. ഈവൻ ദോ ഉറങ്ങാതെ കുറെ ദിവസങ്ങളായിട്ടുണ്ട്. ഇന്നലെ ഉറങ്ങാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പിന്നെ ഒന്ന് ഉറങ്ങിയത്. അതിനുശേഷം ഉറക്കം എന്ന് പറയുന്ന സംഭവം ഇല്ല. യഥാർത്ഥത്തിൽ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങുക. ഇന്നലെ ഒരു ഹോസ്പിറ്റൽ കേസായി, മംഗലാപുരത്തായിരുന്നു. അവിടുന്ന് രാത്രിയിൽ വന്നതായിരുന്നു. രാത്രി ഉറക്കമില്ല, അതും ട്രെയിനിൽ വരികയായിരുന്നു. അപ്പോൾ സ്ലൈഡ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു, റിസർച്ചിലായിരുന്നു. കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ അഹോരാത്രം പ്രയത്നിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സൈലത്തെ വിശ്വസിക്കുക, സൈലത്തിന്റെ കൂടെ തന്നെ നിൽക്കുക. നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും, ഇവിടെയുള്ള എല്ലാ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് വേണ്ടി
അഹോരാത്രം കഷ്ടപ്പെടാൻ തയ്യാറാണ്. തീർച്ചയായും നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ എഫോർട്ട് എടുക്കും. നിങ്ങൾക്കറിയാം, നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. തീർച്ചയായിട്ടും പാട്ട് വേണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു പാട്ട് കൂടി പാടിയേക്കാം. അഫോണ് പാട്ട് വേണം പറയുന്നുണ്ട്. അപ്പൊ പാട്ട് പാടാൻ നിങ്ങൾ ബേജാറാക്കുന്നില്ല. കമന്റ് തീർച്ചയായിട്ടും ലൈക്ക് ഇടാത്ത ലൈക്ക് ഇടണം. അതുപോലെ തന്നെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് ഈ സെഷന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ലേബൽ ചെയ്യാം. നാളെ രാവിലെ 9 മണിക്ക് ആര് വരുന്നുണ്ട്? നമ്മുടെ സ്വന്തം അനഘ മിസ് ലൈവിൽ വരുന്നുണ്ട്. അനഘ മിസ് ഏത് സബ്ജക്റ്റ് ആണ് മിസ്? ജോഗ്രഫി, എക്കണോമിക്സ്. വന്നോളൂ മിസ് വാ മിസ്സിന് വരുന്നുണ്ട്. വാ മിസ് വരുന്നുണ്ട്. മിസ് നിങ്ങളോട് പറയും, സംസാരിക്കും. നാളത്തെ ലൈവ് 9 മണിക്കുള്ള ലൈവാണ്. മിസ് ഇവിടെ സെറ്റായിരിക്കുകയാണ്, പവറായിരിക്കുകയാണ്. മിസ് വന്നിരിക്കുന്നു. അപ്പൊ മക്കളെ, നാളെ രാവിലെ 9 മണിക്ക് നമ്മുടെ MCQs ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രൊമോ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ഏതൊക്കെയായിരുന്നു പെട്ടെന്ന് വിളിച്ചു പോയിട്ട് ജോഗ്രഫി എക്കണോമിക്സിന്റെയും ലൈവാണ് ഉണ്ടായിരിക്കുക. അപ്പൊ കൃത്യസമയത്ത് ലൈവിൽ മക്കൾ ജോയിൻ ചെയ്യണം. നമുക്ക് അടിപൊളിയായിട്ട് 100+ എന്നൊക്കെ തണുപ്പ് കൂടി അക്ഷയ് സാർ ഇവിടെ ക്ലാസ് എടുക്കുന്നത് നമ്മൾ കുളുമണാലി പോകുന്ന പോലെ അമ്മാരി ഈസിട്ടുള്ള ക്ലാസ് എടുക്കാം. വേർത്ത് മീൻസ് തണുത്ത് അങ്ങോട്ട് പണി അയക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞു വന്നത്, എന്തിനാണ് ഞാൻ ഇപ്പൊ വന്നത്? MCQന് നാളെ രാവിലെ കറക്റ്റ് 9 മണിക്ക് ലൈവില് ജോയിൻ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കണം, സെറ്റാക്കി നമുക്ക് പഠിക്കണം. അപ്പൊ ലേറ്റ് ആവത് കറക്റ്റ് 9 മണിക്ക്. അപ്പത്തേ സാർ ആ പാട്ടൊക്കെ നോക്കി സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ ടൈം പറഞ്ഞുകൊണ്ട് മക്കളെ കറക്റ്റ് 9 മണിക്ക് കേട്ടോ. അപ്പൊ നമുക്ക് നാളെ അവിടെ കാണാം. 100+ MCQ ആയിട്ടാണ് മിസ് വരുന്നത്. നമുക്കെല്ലാം പഠിക്കണം. അപ്പൊ നിങ്ങളെ സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മറക്കണ്ട, നാളെ രാവിലെ കാണാം. സാറ് പാട്ട് പാടിക്കും. ഓക്കെ, മക്കൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു അവസാനമായിട്ട് നമ്മളൊരു പാട്ട് പാടിയതിനു ശേഷം നമ്മുടെ മക്കൾ പറഞ്ഞ നമ്മൾ എന്തായാലും ചെയ്യാതിരിക്കില്ല. ലാസ്റ്റ് അവസാനമായിട്ട് ഒരു പാട്ട് പാടിയ ശേഷം ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, റെഡി. ഓക്കെ, പാടാലോ? ഓക്കെ. അപ്പൊ ഇടുക്കി ഗോൾഡിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. ആ ഗാനം ആലപിച്ച ശേഷം നമുക്കത് അവസാനിപ്പിക്കാം. മാണിക്യച്ചിറകുള്ള മാറത്തു കോറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കൊതിച്ചു പോയി. ഏഹേ കണ്ടു മലനീരാ, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും, ഓയ് തന്തിനത്താനോ താനാനേ തന്തിനൻ താനിന്നാനേ താനാനേ. അപ്പൊ മക്കളെ ശരി. അപ്പൊ പറഞ്ഞതുപോലെ പാട്ട് പാടിയിട്ടുണ്ട്. തൊണ്ടക്ക് നല്ല പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പോ ഇനിയുള്ള ലൈവും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് ഈ ലൈവ് എൻഡ് ചെയ്തതിനു ശേഷമുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.